നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിൽ വേണമെങ്കിൽ ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ ആ ഒരു വിഷനിലൂടെ മാത്രമാണ് നിങ്ങൾ ഈ ഒരു സെഷനെ കാണേണ്ടത്. ഈ ഒരു സെഷന്റെ ഡെപ്ത് മനസ്സിലായോ? ഓക്കെ, അപ്പൊ ആ രീതിയിൽ നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ ഈ ഒരാഴ്ച എന്താണ് നിങ്ങളുടെ മേഖലയിൽ പുതിയ അപ്ഡേറ്റ് കൊണ്ടുവന്നത്? ചിലപ്പോൾ പുതിയൊരു ഫോൺ വന്നതായിരിക്കാം, നിങ്ങൾക്ക് അത് പറയാം. ഒരു അടിപൊളി സാധനം വന്നിട്ടുണ്ട്, അതിന്റെ ക്യാമറയുടെ ക്വാളിറ്റി ഇത്രയാണ്, ഇന്നതാണ്, ഈ രീതിയിലാണ്, അത് ബാക്കിയുള്ള ആൾക്ക് ഉണ്ടാവില്ലേ നിങ്ങൾ പറയും. ഷാവുൽ നമ്പർ വന്നിട്ട് പറയാം പുതിയൊരു മൊബൈൽ ഫോൺ വന്നിട്ടുണ്ട്, എനിക്ക് പോലും അത് യൂസ്ഫുൾ ആണ്, കാരണം ഞാൻ അറിയുന്നില്ല, ആ അപ്ഡേറ്റ് ഇവിടെ വന്നത് എനിക്ക് അറിയുന്നില്ല. അപ്പൊ നമ്മുടെ മേഖലയിലുള്ള ഒരു സംഭവമാണ് ഇതിൽ പറയേണ്ടത്. കുട്ടികളെ സംബന്ധിച്ച് നിങ്ങൾ കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്പൊ കുട്ടികളെ സംബന്ധിച്ച് പുതിയൊരു ടൂൾ വന്നിട്ടുണ്ട്, കുട്ടികളുടെ ഒരു ആപ്പ് വന്നിട്ടുണ്ട്, നമുക്കത് യൂസ്ഫുൾ ആവില്ലേ? തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അത് നമ്മളെ വേർഷനിൽ കണ്ടാൽ മതി. ഓക്കെ, കുട്ടികളുടെ ആ ഒരു സാധനം ആ ഒരു വേർഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റാഫിന് വേണ്ടി എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൂടാ, ആ ചിന്ത നമ്മളെ മൈൻഡിൽ വരും. ഫർണിച്ചർ രംഗത്ത് പുതിയ ഒരുപാട് അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വേക്കിലേക്ക് പോകും. ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ കംപ്ലീറ്റ് ഫർണിച്ചർ ഡിസൈൻ ചെയ്തുകൊണ്ട് മെഷർമെന്റ് അടക്കം അയച്ചു കൊടുക്കാൻ പറ്റും. അറിയോ നിങ്ങൾക്ക്? ഇവിടെ ഇരുന്നിട്ട് കംപ്ലീറ്റ് സാധനങ്ങളും കഴിയില്ലേ, കംപ്ലീറ്റ് ഡിസൈൻ ചെയ്ത് ഒരു ഫർണിച്ചർ മാനുഫാക്ചർ തിരുവനന്തപുരത്ത് ഉണ്ടെന്ന് കരുതുക. അയാൾക്ക് ജസ്റ്റ് ഈ സാധനങ്ങൾ അയച്ചു കൊടുത്താൽ, ഈ ആപ്പ് ത്രൂ അല്ലെങ്കിൽ ഈ സംവിധാനം ത്രൂ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫർണിച്ചർ അയാളെ വീട്ടിലേക്ക് ഒരു ഇഞ്ച് പോലും അളവ് തെറ്റാതെ എത്തിക്കാൻ പറ്റും. ഇതിന്റെ ഷേപ്പ് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് കറക്റ്റ് അസസ് ചെയ്തിട്ട് കറക്റ്റ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ലേ? അത് നമ്മൾ നിലവിലുള്ള ഈ ChatGPT, ജെമിനി പോലുള്ള ടൂളുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല? കുറേ ടൂളുകൾ ഇങ്ങനെ അസ്ലം കുറേ ടൂളുകൾ കൊണ്ടുവരിക എന്നുള്ളതിലല്ല, നിലവിലുള്ള ടൂളുകൾ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അത് പരമാവധി എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നുള്ള ഈ പറയുന്ന ChatGPT പോലുള്ള ടൂളുകൾ തന്നെ നമുക്ക് പല വേർഷനുകൾ ഉപയോഗിക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് ഒരു സ്റ്റോറി ആയിട്ട് ഇവിടെ ഒന്ന് പറയാം. ഓക്കെ, വീഡിയോ എഡിറ്റിങ്ങിൽ നമുക്ക് വീഡിയോ ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ ഉള്ള ടെക്നിക്കുകൾ, ഇങ്ങനത്തെ ചെറിയ 30 സെക്കൻഡിലെ സമയം നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ മേഖലയിലുള്ള സാധനങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. ഇവിടെ കൊടുത്ത് ഡെലിവറി ചെയ്യുന്നത് ഒരിക്കലും വിചാരിക്കണം മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്കൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു മേഖലയിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് പഠനം നടത്തിയിട്ടുണ്ട്. ആ സംഭവം ഒന്നും കൂടി എനിക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആയി. ഇപ്പൊ ഞാനിപ്പോൾ ഈ പറഞ്ഞ സാധനം ഞാനിപ്പോൾ ഓർത്തെടുത്ത് പറഞ്ഞുകൊണ്ട് എനിക്ക് തന്നെ പറയുന്ന സമയത്ത് ശരിയാണല്ലോ, ഇത് എനിക്കൊന്നുകൂടി ഉപയോഗിക്കാറോ എന്നുള്ള തോന്നൽ വന്നു. അല്ലെങ്കിൽ ഞാൻ മറന്നുപോയിട്ടുണ്ടാവും, ഞാൻ ഇന്നലെ മാത്രം ഉപയോഗിച്ച സാധനമാണ്, പിന്നെ അടുത്ത ആഴ്ച ഉപയോഗിക്കാൻ ചിലപ്പം ആ സമയത്ത് ആ ചിന്ത എൻ്റെ മനസ്സിൽ വന്നോണമെന്നില്ല. അപ്പൊ ഇതാണ് അപ്ഡേറ്റ് ടോക്കിന്റെ ഒരു പ്രസക്തി. ഓക്കെ, അസ്ലം ഓക്കെ, ഇതിന്റെ ഒരു കണ്ടിന്യൂറ്റി ഒന്ന് പറയൂ. അപ്ഡേറ്റ് ടോക്കിൽ എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്? അപ്ഡേറ്റ് ടോക്കിൽ അസ്ലം ശ്രദ്ധിക്കേണ്ടതും ടോക്കിംഗ് 7 മണിക്ക് ശേഷമുള്ള 6:53 ടോക്കിങ്ങിൽ കറക്റ്റ് ഇവർക്കുള്ള അസൈൻമെന്റ് ആണ് കൊടുക്കേണ്ടത്. എങ്ങനെയാണ് ഇവരെന്ത് ചെയ്യേണ്ടത്, ഇവര് നെക്സ്റ്റ് ലെവല് അടുത്തൊരു വീക്കിന് വേണ്ടിയിട്ട് എങ്ങനെ അവര് പിന്നെ പ്ലാൻ ചെയ്യണം, എന്തൊക്കെ ടൂളുകൾ നോക്കണം, ഏതൊക്കെ രീതിയിൽ നിലവിലുള്ള ഇപ്പോൾ പിന്നെ ChatGPT ആണെങ്കിൽ ജെമിനി ആണെങ്കിൽ എങ്ങനെ അത് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഉപയോഗിക്കണം എന്നുള്ള സംഭവങ്ങൾ. നിലവിലുള്ള ടൂളുകൾ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് എങ്ങനെ ഉപയോഗിക്കണം, ഓരോരുത്തരും അവരവരുടെ വേർഷനിൽ എങ്ങനെ ഉപയോഗിക്കണം, ഇതാണ് ഒരു ഓക്കെ. ജഫറൊക്കെ പറഞ്ഞതിൽ ഒരു സത്യം പറഞ്ഞ പെയിൻ പോയിന്റ് ഉണ്ട്, കിട്ടിയോ? മനസ്സിലായോ? ഇത്രത്തോളം കണക്ട് ആയി എന്നറിയില്ല. ഈ സംഭവങ്ങളെ ഏകദേശം ഇപ്പൊ നമ്മൾ 1 വർഷത്തോളായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്. പ്രാക്ടിക്കലി എത്രത്തോളം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഇതില് നമ്മളിപ്പോ എന്താ അറിയോ, ഇവിടെ പിന്നെ ഞാനിപ്പോ ആ കാര്യങ്ങൾ ഇതില് നമ്മൾ എല്ലാരും പ്രാക്ടിക്കലാക്കി നമ്മൾ ചെയ്തിട്ടേ ഇവിടെ എത്തി ചെയ്യിക്കണം എന്നുള്ള ഒരു സംഭവം കൂടി നമുക്ക് പറയണ്ടേ. എന്താണെന്ന് വെച്ചാല് ഇവിടെ നമ്മൾ ഇതിന്റെ ഒരു എന്താ പറയാ ഒരു പ്രോട്ടോടൈപ്പ് മാത്രമാണ് നമ്മൾ ഈ പ്രോഗ്രാം. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവരൊക്കെ ഇപ്പൊ നേരത്തെ പിന്നെ മൻസൂർക്ക് പറയുന്നത് കേട്ടു, ഞാൻ ഇതിൽ ഓരോ വ്യക്തികളെയും കണക്ട് ചെയ്ത് എങ്ങനെയാണെന്നുള്ള കാര്യം ഇല്ലേ മൻസൂർക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ടോപ്പിക്. ഞാൻ ഇന്ന വ്യക്തിനെ കണക്ട് ചെയ്ത് ഓരോ വ്യക്തിനെ കണക്ട് ചെയ്ത രീതി പറയുന്നുണ്ട്. നമ്മൾ എത്ര പേര് കണക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളെ പേഴ്സണൽ ആവശ്യത്തിന് കൺസൾട്ടിങ്ങിന് വേണ്ടിയിട്ട്? ഇപ്പോൾ അസ്ലമിനെ കാണാൻ വേണ്ടി കുറെ കാലമല്ലോ. നിങ്ങളുടെ ബിസിനസിനെ കൺസൾട്ടിങ് ചിലപ്പോൾ ചെറിയ ഫീസൊക്കെ കൊടുക്കേണ്ടി വരും, എക്സ്ട്രാ ചെറിയ ഫീസൊക്കെ കൊടുക്കും. പക്ഷെ നിങ്ങൾ എത്ര പേര് അസ്ലമിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്? അത് ഇവിടുന്ന് കിട്ടുന്നുള്ള പ്രതീക്ഷിക്കണം. ഇവിടെ നിങ്ങൾക്ക് അതിന്റെ ഒരു ട്രാക്കിംഗ് മാത്രം, കാരണം നമുക്ക് 2.5 മണിക്കൂർ സമയമുള്ളത്. ഇവിടെ വെച്ച് നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യിപ്പിക്കുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെയുള്ള ഓരോ ആളുകളും നിങ്ങൾ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക. നിങ്ങളെ വിഷൻ സെറ്റ് ചെയ്യാനും നിങ്ങൾ ക്ലാരിറ്റി കൊണ്ടുവരാനും നിങ്ങൾ എത്ര പേരോട് ഡോക്ടർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരാൻ വേണ്ടി.
ഒരു മെന്റൽ ക്ലാരിറ്റി, മെന്റൽ ഓബ്സ്റ്റക്കിൾ ഉണ്ടെങ്കിൽ അത് ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ഡോക്ടർ ഇതിന് കണ്ടമാന ഫീസോ വലിയൊരു ഫീസോ ഒന്നും കൊടുക്കേണ്ടി വരില്ല. നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലാകുമ്പോൾ ചെറിയ അവരുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കേണ്ടി വരും. അത് കൊടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഓരോരുത്തരെയും ഉപയോഗപ്പെടുത്താം. ഇപ്പോൾ അസ്ലമിനെ നമ്മൾ പല കമ്മ്യൂണിറ്റികളിലും ഉപയോഗപ്പെടുത്തുന്നുണ്ട്, നമ്മൾ പല ആവശ്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ചെറിയ പേയ്മെന്റ് കൊടുത്തുകൊണ്ട് തന്നെ ഉപയോഗപ്പെടുത്തുന്നു. അത് നമ്മൾ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനുള്ള ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രോഗ്രാം നടത്തി, പെയ്ഡ് പ്രോഗ്രാം. എനിക്ക് തോന്നുന്നു 360 ഡിഗ്രി മെമ്പേഴ്സിന് അത് ഫ്രീ ആയിട്ടായിരുന്നു അറ്റൻഡ് ചെയ്യാൻ പറ്റും. ആരൊക്കെ അറ്റൻഡ് ചെയ്തില്ലേ? നിങ്ങളൊന്നും പേ ചെയ്തിട്ടില്ലല്ലോ, ഫ്രീ ആയിട്ട്. ഇങ്ങനത്തെ ഒരുപാട് അവസരങ്ങളുണ്ട്. ഇതൊക്കെ പക്ക നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അതിനെ കാണുക, പരമാവധി പ്രാക്ടിക്കലായിട്ട് സാധനം ഇവിടെ തന്നെ ചെയ്യുക നിങ്ങൾ. ഓക്കെ, ഇവിടെ ഈ സ്ട്രക്ചറിലേ പോകുള്ളൂ. കാരണം അങ്ങനെ ആകുമ്പോൾ ഇത് നിലനിൽക്കുള്ളൂ. നമ്മൾ ഓരോരുത്തർക്ക് അനുസരിച്ച് നമ്മൾ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഇത് നിലനിൽക്കില്ല. ഇവിടെ ഈ സ്ട്രക്ചർ, അതായത് നമ്മൾ ചെയ്തത് ശരിയാണോ, കറക്റ്റ് ആണോ, ട്രാക്കാണോ, നമ്മളെ എനർജി നഷ്ടപ്പെടുന്നില്ല, അത് എനർജി ഒന്ന് തിരിച്ചു പിടിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാത്രമാണ് ഇതിനെ കാണേണ്ടതുള്ളൂ. അതായത് ഇത് നിങ്ങളെ ഒരു എന്താ പറയുക, ഒരു പരിശീലന കേന്ദ്രമായിട്ട് കണ്ടാൽ മതി. അതായത് പ്രവർത്തനങ്ങൾ മുഴുവൻ നിങ്ങൾ ഇതിന് പുറത്താണ് ചെയ്യേണ്ടത്. ഓരോ ആളുകളും നിങ്ങൾ പേഴ്സണലി, ഓരോ ആളുകളും പവർഫുൾ ആളുകളാണ്. നിങ്ങൾ പേഴ്സണലി ഇരിക്കാത്തതുകൊണ്ട് മാത്രമാണ്. അവരുടെ മേഖലയിൽ വളരെ പവർഫുള്ളാണ്. ഞാൻ എൻ്റെ പിന്നെ ഇവിടെയുള്ള ഒരു ഓഫീസ്, അതെ, പുതിയ നമ്മുടെ 360 ഡിഗ്രിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ നമ്മളെ സഫീറിനോട് പറഞ്ഞു. സഫീർ അവിടെ വന്ന് കംപ്ലീറ്റ് അളവെടുത്ത് അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും എനിക്ക് ഒരു കൊട്ടേഷൻ തോന്നുന്നില്ല, ഇത്ര രൂപ നമുക്ക് ഈ രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. 3-4 ഓപ്ഷൻസ് സഫീർ വളരെ വൃത്തിയായിട്ട് പറഞ്ഞു തന്നു. എത്ര പേര് ഉപയോഗിക്കുന്ന സഫീറിനെ നിങ്ങളുടെ ഫർണിച്ചർ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്? ഞാൻ പറയുന്നു, ഞാൻ വേറെ പല ആളുകളോട് ചോദിച്ചത് സഫീറിനേക്കാളും കൂടുതൽ എമൗണ്ട് എല്ലാവരും പറഞ്ഞത്. സഫീറാണ് അതിൽ ഏറ്റവും കുറഞ്ഞ എമൗണ്ട് പറഞ്ഞത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ സഫീർ അതിനകത്ത് പിന്നെ ലാഭം കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. സഫീർ അതിൻ്റെ ഒരു റിയൽ എമൗണ്ട് ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിറ്റിയിൽ വന്ന ആ ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സഫീർ പറഞ്ഞിട്ടുണ്ടാവുക. എത്ര പേര് നിങ്ങളെ പേഴ്സണൽ ഫർണിച്ചർ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സഫീറിനെ പോലെ ഒരാളെ കൺസൾട്ട് ചെയ്തത്. സഫീർ ഇവിടെ അങ്ങനെ ഉണ്ടായിരിക്കുന്നു നോക്കണ്ട. സഫീറിന്റെ ഫീൽഡിൽ സഫീർ പുലിയാണ്. അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ സഫീറായിട്ട് പേഴ്സണലി ഇരിക്കണം. അപ്പൊ അത് നിങ്ങൾ വിഷയമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ ആലോചിച്ചോളൂ. അവിടെ ഞാൻ പറഞ്ഞ സഫീർ എന്നുള്ളത് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇപ്പം അസ്ലമിനെ പോലെ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ആവശ്യം വരുന്ന ആളല്ല. പക്ഷെ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഓരോ ആഴ്ചയും അപ്ഡേറ്റ് ആവുന്ന രൂപത്തിലേക്ക് നമ്മളെ മൈൻഡ് സെറ്റ് മാറിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം 360 ഡിഗ്രി കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുള്ളൂ. അപ്പൊ നമ്മൾ ഓരോ ചാപ്റ്ററുകൾ വന്നല്ലോ, എത്ര പേര് ആ ചാപ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം ആ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പ്രിവിലേജ് എൻട്രി ചെയ്തിട്ടുള്ളത്. ഡോക്ടർ ഏകദേശം 70-80ഓളം ഡോക്ടേഴ്സിനോട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ 360 ഡിഗ്രി മെമ്പേഴ്സിനെ ആദ്യ ഘട്ടങ്ങളിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിരുന്നു. നിങ്ങൾ എത്ര പേര് അത് അറിഞ്ഞിട്ടുണ്ട്? 70-80ഓളം ഡോക്ടേഴ്സിന്റെ കൂടെ നിങ്ങൾക്കും ഒരു പ്രിവിലേജ് സീറ്റിംഗ് അവരാണ്. ഒറ്റ ആൾക്ക് പുറത്തുനിന്ന് എൻട്രി നമ്മൾ കൊടുക്കുന്നില്ല. പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ഡോക്ടേഴ്സിന്റെ പ്രോഗ്രാമിൽ കറക്റ്റേ. പക്ഷെ 360 ഡിഗ്രിയിൽ വളരെ കുറഞ്ഞ ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട്. സുല്ലേട്ടൻ പങ്കെടുത്തിട്ടുണ്ട്, പല ആളുകളും പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ ചില ആൾക്കാരൊന്നും ഉപയോഗിച്ചിട്ടില്ല. കുട്ടികളുടെ പ്രോഗ്രാം എത്ര പേര് നിങ്ങൾ കുട്ടികളെ അതിലേക്ക് പ്രിവിലേജ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്? നിങ്ങൾക്ക് മറ്റുള്ള ആളുകൾക്ക് ചെയ്യുന്ന അതേപോലെ അതേ റിസ്ക് ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. മൻസൂർക്ക് ഫസ്റ്റ് പ്രോഗ്രാമിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ഏകദേശം 3 കുട്ടികളെ ആ പ്രോഗ്രാമിലേക്ക് പങ്കെടുപ്പിച്ചു എന്നുള്ളതാണ്. 3 കുട്ടികളും മൻസൂർക്കാണ് ചോദിച്ചു നോക്കുക എന്താണ് റിസൾട്ട് എന്നുള്ളത് അവരുടെ. അപ്പൊ ഓരോ അവസരങ്ങളും പിന്നെ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ആവാൻ വേണ്ടിയിട്ട്. അത് ഓരോന്നും എന്ത് ചെയ്യുക, നിങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ സെഷനിൽ പറയുന്നത്. തോന്നുന്നു എവിടെയാണ് കാര്യമായിട്ട് പ്രശ്നം വരുന്നത്? ഇപ്പൊ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഞാൻ സിംപ്ലേറ്റിനെ കൊണ്ടുപോയി. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു വർഷത്തെ ഒരു തീരുമാനമാണെന്ന് പറഞ്ഞാൽ ഇന്ന് 10 പുതിയ അപ്ഡേറ്റ് ഉണ്ട്. ഐ മീൻ 10ഓളം മേജർ അപ്ഡേറ്റ്സ് ഉണ്ട്. ഐ മീൻ ഇൻഡസ്ട്രീൻ്റെ തന്നെ മൊത്തം പൊട്ടൻഷ്യൽ ചേഞ്ച് ആക്കാനോളം ഹെൽപ്പുള്ള 10 അപ്ഡേറ്റ് ഉണ്ട്. കിട്ടിയ കാര്യമുണ്ടാവും, എത്രത്തോളം കാര്യം ഉണ്ടാവും ഇല്ലല്ലോ. നമ്മൾ തുടങ്ങേണ്ട അതിൻ്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കി വന്നാലേ. ഞാനൊരു 3 വർഷം മുന്നേ തുടങ്ങിയോണ്ട് സ്റ്റാർട്ടിങ് ആയിട്ട് ഇപ്പോൾ വാട്സപ്പ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇത് യൂസ് ചെയ്യാൻ അത്രയും ഉണ്ടായി. ഇതെന്തുകൊണ്ടാണ്? ആ പ്രാക്ടീസാണ്, കണ്ടിന്യൂസ് പ്രാക്ടീസ്. അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പ് യൂസ് ചെയ്യുന്ന പോലെ ഡെയിലി ലൈഫിൽ ഓരോ കാര്യങ്ങൾക്ക് എന്തെങ്കിലും സംശയം വന്നാൽ അപ്പം നേരെ ChatGPT, ഇപ്പം ഗൂഗിളിനോ ChatGPT. പിന്നെ അത് മെല്ലെ 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 ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടായി, ഓരോ പരിപാടികൾക്കായി. ഇത് ബിസിനസ്സുകാർക്ക് ഉപകാരപ്പെടുന്ന AI ടൂൾസ്, ട്രെൻഡ്, അപ്ഡേറ്റ്സ് എന്നിവയെ കുറിച്ചിട്ടുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു സംവാദമാണ് AI ടോക്ക്. AI നമ്മുടെ ബിസിനസ്സിൽ എങ്ങനെ ഉപയോഗപ്രദമാക്കാമെന്നതും എങ്ങനെ കൊണ്ടുവരണം, എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഗ്മെന്റ്. വളരെ പ്രാക്ടിക്കലും ഫ്യൂച്ചറിസ്റ്റിക്കുമായിട്ടാണ് ഈ ഒരു സെഗ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
രണ്ട് മിനിറ്റ് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ലമായിരിക്കും ഇവിടെ സംസാരിക്കുക. പക്ഷേ അസ്ലമിന്റെ ടോക്ക് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് വീക്കിൽ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. കാരണം നെക്സ്റ്റ് വീക്കിൽ ഒരു 30 സെക്കൻഡ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് നിങ്ങൾ പ്രാക്ടിക്കലി വിടുന്നത് സ്റ്റാർട്ട് ചെയ്യുക. എല്ലാവരും മൊബൈൽ ഫോൺ എടുക്കുക. അസ്ലം പറയുന്ന സമയത്ത് അസ്ലമോടെ കാണിക്കുന്നത് നോക്കി നിന്ന് കാണുന്നതിന് പകരം അത് എവിടെയാണ് കിടക്കുന്നത് വെച്ചാൽ അസ്ലം പറയുന്ന ആ ട്രാക്കിലോട് ഒന്ന് പോയി നോക്കുക. എങ്ങനെയാണ് നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റ്സുകൾ കണ്ടെത്താൻ സാധിക്കും അത് മാത്രം പറഞ്ഞാൽ മതി. അസ്ലം ഇവരെങ്ങനെയാണ് പുതിയ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ മേഖലയിൽ കണ്ടെത്താൻ എന്താണ് ചെയ്യേണ്ടത്? യൂട്യൂബ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കണ്ടെത്താം, ജെമിനി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കണ്ടെത്താം, ചാറ്റ്ജിപിടി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കണ്ടെത്താം, ഗൂഗിൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കണ്ടെത്താം, ആപ്പുകൾ എങ്ങനെ സെർച്ച് ചെയ്യണം, ഈ രീതിയിൽ നിങ്ങൾ പോവുക. അടുത്ത ആഴ്ച വരുമ്പോൾ ഒരു 3 പോയിന്റ് എൻ്റെ വക ഞാൻ എന്ത് ചെയ്യും 3 പോയിന്റുകൾ എൻ്റെ ബിസിനസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യും. അതുപോലെ തന്നെ 3 പോയിന്റുകൾ ഞാൻ എന്ത് ചെയ്യും എൻ്റെ ബിസിനസ്സിൽ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യും. ഈ തീരുമാനത്തിൽ വരിക അതേ 3 പോയിന്റുകളോടൊന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ ഇവിടേക്ക് വേണ്ടി ഒരു കോൺട്രിബ്യൂഷൻ നടത്തേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് ഞാൻ അസൽമിനെയും ബാസിലിനെയും ഏയുടെ കുറേ ഗ്രത്തന്മാരുണ്ട്. നമ്മൾ ഡോക്ടർ ഷാഹിദ് സാർ ഇവരൊക്കെ വിളിച്ചാൽ എത്ര നേരം വേണമെങ്കിലും ഷാഹിദ് സാർ എന്ന് വന്ന് നിങ്ങൾക്ക് 2.5 മണിക്കൂർ വിളി സംസാരിച്ച് അവസരം നമ്മൾ കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഷിഹാബ് സാർ ഉണ്ട് കൊച്ചിയിൽ. എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും നമുക്ക് ക്ലാസ് എടുത്ത് തരും. ഇഷ്ടംപോലെ ഏയുടെ ഗ്രത്തന്മാർ എനിക്ക് പരിചയമുണ്ട്. പിന്നെ നമ്മളെ ഉമർ അബ്ദുൽസലാം ഉണ്ട്. വിളിച്ചങ്ങോട്ട് വരും. എന്താണ് ഒരു കാര്യം? അപ്പൊ ഇവിടെ ഞാൻ അസലിനോട് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇവർക്ക് അതിന് ട്രാക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. എങ്ങനെയാണ് അടുത്ത വീക്കിൽ AI അപ്ഡേറ്റ്സിൽ അവർ അപ്ഡേറ്റ് ചെയ്ത കാര്യങ്ങൾ വന്ന് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് പറയാം. അത് എന്തും പറയാം, ഏത് രീതിയിൽ. നിങ്ങൾ പുതിയൊരു മെഷീൻ വന്നു നിങ്ങളെ ഫീൽഡിൽ, ഒരു പുതിയ അപ്ഡേറ്റ് ആണ് എൻ്റെ ഫീൽഡിൽ നിന്ന്, അത് പറയാം. അല്ലാതെ നിങ്ങൾ ജനറലി കുറേ മേഖലകളെ പറ്റിയിട്ട് ജനറൽ നോളജ് ഇവിടെ ഒന്നും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ജനറൽ നോളജ് നമ്മൾ പഠിക്കേണ്ട കാലം കഴിഞ്ഞു. ഇനിയുള്ളത് കസ്റ്റമൈസ്ഡ് നോളജാണ്. നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം മതി. നമ്മളെ വിഷനിലേക്ക് എത്താൻ, അത് നമ്മൾ വിഷനായിട്ട് കണക്റ്റഡ് ആണോ എന്ന് മാത്രം ഒന്ന് നോക്കും. ഓക്കെ, ഫേസ് ചെയ്യുന്ന മെയിൻ പ്രോബ്ലം ഒന്ന് പറഞ്ഞു തന്നോ? എന്തുകൊണ്ട് ഉപയോഗിച്ച് തുടങ്ങാനുള്ള ലിമിറ്റേഷൻസ് എന്താ? എന്റെ ഐഡിയയിലുണ്ട്, ഓൾറെഡി എന്റെ ഐഡിയയിലുണ്ട്. ഞാനത് അതന്നെ എന്താണ് ഉപയോഗിച്ച് അവിടെ നിങ്ങൾ ഐഡിയ ഉണ്ട്. ജാഫർ എടുക്കാനുള്ള ഐഡിയ നോക്കൂ, ആളെ കാണാം. കുഴപ്പമില്ലല്ലോ. ജാഫർ എടുക്കാനുള്ള ഐഡിയയിൽ നിങ്ങൾക്ക് നമ്മളെ സ്റ്റുഡിയോ ഇവിടുത്തെ ക്യാമറ അവിടെ വരുന്ന ആളുകൾ, അവിടെ ഇരിക്കുന്ന ആളുകൾ, ഓഡിയൻസിനെ കാണാനുള്ളതാണ്. അസ്ലം എന്റെ ഐഡിയയിലാണുള്ളത്, ജാഫർ എടുക്കാനുള്ള ഐഡിയ. ഓക്കെ, അതായത് ഏനെ കൊണ്ട് ഇന്നിപ്പോ എന്തൊക്കെ ചെയ്യാൻ പറ്റും? എന്തൊക്കെ ചെയ്യാൻ പറ്റും? എന്തൊക്കെ ചെയ്യാൻ പറ്റും? 3 വർഷം മുന്നേ സിറ്റുവേഷൻ നമ്മൾ തുടങ്ങുമ്പോഴത്തേക്ക് സിറ്റുവേഷൻ അന്നൊരു സെഷൻ, അന്നൊരു കാര്യങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ അത് ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. അതിനെ കൊണ്ട് കംപ്ലീഷൻ ചെയ്യാൻ കഴിയില്ല. ഇത് ഇന്നലെ ലീഡ്സ് കോളേജിലൊരു ബിസിനസ് പ്രോഗ്രാം കണ്ടുകൊണ്ട് പെട്ടെന്നൊരു ബ്രോഷറല്ല, പെട്ടെന്ന് പ്രോഗ്രാം എന്താണെന്നുള്ളത് പറയുന്നത് കറക്റ്റ് ഒരു സാധനമാണ്. ഒരു ബിസിനസ്സുകാർക്ക് കൊടുക്കേണ്ട സംഭവമാണ്. ഒരു 10-20 മിനിറ്റ് കൊണ്ട് വേഗം അയച്ചു കൊടുക്കുമാണ്. കാരണം അയാൾ അപ്ലൈ ലൈനിലുള്ളൂ. അപ്പോൾ വിളിച്ചിട്ട് അപ്പം തന്നെ അപ്രൂവൽ വാങ്ങാൻ വേണ്ടിയില്ല. ഒരു 20 മിനിറ്റ് ആകെ മാക്സിമം ടൈം. ആ ടൈമിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ബ്രൗസർ പ്രിപ്പയർ ചെയ്ത്, ഇതിൻ്റെ കണ്ടന്റ് പ്രിപ്പയർ ചെയ്ത് ഈ ഒരു സാധനം നമ്മളിതിൽ ഒരു സംഭവമാണ് കംപ്ലീറ്റ്ലി AI ജനറേറ്റഡ്. പക്ഷെ മിഞ്ഞാന്ന് അല്ല, ഇന്നലെ ആയിട്ട് മിഞ്ഞാന്നായിട്ടാണ് അത് ചെയ്യുന്ന വരെ ഇങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ യൂസ് കേസ് ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളും കൂടി ഇത് നിലവിലുള്ള ടൂൾസ് അല്ലെങ്കിൽ നമ്മൾ ഇമേജ് ജനറേഷൻ, നമ്മൾ പറഞ്ഞ ടെക്സ്റ്റ് ജനറേഷൻ, ഇമേജ് ജനറേഷൻ ഒക്കെ വെച്ചിട്ട് ചെയ്തത്. ഇന്നൊരു AI റൂമിൽ നിന്ന് സിനിമ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ താഴത്തേക്ക് നോക്കിയാൽ മതി. ബാക്കിയൊക്കെ അതിൻ്റെ താഴത്തേക്കുള്ള എല്ലാ കാര്യവും ചെയ്യാം. അപ്പോൾ എല്ലാ ഫീൽഡിലും യൂസ് ചെയ്യും. ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ ഫോട്ടോസ് നമ്മൾ ആങ്കേഴ്സ് ആയിട്ട്, മോഡൽസ് ആയിട്ട് ഫുള്ള് കംപ്ലീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡ്രസ്സിൻ്റെ മോഡൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ മാർക്കറ്റിംഗ്, സെയിൽസ്, HR, ഓപ്പറേഷൻസ്, എവിടെ ഏത് ബഡ്ജറ്റിങ്ങും ഫോർകാസ്റ്റിങ്ങും ഇതൊക്കെ ആവശ്യമില്ലാത്ത ഏതെങ്കിലും ബിസിനസ്സുകാരുണ്ടോ? ഡാറ്റ വിഷ്വലൈസ് ചെയ്യാൻ ആവശ്യമില്ലാത്ത ആൾക്കാരുണ്ടോ? ഇല്ലല്ലോ. ഇതൊക്കെ ടെക്സ്റ്റ് പ്രോംപ്റ്റിൽ ചെയ്തെടുക്കുക. എവിടെയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നത്? അതായത് എന്താണ് യൂസ് ചെയ്ത് തുടങ്ങാനുള്ള പ്രയാസം, അല്ലെങ്കിൽ എവിടെയാണ് ഇത് ഫേസ് ചെയ്യുന്നത്? ബിസിനസ്സിൽ യൂസ് ചെയ്യേണ്ട ഫോട്ടോ കൂടി റിയൽ ലൈഫിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചെടുക്കാൻ എവിടെയാണ് പ്രശ്നം വരുന്നത്? എന്താണ് ലിമിറ്റേഷൻ വരുന്നത്?
അതിനകത്തല്ല ഇതിനെ പറ്റി നമ്മളെ സംബന്ധിച്ച് കഴിയൂല. അതെ വിവരമില്ലാത്ത ഞാൻ എന്നോട് ചോദിക്കണം എനിക്ക് ഫിറ്റ്നസിൽ ഇപ്പൊ എവിടെ പ്രശ്നം വരുന്ന ചോദിച്ചാല് അല്ലല്ല അത് അങ്ങനെയല്ല നിങ്ങൾ പറയുന്നത് ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ശ്രമിക്കുന്നില്ല. വാസ്തവം. ഒരു ദിവസം പോലും അതിന് വേണ്ടി മാറ്റി വെക്കാനോ ഒരു ദിവസം പോലും അതിന് വേണ്ടി എന്ത് ചെയ്യുന്നില്ല അതില്ല. അതാണ് പ്രശ്നം. നിങ്ങൾ ഇത്രയും ഒരു വർഷമായിട്ട് നമ്മൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും തീർച്ചയായും നമ്മൾ അതിനുവേണ്ടി ഫിറ്റ്നസ് പോലെയല്ല. ഫിറ്റ്നസ് പറഞ്ഞാൽ നിങ്ങളുടെ മേഖലയാണ്, അത് നമ്മൾ ചെയ്യേണ്ട സംഭവമാണ്. ആ ഞാൻ ഇനി ഒരു സിമ്പിൾ ഇതിൽ പറഞ്ഞു. അപ്പോൾ വാട്സപ്പിൽ ചാറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയില്ല, അതിലൊരു ബുദ്ധിമുട്ട് ഒരു സംഭവം ഒന്നുമില്ല. നേരെ ജെമിനി ഓപ്പൺ എല്ലാവരും ഗൂഗിളിലുള്ള കേട്ടോ എല്ലാവരും ഞാൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. നമ്മൾ ആ ഹീറോ ഇൻട്രൊഡക്ഷൻ ഉണ്ടല്ലോ, ആ ഹീറോ ഇൻട്രൊഡക്ഷൻ പറയുന്ന കാര്യം മലയാളത്തിലോ മംഗ്ലീഷിലോ എങ്ങനെയെങ്കിലും ജെമിനിയിൽ ടൈപ്പ് ചെയ്യുക. അതായത് എൻ്റെ പേര് ഇത്, ഞാനൊരു എന്താണ് ഡെയിലി വെയർ എക്സ്പേർട്ട് ആണ്. മംഗ്ലീഷിൽ ടൈപ്പ് ജസ്റ്റ് നിങ്ങളുടെ വിഷയം കാര്യങ്ങൾ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ ടൈപ്പ് ചെയ്യാൻ പറയണത് ടൈപ്പ് ചെയ്യണം, നിർബന്ധമായിട്ട് ടൈപ്പ് ചെയ്തോളൂ. കാരണം മാക്സിമം കോണ്ടെക്സ്റ്റുകൾ എത്രത്തോളം കൊടുക്കുക. എല്ലാരും പ്രശ്നം ഒന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഉണ്ടാക്കി തരാൻ പറയും. അതായത് മംഗ്ലീഷിന് ടൈപ്പ് ചെയ്യാറില്ല എന്നാലും പറയുന്നത് കേട്ടോ. ജസ്റ്റ് നിങ്ങളെ വിഷയം അതായത് നമ്മൾ പറയുന്ന ഹീറോ ടോക്കിൽ പറയുന്ന സംഭവങ്ങൾ 30 സെക്കൻഡിൽ പറയുന്ന കാര്യങ്ങൾ. എന്റെ പേരെന്താണ്, ഞാൻ എന്ത് ചെയ്യണം, എന്റെ വിഷൻ എന്താണ്, സംഭവം. ഞാന് ജസ്റ്റ് ടൈപ്പ് ചെയ്തേ. അതിൽ എന്റെ വിഷൻ ഉണ്ട്, 2035 വിഷൻ ഉണ്ട്, കാര്യങ്ങളുണ്ട്. നോ കൊടുത്ത പിന്നെ ഇത്ര ജോലിക്ക് എന്റെ ബ്രാൻഡ് എന്താണ്, എന്റെ ലക്ഷ്യം, എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാം പറയുന്നുണ്ട്. ഇനി അതിനോട് പറയേണ്ടത് ഞാൻ ഈ ഗോളിലേക്ക് എത്താൻ എനിക്ക് AI ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും, AI അല്ലെങ്കിൽ ജെമിനിക്ക് എന്നെ ഈ ഗോളിലേക്ക് എത്താൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരാൻ പറ്റും. അല്ലെങ്കിൽ AI എന്റെ മേഖലയിൽ എനിക്ക് എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഈ ഒരു വിഷനിലേക്ക് എത്താൻ AI എന്റെ മേഖലയിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. കിട്ടിയോ? ഞാൻ ടൈപ്പിന് വരെ ഞാൻ ആരും ചോദിച്ചപ്പോൾ ആൻസർ കിട്ടി, അത് ചെയ്താൽ മതി. എന്റെ ഫിറ്റ്നസ് മേഖലയിൽ മലയാളത്തിൽ സാധനം തോന്നുന്നു അല്ലേ? ഒന്ന് വായിച്ചു കേൾക്കാം. നിങ്ങളുടെ ഈ ലക്ഷ്യം 1000 ആളുകളിലേക്ക് പ്രീമിയം മോഡൽ എത്തിക്കുക എന്നതാണ് വലിയൊരു ടാർഗറ്റാണ്. ഒരു AI എന്ന നിലയിൽ ഇത് യഥാർത്ഥമാക്കാൻ എനിക്ക് താഴെ പറയുന്ന രീതിയിൽ നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. ഒന്ന് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, പിന്നെ കണ്ടന്റ് ഐഡിയ, ഇൻസ്റ്റാഗ്രാം റീല്, ഫേസ്ബുക്കിന് വേണ്ടിയുള്ള വ്യത്യസ്തമായ ആശയങ്ങൾ നൽകാൻ എനിക്ക് സാധിക്കും. ഉദാഹരണത്തിന് എങ്ങനെ ഒരു സെക്കൻഡ് ഹാൻഡ് ഐഫോൺ പരിശോധിക്കാം, അല്ലെങ്കിൽ ബജറ്റ് ഫ്രണ്ട്ലി പ്രീമിയം ഫോണുകൾ, അത് കണ്ടന്റ് ഐഡിയാസ് ആണ്. ക്യാപ്ഷൻ, പിന്നെ നിങ്ങളുടെ പോസ്റ്റർ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ആവശ്യമായ ക്യാപ്ഷനുകൾ മലയാളത്തിലും ഇംഗ്ലീഷും തയ്യാറാക്കിത്തരാം. പിന്നെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പരസ്യം നൽകുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട സ്ക്രിപ്റ്റുകൾ എഴുതി നൽകാം. എല്ലാ തരവും ചെയ്യുന്നുണ്ട്. ബ്രാൻഡിന് വ്യത്യസ്തത, 1000 ആളുകൾക്ക് നിങ്ങളെ വിശ്വസിക്കണമെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് വലിയ വാല്യൂ ഉയർത്തണം. ഇതിനായി കസ്റ്റമർ റിവ്യൂ എങ്ങനെ കൈകാര്യം ചെയ്യാം, സർവീസ് വാറണ്ടി എങ്ങനെ അവതരിപ്പിക്കാം എന്നതിനെ കുറിച്ച് പ്ലാനുകൾ നൽകാം. നിങ്ങളുടെ ബിസിനസ് സ്റ്റോറി കൂടുതൽ കൃത്യമായി അവതരിപ്പിക്കാൻ സഹായിക്കും. എൻ്റെ ഏറ്റവും അവസാനം ഉണ്ടല്ലോ ചാറ്റിൻ്റെ ഏറ്റവും അവസാനം നിങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ച് ഒരു ചെറിയ അബൌട്ട് സെക്ഷൻ എഴുതണോ എന്നാലോചിക്കണേ. എഴുതി തരും എന്ന് പറയും. ഒരു ചോദ്യം മാത്രമേ യെസ് കൊടുത്താൽ മതി. ഒരു ചോദ്യം മാത്രമേ യെസ് കൊടുത്താൽ മതി. കൂടുതലുണ്ട്.
അപ്പോൾ അതിൽ പറ്റിയത് ഇനി നിങ്ങൾക്ക് എന്താ കണ്ടന്റ് പ്രിപ്പയർ ചെയ്താൽ മാർക്കറ്റിൽ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ കൂടുതൽ അറിയണോ എന്നൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദ്യം ഉണ്ടാവും ലാസ്റ്റ്. അപ്പോൾ അതിന് യെസ് എന്ന് കൊടുക്കുക, കൂടുതൽ അറിയണം എന്ന് പറയുക. ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുക. ആവശ്യത്തോടെ തുടങ്ങാം. ആളുകൾ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന ആദ്യം വേണ്ടത് ആളുകൾക്കിടയിൽ വിശ്വാസം, നിങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ചുള്ള അറിവും ഉണ്ടാക്കുക എന്നതാണ്. നമുക്ക് ആദ്യം ഒരു മാർക്കറ്റിംഗ് ആക്ഷൻ പ്ലാൻ സെറ്റ് ചെയ്യാം. ഇതിനായി താഴെ പറയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കായി ചെയ്തു തരാം. മാർക്കറ്റിംഗിന്റെ ആക്ഷൻ പ്ലാൻ ഇത് തരാറുണ്ട്. ഇനി അതിനോടൊന്ന് ചോദിക്കാം, എനിക്ക് ഒരു മാസത്തേക്കുള്ള എൻ്റെ മാർക്കറ്റിങ്ങിനൊരു ആക്ഷൻ പ്ലാൻ സെറ്റ് ചെയ്ത് തരുമെന്ന് ചോദിക്കുക. എല്ലാവരും മേഖലയിൽ ചെയ്യട്ടോ. അത് ഓൾറെഡി ഞാൻ ചോദിച്ചിട്ടോ, എന്നോട് ആമസോണിൽ സെറ്റ് ചെയ്യാനും ട്രെയിനിങ്ങിന് വേണ്ടിട്ട് ഒരു മാസ്റ്റർ പ്ലാൻ തരട്ടെ. ഡീറ്റെയിൽഡ് അതിന്റെ ഒരു റോഡ് മാപ്പ്, അതിന്റെ ടൈം ലൈൻ വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ സെറ്റ് ചെയ്തത്. ഇനി ഒന്നും വേണ്ട, എന്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും എനിക്ക് എന്റെ ബിസിനസ് കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് എനിക്കൊരു മാസത്തെ പ്ലാൻ സെറ്റ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്തു തരും. അടുത്തൊരു വർഷം എന്റെ കമ്പനി എങ്ങനെ, ഈ കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ട് മൊത്തം കൊടുത്തിട്ട് അടുത്ത വർഷം എന്റെ കമ്പനി എങ്ങനെ, ഇതിലെ കാര്യങ്ങളൊക്കെ ഞാൻ അനലൈസ് ചെയ്തിട്ട് അടുത്ത വർഷം എന്റെ കമ്പനി എങ്ങനെ ലാഭത്തിലാക്കാൻ പറ്റും ഇതിനോട് ചോദിച്ചാൽ കറക്റ്റ് പറഞ്ഞുതരും. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിലവിലുള്ള സാഹചര്യം കൃത്യമായിട്ട് ജെമിനിക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോഴാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ സാധനം അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഇത് ഞാൻ എല്ലാ ആഴ്ചയും ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഇത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് എല്ലാ ആഴ്ചയും കിട്ടുന്നുണ്ട്. 360 ഡിഗ്രി കമ്മ്യൂണിറ്റി നല്ല ശ്രദ്ധിക്കുക കേട്ടോ. 360 ഡിഗ്രി കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ഞാൻ എല്ലാ ആഴ്ചയും ഇതിന് വീക്ക്ലി ഞാൻ എൻ്റെ കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2.5 മണിക്കൂർ ചെലവഴിക്കാറുണ്ട്. അതിൽ ഈ രീതിയിലാണ് എൻ്റെ സെഷനുകൾ വരുന്നത്. ഈ ഒരു സെഷനുകളെ എങ്ങനെ എനിക്ക് നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും. അപ്പോൾ ഓരോ സെഷനുകളിലും ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഒരു തവണ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊരു ധാരണ ജെമിനിക്ക് കൊടുത്താൽ നിങ്ങൾക്ക് ഓരോ ആഴ്ചയും ചെയ്യേണ്ട കാര്യങ്ങൾ ജെമിനി നിങ്ങളോട് പറഞ്ഞു. ഞാൻ എന്ത് ഈ ആഴ്ച അപ്ഡേറ്റ് ടോക്കിൽ പോയി സംസാരിക്കണം. പക്ഷെ അവിടെ സംസാരിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ മേഖലയിൽ വന്ന ഒരു അപ്ഡേറ്റിനെ പറ്റിയിട്ടോ, എൻ്റെ മേഖലയിൽ വന്ന ടെക്നോളജിനെ പറ്റിയിട്ടോ, എൻ്റെ മേഖലയിൽ വന്ന ഒരു ടെക്നോളജിയുടെ ഒരു സംശയം, ഇതൊക്കെ ചോദിക്കാൻ പറ്റുള്ളൂ. അതാണ് അവിടുത്തെ നിയമം. അപ്പം ഞാൻ എന്ത് സംസാരിക്കണം? ജെമിനി പറഞ്ഞ് എന്താണ് പറയേണ്ടത് എന്നുള്ളത്. ഇതിനകത്ത് ക്ലാരിറ്റി ഉണ്ട്. ക്ലാരിറ്റി എന്ന് പറയുന്ന ഒന്നാമത്തെ സംഭവമുണ്ട്. ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പറയുന്ന മെഡിറ്റേഷൻ നമുക്ക് എത്രത്തോളം ക്ലാരിറ്റി വന്നു എന്നുള്ളതാണ്. എനിക്ക് എൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് ആകെ 10% ക്ലാരിറ്റി വന്നിട്ടുള്ളൂ. ഞാൻ അതാണ് കഴിഞ്ഞ പ്രാവശ്യം എഴുതിയത്. അതെനിക്ക് 90% 100% ആവാൻ എന്താണ് വേണ്ടത്? അപ്പം എൻ്റെ വിഷൻ ഇതാണ്. ഇപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ വിഷൻ കൊടുത്തത് അത് തന്നെ അവിടെ കൊടുക്കുക. ഈ വിഷൻ തന്നെ നിങ്ങൾ എഴുതുന്നില്ല. ആ വിഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് വേണമെങ്കിൽ എപ്പോൾ തോന്നുമ്പോഴും നിങ്ങൾക്ക് നേരം ചെയ്താണ് ഫയർസിനോട് പറഞ്ഞാൽ അത് മാറും. ചെറിയ മാറ്റം, ഇത് പോരാ, എനിക്ക് 10,000 കഴിയില്ല, അല്ലെങ്കിൽ ഇന്ന ഈ രീതിയിലാണ് മാറ്റം. ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള അപ്ഗ്രേഡ് ആയിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ വരുത്താവുന്നതാണ് വിഷനിൽ. പക്ഷെ നിങ്ങൾ ആ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം, ഒരു വിഷൻ വെച്ചിട്ടേ തുടങ്ങാൻ പാടുള്ളൂ. പിന്നെ വേണമെങ്കിൽ വേണ്ട രീതിയിലുള്ള പ്രോഗ്രസീവായ മാറ്റങ്ങൾക്ക് കൊണ്ടുവരാന്നുള്ളത്. ഈ കാര്യങ്ങൾ മുഴുവനും ജെമിനിനോട് പറയും. ഇപ്പം അസ്ലമി പറഞ്ഞത് ഈ ട്രാക്കിൽ തന്നെ ഇതും കൂടി ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരാഴ്ചത്തെ രീതി ഇങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെ നിലവിലുള്ള നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഒക്കെ പറയുകയാണെങ്കിൽ അത് ഇതൊക്കെയാണ് ഡെയിലി ആക്ടിവിറ്റീസ്. ഈ ഡെയിലി ആക്ടിവിറ്റീസും കൂടി ഉപയോഗപ്പെടുത്തിയിട്ട് ഈ ഒരു ട്രാക്കിങ്ങിൽ എനിക്ക് മാക്സിമം സ്കോർ ചെയ്യണം. ഇതാണ് എൻ്റെ ലക്ഷ്യം. കാരണം ഇതിൽ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇത് സ്കോർ ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണം? ഇതിൽ ഓരോ ആഴ്ച എനിക്ക് അപ്ഡേറ്റ് എന്ന് പറയാം. അപ്പം നമ്മൾ 2 സെഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ 2 സെഷനിൽ നമ്മൾ പിന്നെ ഒന്ന് ക്ലാരിറ്റി വരുത്തുക, 2 അപ്ഡേറ്റ് വരുത്തുക എന്നുള്ളതാണ്. ആ അപ്ഡേറ്റ് വരുത്തുന്നത് നമ്മുടെ മേഖലയിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ അതിനാണ് നിങ്ങൾ ഈ പറഞ്ഞ രൂപത്തിൽ, അസ്ലം പറഞ്ഞ രൂപത്തിൽ ഈ ഒരു AI പിന്നെ ചാറ്റിനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. ആ വിവരം പക്ക നിങ്ങളിപ്പോൾ സാധാരണ വരുമ്പോൾ ഭയങ്കര നല്ല ഇംഗ്ലീഷൊന്നും കൊടുക്കുന്നില്ല. ഇംഗ്ലീഷും മലയാളം മിക്സ് ചെയ്തിട്ടോ നിങ്ങൾക്ക് അറിയുന്ന പോലെ ഇതിനെപ്പറ്റി ഒന്നും അറിയാത്തൊരു വ്യക്തിയോട് എങ്ങനെയൊക്കെ നിങ്ങൾ പറയും, അങ്ങനെ പറഞ്ഞു കൊടുത്താൽ മതി. എന്നിട്ട് ആ ചാറ്റിനുള്ളിൽ പിന്നീട് എനിക്ക് എപ്പോൾ ചോദിച്ചാലും ഇന്ന് രാവിലെ എനിക്ക് AI അപ്ഡേറ്റ്സിൽ 3 പോയിന്റുകൾ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയേണ്ട കറക്റ്റ് പോയിന്റ് പറഞ്ഞു. പക്ഷെ ആദ്യം എന്ത് ചെയ്യണം, ആദ്യം ഈ ചാറ്റിൽ നിങ്ങൾ പറഞ്ഞ് ഈ കാര്യങ്ങൾ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യണം, ആദ്യം ബോധ്യപ്പെടുത്തണം. പിന്നെ നിങ്ങൾക്ക് ഏത് സമയത്ത് ഏത് ടോക്ക് പറയുമ്പോൾ ഇന്ന് ഹീറോ ടോക്ക് പറയേണ്ട മുസ്തഫ വന്നിട്ടില്ല, എന്നോടാണ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ എങ്ങനെ പറയണം? അപ്പം കറക്റ്റ് നിങ്ങളെ വിഷനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അടിപൊളിയായിട്ട് സാധനം നിങ്ങൾക്ക് തരും. ശരിയല്ലേ? Welcome to 360 Degrees Hero Talk, where business growth meets heroic inspiration. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പറ്റണമെന്നുണ്ടെങ്കിൽ ഒരു
30 സെക്കൻഡ്സിനുള്ളിലൊക്കെ ലിഫ്റ്റ് ടോക്ക് എന്ന് പറയാം. നമ്മളൊരു ലിഫ്റ്റിൽ കയറിയിട്ട് എത്ര സമയം നമുക്ക് സംസാരിക്കാൻ പറ്റും, ആ ഒരു സമയത്തിനുള്ളിൽ നമ്മളെ പരിചയപ്പെടുത്തണം, നമ്മളെ വിഷയങ്ങൾ പരിചയപ്പെടുത്തണം. ഇതിനൊക്കെ ഒരു കുറഞ്ഞ സമയങ്ങളിൽ കിട്ടും. ആ ഒരു ടോക്കാണ് ഹീറോ ടോക്ക്. അതിനകത്ത് നിങ്ങളെ പേര് പറയണം, പിന്നെ ഡെസിഗ്നേഷൻ പറയണം, പിന്നെ നമ്മുടെ ബ്രാൻഡ് നെയിം പറയണം, പിന്നെ നമ്മുടെ സോഷ്യൽ ഗോള് അതുകൂടെ ഉൾപ്പെടുത്തണം. ഇത്രയും കാര്യങ്ങൾ വളരെ ഷോർട്ടായിട്ട് ഒരു 30 സെക്കൻഡ്സിനുള്ളിൽ നിങ്ങൾ അവതരിപ്പിക്കണം. ഇവിടെ നിങ്ങളാണ് താരം, നിങ്ങളാണ് ഹീറോ. ഓക്കെ, ഓറിയന്റേഷൻ ആയതുകൊണ്ട് ഞാൻ രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന് ജസ്റ്റ് കൺക്ലൂഡ് കേട്ടോ. ഇതൊരു 20 മിനിറ്റ് എല്ലാ ദിവസവും, ഇനി അടുത്ത ആഴ്ച വരെ വ്യാഴാഴ്ച വരെ ഒരു 20 മിനിറ്റ് അതിനോട് സംസാരിച്ചിട്ട് അടുത്ത ആഴ്ച അതിൻ്റെ ഒരു അനുഭവം പറയും. ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു 20 മിനിറ്റ് നടക്കൂല. വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ ഇതിൽ കയറണത് ജസ്റ്റ് ഇതിനോട് ഈ പറഞ്ഞ സാധനങ്ങൾ അപ്ലോഡ് ചെയ്യാം. ഈ സാധനം അപ്ലോഡ് ചെയ്യാം. നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് അതിനെ ബോധ്യപ്പെടുത്തുക. അത് മനസ്സിലാവില്ലെന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്ത് ഉറപ്പിക്കാം നമ്മുടെ ട്രാക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ സെയിം ട്രാക്കോടെ നിങ്ങൾക്ക് റെഡിയാണ്, ഈ ട്രാക്കിലാണ് നമുക്ക് പോകാനുള്ളത് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് അത് ഓക്കെ ആണോ എന്ന് നിങ്ങളൊന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ പിന്നെ ആ ഒറ്റ ചാറ്റ് മതി നിങ്ങൾക്ക് മൊത്തം നിങ്ങളെ ലൈഫിനെയും കരിയറിനെയും മാറ്റി കൊണ്ടുപോകാൻ. ആ ഒറ്റ ചാറ്റ് മതി. പിന്നെ എന്ത് ചോദിച്ചാലും കറക്റ്റ് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അത് ഇന്ന് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ആ ഒറ്റ ചാറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പല 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 കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതിനെ വെച്ച് നിങ്ങൾക്ക് പോസ്റ്റർ ചെയ്യാൻ പറ്റും, അതിനെ വെച്ച് ടൂൾ ചെയ്യാൻ പറ്റും, ഈവൻ അതിനെ വെച്ചിട്ട് നിങ്ങൾക്ക് ആപ്പ് ചെയ്യാൻ പറ്റും അല്ലേ, അതിനെ വെച്ച് നിങ്ങൾക്ക് PDF ചെയ്യാൻ പറ്റും, അതിനെ വെച്ച് ഇതുപോലെ പ്രസന്റേഷൻ ഉണ്ടാക്കാൻ പറ്റും. എല്ലാ മാസം ചെയ്യാൻ പറ്റും. പക്ക നിങ്ങളുടെ വേർഷനിൽ. അപ്പം സഫീർ ചെയ്യുകയാണെങ്കിൽ പക്ക എന്താവും ഒരു ഫർണിച്ചർ വേർഷനാണ് കിട്ടുക. ഷാവല് ചെയ്യുന്ന സമയത്ത് പക്ക ഒരു മൊബൈൽ വേർഷനാണ് കിട്ടുക. അത് കറക്റ്റ് നിങ്ങൾ ഈ വിഷൻ അവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വിഷനെ കണക്ട് ചെയ്ത് പറഞ്ഞു തരും. നിങ്ങൾ ആരെയാണ് കണക്ട് ചെയ്തത്, ഏത് ടൈപ്പ് ഓഫ് വ്യക്തികളെയാണ് എനിക്ക് ഈ വിഷനിലേക്ക് എത്താൻ, ഇതെല്ലാം പറഞ്ഞുതരും. അത് നേരെ കൊണ്ടുവന്ന് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ അടുത്ത സെഷൻ എന്ന് പറഞ്ഞാൽ ഹീറോ ടോക്കാണ്. ഹീറോ ടോക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു 5-6 കാര്യങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഒരു സ്പെഷ്യൽ സെഷനാണ്. 30 സെക്കൻഡേ ഉള്ളൂ. അത് 30 സെക്കൻഡിൽ സംസാരിക്കാനുള്ള കഴിവ് നേടാൻ പറ്റുന്ന ഒരു സെഷനാണ്. 30 സെക്കൻഡിൽ മാക്സിമം നിങ്ങൾ 30 സെക്കൻഡ് ഉപയോഗപ്പെടുത്തി സംസാരിക്കാൻ നിങ്ങൾ പഠിപ്പിക്കുന്ന സെഷനാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങൾക്ക്, അതായത് ഏതൊരു ഇവന്റിൽ പോയാലും അടിപൊളിയായിട്ട് സ്റ്റാറായി വരാൻ നിങ്ങളെ സഹായിക്കുന്ന സെഷനാണ്. അപ്പോൾ അതിന് തയ്യാറെടുക്കുക. അതേപോലെ തന്നെ ആ ടോക്കിനുള്ളിൽ നിങ്ങളുടെ പേര്, ഡെസിഗ്നേഷൻ, നിങ്ങളുടെ വിഷൻ, കൃത്യമായ സോഷ്യൽ ഗോള്, നിങ്ങളുടെ പിന്നെ 10 വർഷത്തെ വിഷനും ഒരു 1 ഇയർ ഗോളും നിങ്ങൾ അതിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് വെറും 30 സെക്കൻഡിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഹീറോ ആയിട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു സെഷനാണ് ഇതിലുള്ളത്. ഓക്കെ, അപ്പോൾ അത് ആ രീതിയിൽ തന്നെ നിങ്ങൾ പറയാം. നിങ്ങൾ വിഷൻ ഓറിയന്റഡ് ആയിട്ട് തന്നെ പറയാം. സമയം കുറവാണ്, ഇന്ന് കൂടുതൽ ആളുകളുണ്ട്, അപ്പോൾ പെട്ടെന്ന് തീർക്കാം. സ്പീഡാണ്. ആരാണ് 7 o'clock മുന്നേ വന്നത് വെച്ചാൽ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി. ഓഫ്ലൈൻ സ്റ്റാർട്ട് ചെയ്യാം. അസ്ലം എപ്പോഴാണ് വന്ന് എൻ്റെ പേര് അസ്ലം പഞ്ചലി. ഓക്കെ, ഞാൻ ഗ്രെഗ് എന്ന് പറയുന്ന 8 കമ്പനിയുടെ CEO ആൻഡ് co-founder-ആണ്. നമ്മൾ ചെയ്യുന്നത് ഓണ്ടർപ്രണേഴ്സിന്, പ്രൊഫഷണൽസിനും വേണ്ടിയിട്ടുള്ള 8 കൺസൾട്ടേഷൻസ്, വർക്ക്ഷോപ്സ്, സൊല്യൂഷൻസ് ഒക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും ബിസിനസ്സിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ എന്നെ കണക്ട് ചെയ്യുക. എൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് 1 ലക്ഷം പേരുടെ ബിസിനസ്സിലും ലൈഫിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, നമ്മൾ ഡയറക്റ്റ് വിഷൻ തന്നെ പറഞ്ഞാൽ മതി. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്ത് നമുക്ക് ചെയ്യാനുള്ള സംഭവം, നമ്മൾ എന്താ ചെയ്യുന്നുള്ള കാര്യം വിഷന്റെ ഉള്ളിൽ തന്നെ ആ നമ്പർ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഞാൻ തസ്ലീം അരീക്കോട് നിന്ന് വരുന്നു. 360 ഡിഗ്രി ഫ്യൂച്ചർ സ്റ്റുഡൻസിൻ്റെ ഭാഗമായിട്ട്, കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് വന്നു. നമ്മൾ 100 കുട്ടികളെ ഒരു വർഷത്തിനുള്ളിൽ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവരിക, അവരെ എന്തിനും ഏബിൾ ആയിട്ടുള്ള രൂപത്തിൽ നമ്മളെ സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ 20 സെക്കൻഡാണ് പറഞ്ഞത്. ഷാവുൽ അൻവർ, IGN മൊബൈൽ സർവീസ്, ആപ്പ് സ്റ്റോർ എന്നീ 2 ബ്രാൻഡുകളാണ് ഞാനിപ്പോൾ നടന്നു വരുന്നത്. എൻ്റെ ലക്ഷ്യം 10,000 ആളുകളിലേക്ക് മൊബൈൽ ഫോണുകൾ താങ്ങാവുന്നതിൽ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ വിഷൻ എന്ന് വെച്ചാൽ ഒരു 2027 ആകുമ്പോൾ ഒരു 7 ഷോപ്പുകൾ വരുന്നുണ്ട്, അതൊരു 10 ഷോപ്പുകളിലേക്ക് എത്തുക എന്നുള്ളതാണ്. 20 സെക്കൻഡ്. ഞാൻ സഫീർ പറയുന്നത് ഒരു റിലാക്സ് ഫർണിച്ചർ പ്രൊവൈഡറാണ്. 500 കുടുംബങ്ങൾക്ക് ഈ വർഷം റിലാക്സ് ഫർണിച്ചർ എത്തിച്ച അതാണ് ലക്ഷ്യം. 7 സെക്കൻഡ്. ദിനേഷ്, ഞാനൊരു ഡെയിലി വെയർ എക്സ്പെർട്ടാണ്. 50 കുടുംബങ്ങളെ ഡെയിലി വെയറിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്തി അവരുടെ
ബിസിനസിന്റെ യഥാർത്ഥ കരുത്ത് എന്താണ് ശരിക്കും? നെറ്റ്വർക്കിംഗ്, ബന്ധങ്ങൾ. ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിൽ പരസ്പരം സഹകരിച്ചുകൊണ്ട് പുതിയ അവസരങ്ങളും പുതിയ കരുത്തുറ്റ നെറ്റ്വർക്കുകളും എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള തന്ത്രപരമായിട്ടുള്ള ഒരു സെഷനാണ് നൗ ഇറ്റ്സ് എ നെറ്റ്വർക്കിംഗ് ടോക്ക്. ഞാൻ സുനിൽ, ഞാനൊരു സിസ്റ്റം ഹാർഡ്വെയർ എക്സ്പേർട്ടാണ്. ഞാൻ ജീനിയർ സൊല്യൂഷൻസ് എന്നുള്ള സ്ഥാപനം റൺ ചെയ്യുന്നു. ലാസ്റ്റ് 25 ഇയേഴ്സായിട്ട് IT സർവീസുകളും IT എഡ്യൂക്കേഷനും ചെയ്യുന്നുണ്ട്. എൻ്റെ ഈ വർഷത്തെ സോഷ്യൽ ഗോൾ എന്നുള്ളത് 666 പുതിയ വ്യക്തികളുടെ സിസ്റ്റംസ് ലോങ് ലൈഫും അതിൻ്റെ ബെറ്റർ ആയിട്ടുള്ള വർക്കിങ്ങും വേണ്ട സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, താങ്ക് യു. 25 സെക്കൻഡ്. എൻ്റെ പേര് ലുക്കുമാർ. ഞാനൊരു ബേസിക്കലി ഒരു വീഡിയോ എഡിറ്ററാണ്, കോണ്ടന്റ് ക്രിയേറ്ററാണ്. ബ്രോഡ്കാസ്റ്റ് സ്റ്റുഡിയോയുടെ ക്രിയേറ്റീവ് ഉണ്ടായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. താങ്ക് യു. പെട്ടെന്ന് ഞാൻ ജാഫർ അടക്കര. ഞാൻ ബ്രാൻഡിങ് സ്ട്രാറ്റജിസ്റ്റ് ആൻഡ് കോൺസെപ്റ്റ് ഡെവലപ്പറാണ്. 1000 ബ്രാൻഡുകളെ ഗ്ലോബൽ ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ വിഷൻ എന്ന് പറയുന്നത്. ഈ ഒരു വർഷം 100 ഓൺട്രപ്രണേഴ്സിനെ ഈ ഒരു ഗ്ലോബൽ ലെവലിലേക്ക് ചിന്തിക്കുന്ന രീതിയിൽ അവരെ പൊസിഷൻ ചെയ്യുക എന്നുള്ളതാണ് സോഷ്യൽ ഗോൾ. ഓൺലൈനിൽ സലാം സാറിന് പറയാം. എന്റെ പേര് ഡോക്ടർ സലാം. ഞാൻ സൈക്യാട്രിസ്റ്റ് ആണ്. നിലവിൽ കോട്ടക്കൽ അൽമാസ് അതുപോലെ മലപ്പുറം MPS വർക്ക് ചെയ്യുന്നു. എന്റെ വിഷൻ 2035 1,00,000 കുടുംബത്തിന്റെ ഹാപ്പിനെസ് കൂട്ടുക, പ്രൊഡക്ടിവിറ്റി കൂട്ടുകയാണ്. ഈ വർഷത്തെ സോഷ്യൽ ഗോള് 1000 കുടുംബത്തിന്റെ സ്ട്രെസ് കുറക്കുക, പ്രൊഡക്ടിവിറ്റി കൂട്ടുക. താങ്ക് യു. ഓക്കെ, ആരാ? മൻസൂർ ജി പറഞ്ഞോളൂ. ഹലോ, ഞാൻ മൻസൂർ താമരശ്ശേരിയാണ്. ലിവർ പാർട്ട്നേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനീൻ്റെ ഡയറക്ടറാണ്. 20 വർഷമായിട്ട് ഈ നട്സ് സീഡ്സിൻ്റെ ഏരിയയിൽ ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ 2035 സോഷ്യൽ ഗോള് 1 ബില്യൺ ഫാമിലിനെ നട്സ് സീഡ്സിൽ കണക്ട് ചെയ്ത് അവരെ ഹെൽത്തി ആക്കുന്നതാണ്. 1 ഇയർ ഗോള് നട്സ് സീഡ്സിൽ 1,000 ഫാമിലിനെ അതിലേക്ക് എത്തിക്കാനുള്ളതാണ്. ഓക്കെ, താങ്ക് യു. സജു സക്സസ് പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്. ഞാൻ സജു സക്സസ്, സ്ഥലം തിരുവനന്തപുരം. 25 വർഷമായി പ്രവർത്തിക്കുന്ന സക്സസ് ഫ്രീഡം കമ്മ്യൂണിറ്റി ആൻഡ് അക്കാഡമിയുടെ ഫൗണ്ടറും CEO ആണ്. 1,00,000 മലയാളികളുടെ ചെലവുകൾ വരുമാനമാക്കി മാറ്റുക എന്നുള്ളതാണ് സോഷ്യൽ ഗോൾ. അതോടൊപ്പം കച്ചവടക്കാരുടെ കച്ചവടം വർദ്ധിപ്പിക്കുന്നതിന് ഒരു ഡിജിറ്റൽ മാൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു. മൈക്കോണല്ല എന്റെ പേര് മുഹമ്മദ് നസ്മിൻ. ഞാൻ കൺസൾട്ടന്റ് ഓഫ്തൽമോളജിസ്റ്റ് ആണ്. മൗലാന ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. കാറ്ററാക്ട് സർജൻ ആണ്. എന്റെ വിഷൻ റീസ്റ്റോറേഷൻ സ്പെഷ്യലിസ്റ്റും ആണ്. എന്റെ സോഷ്യൽ ഗോളായിട്ട് വെച്ചിട്ടുള്ളത് ഈ വരുന്ന വർഷം 1000 കണ്ണുകൾക്കെങ്കിലും കാഴ്ച ശക്തി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാറ്ററാക്ട് വഴി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സർജറി ചെയ്ത് തിരിച്ച് റീസ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം റീസ്റ്റോർ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ പേഷ്യൻസിന് അവർക്ക് അവരുടേതായ ഒരു ഇൻഡിപെൻഡൻസും ഒരു സ്വയം പര്യാപ്തതയും പിന്നെ ഒരു ക്ലാരിറ്റിയും കിട്ടും. ഇതാണ് എന്റെ ഗോൾ. പിന്നെ ഓൺലൈനിൽ 6 ഉണ്ടായിരുന്നോ? ഓക്കെ, പറഞ്ഞോളൂ. എൻ്റെ പേര് ജംഷീദ്. ഞാനൊരു പ്രൊജക്ട് കൺസൾട്ടന്റ് ആണ്. ഈ വർഷം ഒരു 100 കുടുംബങ്ങൾക്കെങ്കിലും സെക്കൻഡ് ഹോം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ സോഷ്യൽ ഗോളായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഫേമിന്റെ പേര് എലമെന്റ് സർട്ടിഫിക്കറ്റ് കമ്പനി. താങ്ക് യു. നെക്സ്റ്റ് രീതിയിൽ ആരാണ് ഉള്ളത്? ഷമീർ ഉണ്ടോ? പറഞ്ഞോളൂ. ഓക്കെ, എന്റെ പേര് സമീർ മുഹമ്മദ്. ബ്രാൻഡ് വിഷ്വലൈസർ ആണ്. ഞാൻ ബേസിക്കലി ഒരു ഫോട്ടോഗ്രാഫർ, വീഡിയോഗ്രാഫർ ആണ്. ഇപ്പോ ബ്രാൻഡുകളുടെ അവരെ വിഷ്വൽ ചെയ്യുക എന്നുള്ള ഒരു ഉദ്യമത്തിലാണ് ഇപ്പോ ഞാൻ എനിക്കെതിരായിട്ടുള്ളത്. അതായത് ഒരു വർഷത്തെ സോഷ്യൽ ഗോൾ എന്നുള്ളത് 333 ബ്രാൻഡിനെ വിഷ്വലി ആളുകളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ഞാൻ ഈ വർഷം മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോ വൺകാസ്റ്റ് സ്റ്റുഡിയോയുടെ ഒരു CEO, അതായത് 360 ക്ലബിന് നമ്മൾ ഉണ്ടാക്കിയെടുത്തുള്ള ഒരു കോൺസെപ്റ്റ് ആണ് വൺകാസ്റ്റ് സ്റ്റുഡിയോ. അതിന്റെ ഒരു CEO പോസ്റ്റിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. സോ താങ്ക് യു. ഓക്കെ, സുധാമയുടെ ടൈമിന് എത്തിയോന്ന് ചോദിച്ചു. 6:30 ഉണ്ടായിരുന്നോ? ഓക്കെ, പറഞ്ഞോളൂ.
ഗുഡ് മോർണിംഗ്. ഞാൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റുമാണ്, ഒരു ബ്യൂട്ടി തെറാപ്പിസ്റ്റും കൂടിയാണ്. അപ്പം ഞാൻ എൻ്റെ സോഷ്യൽ ഗോൾ എന്ന് പറയുന്നത് 1000 ലേഡീസിനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യങ് ആയിട്ടുള്ള ലേഡീസ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. അത് എൻ്റെ ഭാഗത്തു നിന്നും അവരുടെ എല്ലാ രീതിയിലും അവരെ ബ്യൂട്ടി ആൻഡ് യങ് ആയിട്ടുള്ള 1000 ലേഡീസിനെ ക്രിയേറ്റ് ചെയ്യുക 2027 ആവുമ്പോഴേക്കും എന്നുള്ളതാണ് ഈ വർഷത്തെ എൻ്റെ സോഷ്യൽ ഗോൾ വരുന്നത്. വളരെ കുറച്ച് ആൾക്കാരാണ് ഇതിൽ 30 സെക്കൻഡ് കംപ്ലീറ്റ് ചെയ്ത്, ബാക്കി കൂടുതൽ ആൾക്കാർ ഓവറായിട്ട് പറയല്ല ചെയ്തത്. എല്ലാവരും പെട്ടെന്ന് ഷോർട്ടായിട്ട് തീരാണ്. അതായത് അവർ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റിയില്ല. അവർക്ക് പ്രാക്ടീസ് ചെയ്ത് വരിക. ഇത് എന്നൊക്കെ മരണം വരെ നിങ്ങൾക്കുള്ളൊരു സംഗതിയാണ്. ബാക്കിയുള്ളവർക്ക് വിട്ടാൽ ആരും എത്രയില്ല. എല്ലാവരും 7 സെക്കൻഡ് 5 സെക്കൻഡ് 15 സെക്കൻഡ് തീരുകയാണ്. വളരെ നമ്മൾ 2-3 പേര് അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ പറയുമ്പോ ഒന്ന് രണ്ട് കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ ഒരിക്കലും മണി റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ സോഷ്യൽ ഗോൾ പറയരുത്. അതേപോലെ തന്നെ വെറും ഒരു നമ്പർ റിലേറ്റ് ചെയ്തും പറയരുത്. നമ്മൾ ഏതെങ്കിലും ഒരു സംഭവത്തിലേക്ക് കണക്ട് ചെയ്യാന്ന് എന്ന് പറയരുത്. ഒരു സോഷ്യൽ റിലേറ്റ് ചെയ്ത് പറയാം. ആ കിട്ടുന്ന ആൾക്ക് അതുകൊണ്ടുള്ള മെച്ചം ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പൊ അത് റിയലി നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ചെയ്തു വെച്ച സോഷ്യൽ ഗോളിൽ അതങ്ങനെ സെറ്റ് ചെയ്യും. നേരത്തെ ഒരാളുടെ ഇത് ഓണാണല്ലോ, മൈക്ക് ഓണാണല്ലോ, ഒന്ന് ഓഫ് ചെയ്യാം. ഓക്കെ, ശരി. അപ്പോൾ ആ രീതിയിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ അടിപൊളിയാവും. അപ്പോൾ ആ രൂപത്തിൽ നമ്മളെ സോഷ്യൽ ഗോളും പറയാം, ഈ ഒരു വർഷത്തെ സോഷ്യൽ ഗോള് പറയാം. പ്ലസ് നമ്മളെ ഒരു 2035 10 വർഷത്തെ നമ്മളൊരു വിഷനും കൂടി കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 30 സെക്കൻഡ് നമുക്ക് കവറപ്പ് ആവാൻ പറ്റുന്നതാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ആക്ടിവിറ്റീസ് ഇവിടെ ചെയ്യുന്നുണ്ട്. ഇതിന്റെ പാർട്ടായിട്ട് ഓരോ ആഴ്ചകളും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച. അപ്പോൾ അവിടെ നമ്മൾ വിഷൻ റിലേറ്റഡ് ആയിരിക്കും, നിർബന്ധമായിട്ട് നമ്മൾ വിഷൻ റിലേറ്റഡ്. ഈ ഒരു നെറ്റ്വർക്കിംഗ് ടോക്കിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് നിങ്ങളെ വിഷനിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്ന എത്ര പേരെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ്. അവരായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ വിഷനുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ അവരോട് സംസാരിച്ചോ, അവരുമായിട്ട് കണക്ട് ചെയ്തോ, അവരുടെ നമ്പർ സേവ് ചെയ്തോ, നിങ്ങളെ സ്റ്റാറ്റസ് അവർ കാണുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളായിരിക്കണം നെറ്റ്വർക്കിംഗ്. ഇതല്ലാതെ വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. 4 തരത്തിലുള്ള ആളുകളെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഞാൻ വീണ്ടും പറയുന്നു, ഒന്ന് നിങ്ങളെ സൂപ്പർ കസ്റ്റമേഴ്സ്, അവരെ നിങ്ങൾ നമ്പർ സേവ് ചെയ്യണം, അവരെ കണക്ട് ചെയ്യണം, അവരോട് നിങ്ങൾ വിഷൻ പറയണം, അവരുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. സൂപ്പർ കസ്റ്റമേഴ്സ്. ഡോക്ടേഴ്സ് ആണെങ്കിൽ നിങ്ങളെ സൂപ്പർ പേഷ്യൻസ്, നിങ്ങളെ ഫാൻ പേഷ്യൻസ്, അവരാണ് ശ്രദ്ധിക്കേണ്ടത്. ഡോക്ടർ അബ്ദുസലാം ആൻഡ് നസ്ബി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളെ സൂപ്പർ പേഷ്യൻസ്, നിങ്ങളെ പറ്റി അടിപൊളി നിങ്ങൾ വിഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിലുള്ള അത്രയും നിങ്ങളെ ഇഷ്ടമുള്ള നിങ്ങളെ ഫാൻ പേഷ്യൻസ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമ്പർ 1. ഇനി നമ്പർ 2, നിങ്ങളെ വിഷണറി ഇൻവെസ്റ്റേഴ്സ്. ഞാൻ വീണ്ടും പറയുന്നു, വിഷണറി ഇൻവെസ്റ്റേഴ്സ്. നിങ്ങളുടെ വിഷനിലേക്ക് എത്ര ക്യാഷ് വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ, അതിൽ നിങ്ങൾ ബിസിനസ് പങ്കാളിയാവാൻ റെഡിയുള്ള ആൾ. ഒരിക്കലും നിങ്ങൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനല്ല, നിങ്ങൾ വിഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. വീണ്ടും പറയുന്നു, വിഷനിൽ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ ആര് ഡീൽ ചെയ്തോളും. ഇതിന് താഴെ ഒന്നും ഇല്ലാന്ന് പറഞ്ഞ കേട്ടോ. ഇതിന് താഴെയുള്ള കുറേ കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ സ്റ്റാഫാണ് ഡീൽ ചെയ്യുക. അതിന് നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ വിഷണറി ആയിട്ടുള്ള നിങ്ങളെ ഇൻവെസ്റ്റേഴ്സിനെ നിങ്ങൾ തന്നെ ഡീൽ ചെയ്യണം. അപ്പൊ അവരാണ് നിങ്ങളെ കോൺടാക്ട്സ് തരേണ്ട ആൾക്കാർ. ഓക്കെ, ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ വിഷണറി ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിഷനിൽ നിങ്ങളിപ്പോ പറഞ്ഞല്ലോ 50 കുടുംബങ്ങൾക്ക് എന്ത് ചെയ്യണം, പിന്നെ ഡെയിലി വിയറുമായി ബന്ധപ്പെട്ട സംരംഭത്തിലേക്ക് അവർ എത്തിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ വിഷൻ. ഇത് അടിപൊളി വിഷനാണ്, ഇതൊരു സൂപ്പർ വിഷനാണ്. ആ സംഭവം ഒരു വലിയ പ്രൊജക്റ്റ് ആയിട്ട് നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അതിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ് എന്ന് പറയുന്ന അയാൾ ഇൻവെസ്റ്റ്മെന്റ് വാങ്ങണമെന്നൊന്നുമില്ല. അങ്ങനെ ആ റെഡി ആയിട്ടുള്ള ആളുകളെ നിങ്ങൾ മേക്ക് ചെയ്യാൻ നിങ്ങളുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് അവരെ ബ്രെയിനും ആ രീതിയിൽ നിങ്ങൾ 360 ഡിഗ്രി ടെക്സ്റ്റൈൽസ് കമ്മ്യൂണിറ്റിയിലേക്കൊക്കെ അവരെയാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. അവർ ആ ഒരു രീതിയിൽ നിങ്ങൾ വിഷനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിരന്തരം കണക്ട് ചെയ്ത്. 3ാമത്തെ വിഭാഗം ആരാണ്? നിങ്ങളുടെ വിഷണറി കോർ ടീം. അത് കൃത്യമായിട്ട് എൻ്റെ വിഷണറി കോർ ടീമിൽ ഇവനുണ്ട്. ഒരാളെങ്കിലും നിർബന്ധമായിട്ട് ഒരാളുണ്ടായാൽ തന്നെ മതി. ഒരു വിഷണറി കോർ ടീം മെമ്പർ നിങ്ങളുടെ കൂടെ ഉണ്ടായാൽ മതി. ചാപ്റ്റർ ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചാപ്റ്റർ കോർഡിനേറ്റർ അവരുടെ വിഷണറി കോർ ടീമായി നിർബന്ധമായി അങ്ങനെ തന്നെ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ 2 പിന്നെ ചാപ്റ്റർ കോർഡിനേറ്റേഴ്സിന് കഴിഞ്ഞ ആഴ്ച എടുത്തു 2 ചാപ്റ്ററുകൾക്ക് വേണ്ടിയിട്ട്. 2 ആളും അടിപൊളി വിഷണറി ഓക്കെ. അപ്പൊ അതാണ് പിന്നെ വരുന്നത് ഒന്നുകൂടി വരുന്നത് നമ്മുടെ സ്ട്രാറ്റജിക് കണക്ടേഴ്സ്, സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സ് എന്ന് പറയും. സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സ് അവരാണ് അടുത്ത് എന്ന് പറയുന്നത്. അതായത് നിങ്ങളെ ഇപ്പോഴുള്ള സംഭവത്തിനെ സ്കെയിലബിൾ ആയിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ആളുകൾ.
നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ സ്ട്രാറ്റജി ചെയ്യുന്ന ആളുകൾ. Welcome to the 360-degree brand visibility talk, where global growth meets focused insights. 333 ബ്രാൻഡിനെ വിഷ്വലി ഹൈ ക്വാളിറ്റി ലെവലിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. നിങ്ങളുടെ ബ്രാൻഡിനെ വിഷ്വലി ഹൈ ക്വാളിറ്റി ലെവലിൽ പ്രസന്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വീഡിയോ എന്നുള്ളത് വിഷ്വൽ പ്രസൻസിന്റെ ഏറ്റവും മികച്ച ഒരു മാർഗമാണ്. വളരെ ലെങ്ത് കുറഞ്ഞിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് വളരെ പ്രൊഫഷണൽ ആയിട്ട് ആളുകളിലേക്ക് എത്തുമ്പോഴാണ് ആളുകൾ അത് നോട്ടീസ് ചെയ്യപ്പെടുന്നത്. 30 സെക്കൻഡ്സിന് താഴെയുള്ള കുഞ്ഞു വീഡിയോസ് നമ്മുടെ ബ്രാൻഡിങ് വേറെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തി. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാം, നമ്മുടെ ബ്രാൻഡിങ്ങിനെ സഹായിക്കുന്ന ഓരോ അവസരവും മാക്സിമം മുതലാക്കും. താങ്ക് യു. ഓക്കെ, ഷമീർ ജി, സ്റ്റേക്ക് ഹോൾഡേഴ്സ് തന്നെയാണ് ഈ സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയാം, സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സ് എന്ന് പറയാം, അവരൊക്കെ ഒരു വിഭാഗത്തിലെ വരിക. ഷമീർ ജി, ഹലോ, ഷമീർ അവിടെ ഉണ്ടോ? ഷമീർ ജി, ഞാൻ ഈ ഒരു സെഷൻ കൈകാര്യം നന്നായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ എന്താണ് ഇതിനകത്ത് കൊടുക്കേണ്ടത്, ഇവർക്ക് എന്താ കിട്ടേണ്ടത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇവരെന്താണ് നമ്മൾ ഈ സെഷനിൽ എടുക്കേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ നേരത്തെ മുസ്തഫ സെഷനിൽ പറഞ്ഞ പോലെ അപ്പൊ 4 തരത്തിലുള്ള ആളുകൾ ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ. നിങ്ങൾ നമ്പർ സേവ് ചെയ്യാൻ പറയുമ്പോൾ ആരെയാണ് സേവ് ചെയ്യേണ്ടത്? ഈ 4 തരത്തിൽ ഏത് വിഭാഗത്തിലാണ് ഇവർ വരുന്നത്? സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്കെയിലബിൾ, നമ്മളെ ഒരു, അതായത് നമ്മളെ സ്ഥാപനം നെക്സ്റ്റ് ലെവലിൽ എത്തണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ആരെയും ഒരാളുടെ ശരി. അപ്പൊ അത്തരത്തിലുള്ള ആളുകളൊക്കെ, അതായത് നിങ്ങൾക്ക് ഫ്രാഞ്ചൈസി ഉണ്ടെന്ന് കരുതുക. ഇപ്പൊ ഐജൻ മൊബൈൽ പറഞ്ഞു, അതൊരു 10 ഫ്രാഞ്ചൈസി ആക്കാൻ പറ്റുന്ന അതിന്റെ സ്ട്രക്ചറൊക്കെ ചെയ്ത് തരുന്ന അതിന് പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അതിൽ ആത്മാർത്ഥതയുള്ള ആളുകൾ അവരെയാണ് നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റിയിലുള്ളത് കിട്ടുക. സത്യസന്ധമായിട്ട് അതിന് ഭയങ്കര ഫീസ് വാങ്ങി നിങ്ങളെ പറ്റിക്കുന്ന ആൾക്കാരല്ല. നിങ്ങൾ അതിൽ സക്സസ് ആവണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളെ നിങ്ങൾ ചൂസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യണം, നിങ്ങളെ കൂടെ കൂട്ടണം. അതാണ് പറയുന്നത്. അവർ നിങ്ങളെ കൂടെ കൂട്ടണം, നിങ്ങളുടെ അതിന്റെ പാർട്ടായിട്ട് കൂട്ടണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ സ്ട്രാറ്റജിക് പാർട്ണറാണ് ആര്? അസ്ലം. അപ്പോൾ നിങ്ങളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന സമയത്ത് അസ്ലമിനും അവിടെ സ്പേസ് ഉണ്ടായിരിക്കണം. അസ്ലമായാലും നിങ്ങൾ മെമ്പറായിട്ട് വരാൻ കഴിയണം. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവനും ഒരു മെമ്പറായിട്ട് വരും. അപ്പോൾ അതിലെ മുഴുവൻ ആളുകൾക്കും അസ്ലമിന്റെ ആ ഒരു സാന്നിധ്യം എന്ത് ചെയ്യും? ഞാനും നിങ്ങളൊരു സ്ട്രാറ്റജിക് പാർട്ണറാണ്. ഓക്കെ, കാരണം ഞാൻ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്ത ആളാണ്. കോൺസെപ്റ്റ് ലുക്മാൻ ഒരു സ്ട്രാറ്റജിക് പാർട്ണറായിട്ട് നിങ്ങൾക്ക് കാണാം. ഷമീർ നിങ്ങൾക്ക് സ്ട്രാറ്റജിക് പാർട്ണറായിട്ട് കാണാം. അതേപോലെ നിങ്ങളൊരു ഫ്രാഞ്ചൈസി ബിൽഡർ, നിങ്ങൾ ഫ്രാഞ്ചൈസി ബിൽഡ് ചെയ്ത് തരാൻ കഴിയുന്ന സ്ട്രാറ്റജിക് പാർട്ണറാണ്. അതേപോലെ നിങ്ങളെ സെയിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കഴിവുള്ള ഒരു വ്യക്തി സ്ട്രാറ്റജിക് പാർട്ണറാണ്. സലീം ഖാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ട്രാറ്റജിക് പാർട്ണറായിട്ട് പറയാം. റോഷൻ നിങ്ങൾക്ക് സ്ട്രാറ്റജിക് പാർട്ണറായിട്ട് പറയാം. ഇവരൊക്കെ നിങ്ങൾക്ക് സ്ട്രാറ്റജിക് പാർട്ണറായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇവരൊക്കെയാണ് നിങ്ങൾ ഈ ടീമിന്റെ ഉള്ളിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു നെറ്റ്വർക്ക് എക്കോസിസ്റ്റത്തിന്റെ ഉള്ളിലേക്ക് അവരെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നമ്പർ. അപ്പൊ അതിനുള്ള കൃത്യമായിട്ട് പ്രാക്ടിക്കൽ വേർഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാന്നുള്ള. ഇനി ഇതെല്ലാം അവർ ഫീൽ ചെയ്ത് തുടങ്ങാം. ഇതിനകത്ത് കറക്റ്റ് ചോദിക്കുന്നുണ്ട്. ഇത് നിർബന്ധമാണ്, കാരണം ഇത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോസസ്സാണ്. നിങ്ങൾ ഇതിൽ ഒരിക്കലും നിങ്ങൾ ടെക്നോളജി ഉണ്ടെന്ന് കരുതിയിട്ട് ഇത് ഒഴിവാക്കാൻ പാടില്ല. ഇത് ന്യൂറോ ലിംഗ്വിസ്റ്റിക്, കാരണം ഇത് നടക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കാരണം ഇത് നടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതണം. നിങ്ങൾ കൈ കൊണ്ട് എഴുതണം. കൈ ചിലപ്പോൾ വേദനിക്കും, മൈൻഡ് ചെയ്യേണ്ട. ഫസ്റ്റ് നിങ്ങൾ എഴുതേണ്ട വീക്ക് എന്ന് പറയുന്നത് എത്രാമത്തെ വീക്കാണെന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ച് എത്രാമത്തെ പുതിയ ഇയർ തുടങ്ങുമ്പോൾ ഫസ്റ്റ് വീക്ക് മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഒരാൾ നിങ്ങൾ മെമ്പർഷിപ്പ് പുതുക്കിയ അന്ന് മുതലുള്ള ആ ഒരു ടൈമാണ് പുതിയ വീക്കായിട്ട് നിങ്ങൾ വരുന്നത്. ഇതിപ്പോ ഇവിടെ വരുന്ന വീക്കല്ല, നിങ്ങൾ ജോയിൻ ചെയ്ത വീക്ക്. ഈ ഒരു പ്രോസസ്സിൽ ഫസ്റ്റ് എഴുതിയാൽ മതി. ഫസ്റ്റ് വീക്ക് നിങ്ങൾ എന്നാണ് നിങ്ങളുടെ കഴിഞ്ഞ വർഷം നിങ്ങൾ എന്നാണ് ആയിരുന്നു ജോയിൻ ചെയ്തത്, അപ്പോഴാണ് ഒരു സൈക്കിൾ പൂർത്തിയാക്കുക. ഫെബ്രുവരിയിലാണ്. അപ്പൊ നിങ്ങൾക്ക് ഫെബ്രുവരി മുതലാണ് പുതുക്കേണ്ടത്. ഈ മെമ്പർഷിപ്പ് പുതുക്കേണ്ടത് ഫെബ്രുവരി മുതലാണ്. അപ്പോൾ അന്ന് മുതൽ ഒന്ന്, അതായത് 52 വീക്കിലാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 52 വീക്ക് 60 പ്രോഗ്രാമുകൾ. 60 പ്രോഗ്രാം നിങ്ങൾക്ക് 52 ആണ് നമുക്ക് ഡയറക്റ്റ്ലി ട്രാക്ക് ചെയ്യുന്നത്. 52 പ്രോഗ്രാം നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിഷനിലേക്ക് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ നേരത്തെ ഇതിനൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമുക്കൊരു ലക്ഷ്യം, ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് ഇടാം. വീക്ക് എന്ന് പറഞ്ഞാൽ ആ വീക്ക് നമുക്ക് ലക്ഷ്യമുണ്ട് 52 വീക്കാണ്. 52 വീക്ക് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ എത്താൻ പറ്റും. അത് ലക്ഷ്യം 52 ആണ്. അതിൽ നിങ്ങൾക്ക് എത്രാമത്തെ എത്തി എന്നുള്ളത് നിങ്ങൾ പുതുക്കി അന്ന് മുതലുള്ള ഡേറ്റ് ആണ് എഴുതുക, വീക്കാണ് എഴുതുന്നത്. അന്ന് മുതലുള്ള വീക്ക്
ഇന്നോടെ എത്തിയ ടൈമാണ് ഇത്. ക്ലാരിറ്റി എന്നല്ല പറയാം, ഞാൻ പറയാം. നിങ്ങൾ എഴുതുന്നില്ലേ? ഇതെല്ലാവരും ശ്രദ്ധിക്കട്ടോ. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഷീറ്റ് ഇല്ലെങ്കിലും അവിടെയുള്ള ആളുകൾ ഈ ഷീറ്റിൽ പറയുന്ന കാര്യങ്ങളൊന്നും പേപ്പറിൽ നിർബന്ധമായിട്ടും എഴുതുക. ഗൂഗിളിലുള്ള ആളുകൾ പേപ്പറിൽ നിർബന്ധമായിട്ട് എഴുതുക. എല്ലാ ആഴ്ചകളും ഒരു പേപ്പറിൽ എഴുതി വെക്കുന്നത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. ഒന്നാമത്തെ അതിൽ വേണ്ടത് വീക്കാണ്. നിങ്ങൾ ഇത് എത്രാമത്തെ വീക്കാണെന്നാണ് എഴുതേണ്ടത്. നസ്രീൻ ഡോക്ടർ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ അവിടെ നിങ്ങൾ പേര്, മൊബൈൽ നമ്പർ, അത് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ഇന്നത്തെ ഡേറ്റ് എഴുതുക. സമയം നിങ്ങൾ എപ്പോഴാണോ ഇതിൽ അറ്റൻഡ് ചെയ്ത് പിന്നെ ആ കറക്റ്റ് ടൈം 6:58 ആണെങ്കിൽ 6:58 അല്ലെങ്കിൽ 6:29 അത് എഴുതുക. ഇനി അത് കഴിഞ്ഞ് ക്ലാരിറ്റി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഈ ക്ലാരിറ്റി എന്ന് പറഞ്ഞ സാധനം നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ വിഷനുമായിട്ട് നിങ്ങൾക്ക് എത്ര ക്ലാരിറ്റി വന്നിട്ടുണ്ടെന്നില്ല. ആ സംഭവം എന്ന് പറഞ്ഞാൽ ഡോക്ടർ മെഡിറ്റേഷൻ ആണ് ക്ലിയർ ചെയ്യുന്നത്. അവിടെ വെച്ചിട്ടാണ് നിങ്ങൾ ഫ്രീ ആയിട്ട് തിങ്ക് ചെയ്യേണ്ടത്. 5 മിനിറ്റ് സമയം നിങ്ങളുടെ വിഷനെ കുറിച്ച് മാത്രം തിങ്ക് ചെയ്യുന്ന സമയമാണത്. ഇത് ഫോട്ടോ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഫോട്ടോ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. വീക്ക്ലി ട്രാക്കറിന്റെ ഫോട്ടോ ഒന്ന് ഗ്രൂപ്പിൽ ഇപ്പൊ വരും കേട്ടോ. ക്ലാരിറ്റി. എന്നിട്ട് അത് എത്ര പെർസെന്റേജ് ആയെന്ന് സ്വയം ചോദിക്കുക. 5 ആണെങ്കിൽ 5 എഴുതിയാൽ മതി. 5% നിങ്ങൾക്ക് ആയിട്ടുള്ളൂ. പിന്നെ എന്തുകൊണ്ട് ഈ 5 ആയിട്ടുള്ളൂ, എനിക്ക് എന്താണ് ക്ലാരിറ്റി വരാത്തത്, നിങ്ങൾ സ്വയം ആലോചിക്കുക. 100% നിങ്ങൾ റൂട്ട് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 100 എഴുതിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ 5 എഴുതിയാൽ മതി, അല്ലെങ്കിൽ 10 എഴുതിയാൽ മതി. നിങ്ങൾ സ്വയം ചോദിക്കുക എത്ര ആയിട്ടുണ്ട്. ഇന്നത്തെ മെഡിറ്റേഷനിൽ ഇരുന്നപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് ഓരോ ആഴ്ചയും ഡോക്ടർ കൂട്ടി തരുന്നുണ്ട്. ഓരോ ആഴ്ച ക്ലാരിറ്റി കൂട്ടി തരും. അപ്പൊ ഞാൻ നിങ്ങൾ ഇവിടുന്ന് ഈ അയക്കുന്ന സംഭവം ഇത്ര പെർസെന്റേജ് ഇത്ര പേർക്ക് ആയിട്ടുള്ളൂ ഡോക്ടർ. അപ്പൊ നിങ്ങൾക്ക് ക്ലാരിറ്റി വരുത്തണം. ഒന്നുകൂടി മെഡിറ്റേഷൻ ഒന്നുകൂടി പവർഫുൾ ആക്കണം. അപ്പൊ ക്ലാരിറ്റിയിൽ ഒന്നുകൂടി ഫോക്കസ് ചെയ്ത് നിങ്ങളെ ക്ലാരിറ്റി കൂട്ടും. നിങ്ങൾ എല്ലാവരും 100% ആണെങ്കിൽ ആ രീതിയിലേക്ക് മെഡിറ്റേഷൻ പോകാം. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് കുറയുമ്പോൾ അതിനനുസരിച്ച് പവർഫുൾ ടൂളുകൾ ഉണ്ട് ഡോക്ടറെ കയ്യിൽ. ഡോക്ടർ ഇത് കറക്റ്റായിട്ട് പഠിച്ചതാണ്, അതിൽ MD എടുത്ത ആളാണ്, അതും ഇന്ത്യയിലെ നമ്പർ 1 ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പൊ ആ എത്രയും നല്ല റിസോഴ്സ് നമ്മുടെ കയ്യിലുണ്ടായിട്ട് നമുക്ക് ഉപയോഗിക്കണ്ടേ. അപ്പൊ നമുക്ക് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് ക്ലാരിറ്റി മെഡിറ്റേഷൻ എന്നുള്ള ഡ്യൂട്ടി മാത്രമാണ് ഡോക്ടർ എല്ലാ കമ്മ്യൂണിറ്റിയിലും ചെയ്യുന്നത്. കുട്ടികളുടെ കമ്മ്യൂണിറ്റിയിലും ഡോക്ടറാണ് ചെയ്യുന്നത്, ഡോക്ടേഴ്സ് കമ്മ്യൂണിറ്റിയിലും ഡോക്ടറാണ് ചെയ്യുന്നത്, കൊമേഴ്സ് കമ്മ്യൂണിറ്റിയിലും ടെക്സ്റ്റൈൽ ഒക്കെ ഡോക്ടർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അത് കറക്റ്റ് പവർഫുൾ ടൂൾ സാറ് കയ്യിലുണ്ട്, അത് നമുക്ക് ഉപയോഗിക്കണം. ശരിയല്ലേ ഡോക്ടറെ? ഓക്കെ അല്ലേ? അപ്പൊ മെഡിറ്റേഷനിലാണ് നമ്മൾ മെഡിറ്റേഷനിലുള്ള ക്ലാരിറ്റി അല്ല, മെഡിറ്റേഷൻ വെച്ചിട്ടാണ് നമുക്ക് നമ്മളെ കുറിച്ചാണ് ക്ലാരിറ്റി. ഇതിലുള്ള ഒരു സാധനത്തെ കുറിച്ച് നിങ്ങൾക്ക് ക്ലാരിറ്റി വേണ്ട. ഇതില് ഈ സാധനം ടൂളാണ്. ഇത് വെച്ചിട്ട് നമ്മളെ കാര്യത്തിലാണ് നമുക്ക് ക്ലാരിറ്റി വരേണ്ടത്. ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. മെഡിറ്റേഷൻ മിഷനിൽ നമുക്ക് എത്ര ക്ലാരിറ്റി ഉണ്ട്. എളുപ്പമാണ്, സിമ്പിളാണ്. ഇപ്പൊ മുസ്തഫ നമുക്ക് 888 ആ മെഡിറ്റേഷൻ മുസ്തഫ ആലോചിക്കേണ്ട എന്താണെന്ന് അറിയോ? ഈ 888 എന്നുള്ള കാര്യം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെ പറ്റി ആലോചിക്കണ്ട. അതിന് ക്ലാരിറ്റി വന്നു പിന്നെ ഇനി 888 എങ്ങനെ എനിക്ക് എത്താൻ പറ്റും? എന്തുകൊണ്ട് എനിക്ക് ഈ ആഴ്ച എനിക്ക് ഒരാളെ പോലും ഇത് ചെയ്യാൻ കഴിയാതിരുന്നത്? ഈ ആഴ്ച എനിക്ക് 5 പേരെ കിട്ടിയുള്ളൂ, എന്തുകൊണ്ട് എനിക്ക് 10 ആക്കാൻ കഴിഞ്ഞില്ല? ഈ ചിന്തയാണ് അവിടെ വരുന്നത്. അതിനാണ് ഈ നമ്പർ പറയുന്നത്. ആ നമ്പറിൽ മാത്രം ഫോക്കസ് ചെയ്തോളൂ. ആ നമ്പർ ബിഹൈൻഡ് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾ സെറ്റ് ചെയ്തോളൂ, കുഴപ്പമില്ല. അപ്പൊ ഷാവുൽ എന്നോട് 10,000 മൊബൈൽ എന്നുള്ളതാണ്. ആ 10,000 മൊബൈലിന്റെ പിന്നിൽ കൃത്യമായിട്ട് ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ട്. ശരിയല്ലേ? അപ്പൊ 10,000 മൊബൈൽ വിറ്റാൽ മതി ഷാവുൽ എന്ന് പറഞ്ഞ ഈ കൊല്ലം അടിച്ചു പൊളിച്ച് ജീവിക്കാൻ. ശരിയല്ലേ? അല്ലേ? അതാണ്. പക്ഷെ 10,000 മൊബൈൽ വിൽക്കുക എന്നുള്ളതല്ല നമ്മൾ പറയുന്നത്. നമ്മളെന്താ പറയുന്നത്? 10,000 ആളുകൾക്ക് അവരുടെ വർക്കുകൾ ഈസി ആവാനുള്ള ഗാഡ്ജറ്റ് അവർക്ക് കൊടുക്കുന്ന സോഷ്യൽ സർവീസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അവരെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വരും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. സോഷ്യൽ മൈൻഡ് സെറ്റ് ആണ് നമുക്ക് വരുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇപ്പം ഷാവുലിനോട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് എങ്ങനെ നിങ്ങളുടെ പ്രൊഫഷന് ഏറ്റവും എളുപ്പത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാം എന്ന രീതിയിൽ ഒരു വെബിനാർ വേണമെങ്കിൽ ഷാവുലിനോട്. അപ്പൊ ഷാവുലിനോട് പറയുന്നു 10 ടൈപ്പ് മൊബൈൽ ഫോണുകളുണ്ട്, 10 തരത്തിലുള്ള മൊബൈൽ ഫോൺ. ഒന്ന് പിന്നെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് ഉള്ളൊരു വിഭാഗം, പ്രൊഫഷണൽ ഡോക്ടേഴ്സിനെ പോലെ വക്കീലുമാരെ പോലെയുള്ള പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് കാറ്റഗറി മൊബൈൽ ഉണ്ട്, സാധാരണക്കാർക്കുള്ള ഒരു കാറ്റഗറി ഉണ്ട്, സ്റ്റുഡൻസിന് വേണ്ടി വേറൊരു കാറ്റഗറി. ഇങ്ങനെ 10 ടൈപ്പ് കാറ്റഗറി ഉണ്ട്. ഇത് വലിയ അവയർനെസ് ആണ്. ഈ പറയുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യും? ആ ഒരു അവയർനെസ് കേട്ടിട്ട് അവരുടെ പ്രൊഫഷൻ അനുയോജ്യമായ ഒരു മൊബൈൽ ഫോൺ വാങ്ങാൻ ശ്രമിക്കും. അത് ഏറ്റവും കുറഞ്ഞ ഏറ്റവും മാന്യമായ റേറ്റിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയോടുകൂടി അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ വിഷയം. ഞാൻ ഷാവുലിനോട് നിങ്ങളോട് പറയാനുള്ള കാരണം വെച്ചാൽ അതാണ് ഏറ്റവും ഡിഫിക്കൽട്ട്. പ്രൊഡക്റ്റ് ആണല്ലോ, അതാണ് ഏറ്റവും ഡിഫിക്കൽട്ട്. അത് മനസ്സിലാക്കാൻ ബാക്കി മനസ്സിലാക്കാൻ അതേ സ്ട്രീമിൽ തന്നെ നിങ്ങൾക്ക് പറ്റും. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ സ്ട്രീമിൽ മനസ്സിലാക്കിയാൽ മതി.
ഇനി നോക്കൂ നിങ്ങൾ അപ്ഡേറ്റ്സ്. അപ്ഡേറ്റ്സോ എന്താണ്? അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ആ ഒരാഴ്ച നിങ്ങൾക്ക് എത്ര അപ്ഡേറ്റ്സ്. Welcome to 360-degree BSOL Mastermind. Unlock your business growth potential with our expert community. അടുത്തതായിട്ട് ബിസോൾ. ബിസോൾ എന്ന് വെച്ചാൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുന്ന ഒരു സെഷൻ ബിസോൾ. ഇവിടെ നമ്മള് 100 കൂട്ടം പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ഇപ്പോ കരഞ്ഞ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രശ്നം എന്താണ്, അത് നിങ്ങൾ ഇവിടെ പറയുക, നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുക. അപ്പൊ ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാവരും അഗ്രഗണ്യന്മാരാണ്. ഇവർക്ക് നിങ്ങൾക്കൊരു റൈറ്റ് സൊല്യൂഷൻ തരാൻ കഴിയും. ഓക്കെ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് വെൽക്കം. കം ഓൺ, ലെറ്റ്സ് വെൽക്കം. ഓരോ സെഷനുകളും നിങ്ങളുടെ സോഷ്യൽ ഗോളുമായിട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ആണ്. ഓക്കെ, ഇനി അടുത്ത സോഷ്യൽ ഗോളാണ്. സോഷ്യൽ ഗോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അപ്ഡേറ്റ്സിൽ ആക്ച്വലി നമ്മൾ എന്റെ സോഷ്യൽ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവിടെ നിങ്ങൾക്ക് ഒരു ഡിഫിക്കൽട്ട് പാർട്ട് ഉണ്ടാവുമല്ലോ. അത് ആ ഡിഫിക്കൽട്ട് പാർട്ട് ചർച്ച ചെയ്യുന്നത് ബിസോളിലാണ്. ആ സംഭവത്തിന് സൊല്യൂഷൻ തരുന്നത് എവിടെയായിരിക്കും? അപ്ഡേറ്റ് സ്റ്റോക്കിലായിരിക്കും. ഓക്കെ, 14 ആളുകൾക്ക് എനിക്ക് എത്താൻ കഴിയുന്നില്ല, എനിക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല. അതിന് സൊല്യൂഷൻ എവിടെ ഉണ്ടാവും? അപ്ഡേറ്റ്സിൽ ഉണ്ടാവും. അത് നമ്മൾ അപ്ഡേറ്റ് ആവാത്തതുകൊണ്ടാണ്. നമുക്കാണ് കഴിയാത്തത്, ബാക്കിയുള്ള ആളുകൾക്ക് കഴിയുന്നുണ്ട്, പല ആളുകൾക്ക് നമ്മുടെ മേഖലയിൽ കഴിയുന്നുണ്ട്. അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള അവസരമാണ് അപ്ഡേറ്റ് ടോക്ക്. അതിന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന വ്യക്തികളാണ് നമ്മൾ അപ്ഡേറ്റ് ടോക്കിൽ നമുക്ക് കൊണ്ടുവരുന്നത്. അവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതാണ്. ഇത്രയും ആളുകളിലേക്ക് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അത്രയും ആളുകൾ എന്റെ ഗോൾ എനിക്ക് അച്ചീവ് ചെയ്യാൻ എന്ത് ചെയ്യുന്നില്ല, കഴിയുന്നില്ല. അപ്ഡേറ്റ്സിൽ നിങ്ങൾക്ക് എത്ര അപ്ഡേറ്റ്സ് ഇന്ന് കിട്ടിയെന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എത്ര അപ്ഡേറ്റുകൾ കിട്ടി, നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായ എത്ര അപ്ഡേറ്റുകൾ ഉണ്ട്. 10 കിട്ടി 10. അപ്പൊ ഓരോരുത്തരും നിങ്ങൾ ശ്രദ്ധിക്കും ഈ ആഴ്ച എത്ര കിട്ടിയെന്നുള്ളതാണ് അപ്ഡേറ്റുകൾ. അത് ചിലപ്പം അസ്ലമിന്റെ ടോക്കിൽ മാത്രമായിക്കോണമെന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ടോക്കിൽ മാത്രമായിക്കോണമെന്നില്ല. അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ എത്ര അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് കിട്ടി, അത് നമ്പർ എഴുതുക. ഈ നമ്പർ എഴുതുന്നതുകൊണ്ട് എന്താണ് കാര്യം എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും. ഇപ്പൊ നിങ്ങൾ ഗൂഗിൾ മീറ്റിലുള്ള ആൾക്കാരൊക്കെ വെറുതെ ഇങ്ങനെ കേട്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. വെറുതെ ഉണ്ടോ, അതുകൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങളൊരു പേനയും പേപ്പറും എടുത്ത് എഴുതിയാൽ മതി. ന്യൂറോ ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞൊരു മാജിക് ഉണ്ട്. അത് നിങ്ങൾ എഴുതുമ്പോൾ മാത്രം സംഭവിക്കുന്നതാണ് ഒരു സംഭവം. കാരണം അതുകൊണ്ടാണ് നമ്മൾ പല ആർക്കിടെക്ട്സും അവർ എന്തൊക്കെ അപ്ഡേറ്റ് വന്നാലും അവർ വരയ്ക്കും. ആ വരച്ച സാധനം നടക്കും. ഒരു ഡയറിയിൽ സംഭവം നിങ്ങൾ എഴുതി നോക്കൂ, ഒരു സാധനങ്ങൾ ഒരു പ്ലാൻ വരച്ചു നോക്കൂ, ആ വരച്ച സാധനം എന്താവും, മനസ്സിൽ പറഞ്ഞ സാധനം അവിടെ കിടക്കും. അപ്പൊ അതാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക്കിന്റെ മാജിക് എന്ന് പറയുന്നത്. അപ്പൊ നിർബന്ധമായിട്ട് നിങ്ങൾ എഴുതാൻ ഇതൊക്കെ നമ്മുടെ കുട്ടികളാണോ? ഓക്കെ, ആ നമ്പർ കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് റഫ് വർക്ക് ചെയ്യാനാണ് ആ ചെറിയ കോളങ്ങൾ. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചില ഓരോ സമയം പറയുന്ന സമയത്ത് ഒരു ടിക്കറ്റ് പോവാം, അല്ലെങ്കിൽ 1 ഇട്ട് പോവാം. അവസാനം കൂട്ടി ഒന്നിച്ച് എഴുതിയാൽ മതി. അല്ലെങ്കിൽ അത് പോയിന്റുകളുടെ അടുത്ത സോഷ്യൽ ഗോൾ നിങ്ങൾ എത്ര അച്ചീവ് ചെയ്തു, ഈ ഒരാഴ്ച എത്ര അച്ചീവ് ചെയ്തു, ആ നമ്പർ എഴുതുക. കഴിഞ്ഞ ഒരാഴ്ച എനിക്ക് എത്ര പേരെ ഈ പറയുന്ന എന്റെ വിഷനിലേക്ക് ക്ലോസ് ചെയ്യാൻ പറ്റി, അത് നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുക. ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത ആഴ്ച മുതൽ ഡെലിബറേറ്റ്ലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, ഇനി അടുത്ത സ്ട്രാറ്റജിക് നെറ്റ്വർക്കിംഗ് ആണ്. ഇപ്പൊ പുസ്തകം എടുത്ത് കറക്റ്റ് അതിന് വേണ്ടിയിട്ടുള്ള സാധനം ചെയ്യുന്നുണ്ട്, കറക്റ്റ് സംഭവം ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ എത്ര മൊബൈൽ ഫോണിൽ എത്ര നമ്പർ സേവ്ഡ് ആയി എന്നുള്ളത്. ഒരു നമ്പർ സേവ് ചെയ്യുന്നതിന് മുമ്പ് ഈ ആളോട് ഞാൻ എൻ്റെ സോഷ്യൽ ഗോൾ പറഞ്ഞിട്ടുണ്ടോ, ഇയാളുമായിട്ട് ഞാൻ എൻ്റെ വിഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യമാണ് ഡിസ്കസ് ചെയ്തത്, അതൊന്ന് നിങ്ങളൊന്ന് മനസ്സിലോർത്തുന്നുണ്ടാവും. വെറുതെ ഒരാളെ നമ്പർ സേവ് ചെയ്യുന്നത് പറഞ്ഞാൽ ഞാൻ ഇന്നതാണ്, എൻ്റെ ലക്ഷ്യം ഇതാണ്, ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നത്തെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ എനിക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, അപ്പോൾ നിങ്ങളെ എനിക്ക് ഫ്യൂച്ചറിൽ ആവശ്യം വരും, അല്ലെങ്കിൽ നമുക്ക് കൊളാബറേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ നമ്പർ സേവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. ഓക്കെ, ചാപ്റ്റർ ഓണേഴ്സ് നിങ്ങൾ വേറൊന്നും അറിയിക്കണം. നിങ്ങളെ ചാപ്റ്റർ ബിൽഡ് ചെയ്യുന്ന കാര്യം മാത്രം ആലോചിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ചാപ്റ്റർ ബിൽഡ് ചെയ്യുന്നതിനുമായിട്ട് കണക്ട് ചെയ്ത് ആലോചിച്ചാൽ മതി. ചാപ്റ്റർ ഓണേഴ്സ് അല്ലാത്ത ആളുകൾ സാധാ ലെവലിൽ ആലോചിക്കും. ചാപ്റ്റർ ഓണേഴ്സ് പക്കാ ചാപ്റ്ററിലൂടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ നിങ്ങളെ വിഷയം ബേസ് ചെയ്തിട്ടാണ് ചാപ്റ്ററുകൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ചാപ്റ്റർ ഓണേഴ്സ് അങ്ങനെ ചെയ്താൽ മതി. അല്ലാത്ത ആളുകൾ എന്ത് ചെയ്യുക, അവരുടെ നിലവിലുള്ള ആ ഗോളിനെ ബേസ് ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പോൾ സ്ട്രാറ്റജിക് നെറ്റ്വർക്കിംഗ് എത്ര കിട്ടിയെന്നുള്ളത് അതിൽ എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞ 4 തരത്തിൽ നിന്നും എത്ര പേരെ വീതം കിട്ടി. ഒരു കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും 8, 10 എന്നുള്ള നമ്പർ കൂടി എന്നുള്ളതാണ്. നമ്മൾ കൊമേഴ്സ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ചെയ്തോടുകൂടി എന്താ വെച്ചാൽ നിങ്ങൾ നിലവിലുള്ള നമ്പറുകൾ നിങ്ങൾ ഈ നെറ്റ്വർക്കിൽ ഇപ്പൊ നിങ്ങൾ എഴുതേണ്ടത്, പുതിയതായിട്ട് ഇതുവരെ അത് ചെയ്യാത്ത ആളുകളാണ് എഴുതേണ്ടത്. എന്താണ് ഇപ്പൊ നിങ്ങളെ കോൺടാക്ട്സ് എത്ര നമ്പർ ഉണ്ട്, പുതിയ ആൾക്കാർ അല്ലേ, സ്ട്രാറ്റജിക് നെറ്റ്വർക്ക്. ഇപ്പൊ നിങ്ങൾ കോൺടാക്ട്സ് ചെക്ക് ചെയ്യുക, അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. പിന്നെ ഓരോ ആഴ്ചയും എന്ത് ചെയ്യുക, അതിന്റെ എണ്ണം കൂട്ടി വരിക എന്നുള്ളത്. പിന്നെ നമ്മള് മറക്കൂല സംഖ്യ. അപ്പൊ ഇന്ത്യക്ക് തുടങ്ങിയപ്പോ ഏതാ സംഖ്യ നിങ്ങൾക്ക് കറക്റ്റ് അറിയാം, ഇപ്പോഴുള്ള എത്ര അറിയാം.
എൻ്റെ 10,015 അത് 10,000 1095 തുടങ്ങി. തുടങ്ങും. ഇപ്പോ 137 10,095 എത്രയായി? 1120. എത്ര കൂടി? അപ്പം 42. 42 കോണ്ടാക്ട്സ് ഇപ്പൊ ഈ സംഭവം തുടങ്ങിയതിനു ശേഷം പുള്ളിയുടെ നമ്പറിൽ കൂടിയത്. എന്റെ 25,650. അത് എഴുതി വെക്കാൻ എത്ര കൂടി നോക്കാം. അത് തുടങ്ങുമ്പോഴല്ലേ നിങ്ങൾ മുമ്പേ കഴിഞ്ഞ ആഴ്ച 25,550. 100 കൂടി 100 നമ്പർ കൂടിയോ? ഓക്കെ, നല്ല ഗ്രോത്ത് ആണ്, നല്ല ഗ്രോത്ത് ആണ്, ഗ്രേറ്റ് ഗ്രോത്ത്. അതിന് പ്രത്യേകം എന്താ അറിയോ? ആ 100 ഡോക്ടർ കൂടാൻ കാരണം പറഞ്ഞ ഡോക്ടർക്ക് ഡൽഹിയിലൊരു സബ്മിറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയല്ലേ കൂടിയത്? ഡോക്ടർ നിങ്ങൾക്ക് ഡൽഹിയിലുള്ള മീറ്റപ്പിലൂടെ നിങ്ങൾ നമ്പർ 100 ആക്കിയത്? ഈ ആഴ്ച കുറെ ഡൽഹിയിൽ മീറ്റപ്പിൽ പോയിരുന്നു. കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ കുറെ വലിയ ഡോക്ടേഴ്സിനെ കണ്ടിരുന്നു. ഒരുപാട് പേരെ കണ്ടിരുന്നു ഡൽഹിയില്, വലിയൊരു ആൾക്കാരെ. അപ്പൊ 100 പ്രത്യേകം എന്താ അറിയോ? 100 സ്റ്റാറ്റസും കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ നമ്പർ അവര് സേവ് ചെയ്യണം എന്നുള്ളതാണ്. അതാണ് കണ്ടീഷൻ അല്ലേ? ഇതൊക്കെ സംഭവം എന്താ 25,000 30,000 നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മുടെ സ്റ്റാറ്റസ് എത്ര ആൾ കണ്ടു എന്നുള്ള ഇമ്പോർട്ടന്റ് ആണ്. അത് അടുത്ത ജോലി അടുത്തിൽ വരും. അത് നമ്മൾ കുറെ ആൾക്കാരെ സേവ് ചെയ്തിട്ട് കാര്യമില്ല. പണി നടക്കുന്ന ഓല് നമ്മള് ഓല് സേവ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, ഇനി ഡിജിറ്റൽ ആൻഡ് ഫിസിക്കൽ വിസിബിലിറ്റി എന്ന് പറയുന്ന സെഗ്മെന്റ് ഉണ്ട്. ഡിജിറ്റൽ ആൻഡ് ഫിസിക്കൽ വിസിബിലിറ്റി ഇതില് അതില് സ്റ്റാറ്റസ് വരും. ഒരു കോളം നമ്മൾ ആ ചെറിയ ആ കോളം ഉണ്ട്, അതിൽ ഒന്നിലെങ്കിലും സ്റ്റാറ്റസ് എഴുതുക. നിങ്ങൾക്ക് സ്റ്റാറ്റസ് എത്ര പേര് കണ്ടു എന്നുള്ളത്. സ്റ്റാറ്റസ് 300. അപ്പൊ ആദ്യത്തെ കോളത്തിൽ അത് എഴുതുക. ഫസ്റ്റ് കോളത്തിൽ 5ാമത്തെ ഫസ്റ്റ് കോളല്ലേ, ഈ ചെറിയ കോളം മങ്ങിയ കോളല്ലേ നിങ്ങളത്, അതിൽ ഫസ്റ്റ് കോളത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ സ്റ്റാറ്റസ് വ്യൂ എത്ര ഉണ്ട് എഴുതുക. സ്റ്റാറ്റസ് വ്യൂ എഴുതി. അത് കഴിഞ്ഞിട്ട് അടുത്ത കോളത്തിൽ നിങ്ങൾ ഫിസിക്കൽ മീറ്റിംഗ്, കഴിഞ്ഞ ആഴ്ച എത്ര ഫിസിക്കൽ മീറ്റിംഗ് നിങ്ങൾ അറ്റൻഡ് ചെയ്തു എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ എത്ര ഫിസിക്കൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു എന്നുള്ളത്. അസ്ലമിന്റെ മീറ്റിംഗ് പോയല്ലോ, അതിൽ തന്നെ ആ 5ാമത്തേലുള്ള കാര്യമാണ് പറയുന്നത്. 5ാമത്തേന്റെ ഉള്ളില് ഉള്ള ആദ്യത്തെ കോളം റഫായിട്ട് എത്ര പേര് കണ്ടു എന്നുള്ളതാണ്. പിന്നത്തെ കോളത്തിൽ നിങ്ങൾ യൂട്യൂബില് എത്ര പേര് കണ്ടു, ഫേസ്ബുക്കിൽ എത്ര പേര് കണ്ടു, അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ എത്ര പേര് കണ്ടു. ഓരോ കോളം ഓരോന്നിനായിട്ട് നിങ്ങൾ ഉപയോഗിക്കാം. അത് ഏകദേശം ഒരു നമ്പർ നിങ്ങളെ സംഭവം ഇട്ട് കഴിഞ്ഞപ്പോൾ ആ ഒരു നമ്പർ നിങ്ങളുടെ മൈൻഡിൽ വേണം ഉണ്ടാവണം. കഴിഞ്ഞ ഒരാഴ്ച നിങ്ങളുടെ പോസ്റ്റുകൾ എത്ര പേര് കണ്ടു അത് നോക്കണം, നോക്കി വരണം. എണ്ണാൻ കഴിയുന്നതേ വളരുള്ളൂ, മെഷറബിൾ ആണ്. ഓരോന്ന് എഴുതിക്കോളി. 1,400 സംതിങ്. യൂട്യൂബിൽ ഇത്ര എണ്ണം, ഇൻസ്റ്റാഗ്രാമിൽ ഇത്ര, അത് ഓരോന്നും അതിൽ എഴുതുക. എന്നിട്ട് ടോട്ടൽ എന്ത് ചെയ്യാം? ടോട്ടലായിട്ട് ഉള്ളത് ഇതിനൊക്കെ നമുക്കൊരു ടാർഗറ്റ് ഉണ്ട് കേട്ടോ. ഇതിന് ഓരോന്നിനും നമുക്ക് ടാർഗറ്റ് ഉണ്ട്. സോഷ്യൽ ഗോളിന്റെ ടാർഗറ്റ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും. ഒരാൾക്ക് 858 ഇദ്ദേഹത്തിന് 1000 നിങ്ങൾക്ക് 1000 100 എനിക്ക് 100 ഇദ്ദേഹത്തിന് എത്ര 55. നിങ്ങൾ ഈ വർഷത്തിൽ 50 ഓരോരുത്തരും ഡിഫറെന്റ് ആണ് സോഷ്യൽ ഗോളിന്റെ ടാർഗറ്റ്. നമ്മളൊക്കെ എല്ലാത്തിനും ടാർഗറ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ സ്ട്രാറ്റജിക് നെറ്റ്വർക്കിന് ടാർഗറ്റ് 1000 നമ്മള് 1000 സ്ട്രാറ്റജിക് നെറ്റ്വർക്ക് 1000 നമ്മളെ ടാർഗറ്റ്. ഓക്കെ, പിന്നെ വിസിബിലിറ്റി എത്രയാണ്? കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്താണ്. ഈ വർഷം എത്രയാണ്? 1 മില്യൺ ആണ്. 10 ലക്ഷം ആളുകളാണ്. 10 ലക്ഷം വിസിബിലിറ്റിയിലേക്ക് എത്തിയാണ് വേണ്ടത്. അതിന് എല്ലാ മീഡിയസും ഉപയോഗിക്കാം. ഫിസിക്കൽ ഉപയോഗിക്കാം, സ്റ്റാറ്റസ് ഉപയോഗിക്കാം, വാട്സപ്പ് ഉപയോഗിക്കാം, ഫേസ്ബുക്ക് ഉപയോഗിക്കാം, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാം. ഇനി മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടി കൂടിയിട്ട് എന്ത് ചെയ്യണം? ഒരു മില്യൺ 10 ലക്ഷം ആളുകളിലേക്കാണ് എത്തേണ്ടത്. അപ്പൊ അതിന് വേണ്ടി ഓരോ ആഴ്ച എന്ത് ചെയ്യണം? മാഷെ എനിക്ക് ഡൗട്ട്. മാഷെ ഞാൻ ഡൽഹിയിൽ കഴിഞ്ഞ 4 ദിവസം പോയിരുന്നു. അപ്പൊ ഒരു 200 ഡോക്ടേഴ്സിനെ കണ്ടു. അതുപോലെ ഇന്നലെ ഒരു പ്രോഗ്രാമിൽ 10 ഡോക്ടേഴ്സിനെ കണ്ടു. പിന്നെ കഴിഞ്ഞ ആഴ്ച നമ്മളെ സൺഡേ പ്രോഗ്രാമിൽ 5-6 കണ്ടു. അപ്പൊ ഇതൊക്കെ എണ്ണ വെക്കാം, എങ്ങനെ എണ്ണ വെക്കാം? ഏകദേശം എണ്ണം കിട്ടുമല്ലോ ഓരോന്നിന്റെയും. അതെല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു കോളത്തിലാണ് കിട്ടുക. ഫിസിക്കൽ, അതൊക്കെ ഫിസിക്കൽ വിസിബിലിറ്റിയിൽ വരുന്നതാണ്. അപ്പൊ ഏകദേശം നമ്മൾ പങ്കെടുത്ത മീറ്റിങ്ങുകളുടെ ഏകദേശം നമ്പർ ഓവറായിട്ട് കൂടാൻ പാടില്ല. ഈ 4 പേര് മാത്രമല്ല, കല്യാണത്തിന് പോയി സൽക്കാരത്തിന് പോയി അതൊന്നും പറ്റില്ല. നമ്മളെ ഈ ഒരു വിഷനുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന സംഭവങ്ങൾ മാത്രം. എന്തിനാ അങ്ങനെ എഴുതാൻ പറഞ്ഞു വെച്ചാല് ഒരു മീറ്റിംഗ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ 30 സെക്കൻഡിൽ നമ്മുടെ വിഷൻ പറയാൻ ചാൻസ് ഉണ്ട്. അവിടെ പറയണമെന്നല്ല. അതിനിപ്പോ ഞാൻ പറയട്ടെ, നമ്മളിപ്പോ ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാലേ ഇപ്പൊ നമ്മള് പേഴ്സണലായിട്ട് ഇരുന്ന് സംസാരിക്കുന്ന വ്യക്തിത്വം ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് അത് ചെയ്താലോ? ഒക്കെ എഴുതാം.
ഓക്കെ ഏകദേശം നമ്പർ മൈക്കിൽ വെക്കുക. അല്ല അപ്പൊ നമ്മള് കല്യാണ പരിപാടിക്ക് തന്നെ പോയിട്ട് ഇതാ ഈ വിഷയം സംസാരിച്ചിട്ട് എഴുതാം, ധൈര്യമായിട്ട് എഴുതാം. ബസ്സിൽ പോകുമ്പോ അവരുടെ വിഷയം സംസാരിക്കണല്ലേ പബ്ലിക് പ്രോഗ്രാമിൽ പോയി നിങ്ങൾ പബ്ലിക്കിന്റെ മുമ്പിൽ പറഞ്ഞു. അപ്പൊ നിങ്ങൾ BNI പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ വിസിറ്റർ ആയിട്ട് പോയി BNI 150 ആളുടെ ഇപ്പൊ 100 ഞങ്ങളുടെ ചാപ്റ്ററിൽ ഏകദേശം 100 എത്രയാണ് 117 ആൾക്കാർ. നമ്മുടെ ചാപ്റ്ററിൽ എത്ര പേരുണ്ട്? 117 ആൾക്കാരുണ്ട്. അപ്പൊ 117 ആൾക്കാരുടെ മുമ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒറ്റ ദിവസം കൊണ്ട് എന്ത് ചെയ്യാം? 117 ആൾക്കാർക്ക് ഫിസിക്കലി എത്താൻ പറ്റും. അത് നിങ്ങൾക്ക് അവിടെ എഴുതാം. അല്ലല്ല, വിസിബിലിറ്റി അതൊക്കെ വിസിബിലിറ്റി അഞ്ചാണ് സംസാരിച്ചു കൊടുക്കുന്നത്. വിസിബിലിറ്റിയാണ് നമ്മളെ വിസിബിലിറ്റി കൂട്ടുന്ന സാധനങ്ങളാണ് പറഞ്ഞത്. അത് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ലിങ്ക്ഡിനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അതിനൊക്കെ കോളങ്ങളുണ്ട്. എത്ര കോൾ? 1 2 3 4 5 6 7 കോൾ. 7 തരത്തിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ വിസിബിലിറ്റി അതൊക്കെ ഉൾപ്പെടുത്താം. മൊത്തത്തിൽ എല്ലാം കൂടി അതിലേക്ക് കയറ്റാൻ പറ്റും. ആ ഒരു ആഴ്ച വന്നു ആഴ്ച എത്ര ഈ ആഴ്ച 100 ഫോളോവേഴ്സ് ആണെങ്കിൽ അടുത്ത ആഴ്ച 150 എഴുതാം. പക്ഷെ അപ്പൊ നമ്മൾ ഈ കോളത്തിന്റെ അവിടെ മോളിൽ ഇങ്ങനെ എഴുതിയേക്കണല്ലേ അല്ലെങ്കിൽ എങ്ങനെ ചെറുതായിട്ട് സൂചിപ്പിക്കാം. ചെറുതായിട്ട് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും. അത് അതില് പിന്നെ മാർക്ക് ചെയ്യാൻ പറ്റുമോ? അത് മാർക്ക് ചെയ്യുന്നുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഓരോരുത്തരും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ കുറെ ഉണ്ടാക്കേണ്ടി വരും. സ്പേസ് കുറവാണ്. ഇത് നമ്മൾ തന്നെ ആലോചിച്ച് എഴുതിയാൽ മതി. നമുക്കറിയുന്ന ഒരു ഇതുണ്ടല്ലോ, അത് ഓരോ നമ്മൾ എഴുതിയാൽ മതി. ഇങ്ങനെ ഇരുന്ന് ചെയ്യുമ്പോൾ നിങ്ങൾ സീരിയസ് ആവുള്ളൂ. ഇത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? നമ്മളത് അത് ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാനൊന്നും ചെയ്യാത്ത ആളായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഇയാള് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചുകൊണ്ട് എന്റെ കോൺടാക്ട്സ് 8 കൂടി 8 10 കൂടി. ഞാൻ ആരും നമ്പർ സേവ് ചെയ്തില്ല. അത് അങ്ങനെ മറന്നു പോലാണ്. അപ്പം ഈ ആഴ്ച ഞാൻ ചോദിക്കുന്നുള്ളതുകൊണ്ട് മാത്രം ഇയാളെ പേടിച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ വരെ ഈ പറയണ ഞാൻ വരെ. അപ്പൊ നിങ്ങൾ ചില ആൾക്കാർ ഡോക്ടർക്ക് നന്നായിട്ട് എന്ത് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. പറഞ്ഞ ശേഷം 100 പേരുടെ മുമ്പിൽ സേവും ചെയ്യിപ്പിച്ചു. കാരണം അത് കാണുന്നുണ്ട്. ഡോക്ടർ BNI വന്നാൽ പുതിയ വിസിറ്റേഴ്സ് ഒക്കെ വന്നാൽ ഒക്കെ നമ്പറും കാര്യങ്ങളൊക്കെ സേവ് ചെയ്യിപ്പിക്കുന്ന അതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. അപ്പം എന്താണ് അപ്പോഴേ നമ്മൾ ചെയ്യുള്ളൂ. ഇങ്ങനെ ഒരു ട്രാക്കിംഗ് അവിടെ ഉള്ളപ്പോഴാണ് നമ്മളത് ചെയ്യുള്ളൂ. അപ്പൊ അത് ഓക്കെ ആയല്ലോ. ഡിജിറ്റൽ ഫിസിക്കൽ വിസിബിലിറ്റി ഈ രണ്ടിലും നിങ്ങൾ മാക്സിമം ചെയ്യാന്നുള്ളതാണ്. ഇനി 6ാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജി സൊല്യൂഷൻ സിസ്റ്റം. എന്തെങ്കിലും സ്ട്രാറ്റജി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യാം. എന്തെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങളെ ആ ഒരു കണ്ണടയിൽ കാണാൻ പറ്റുന്നത് നിങ്ങൾ സ്ട്രാറ്റജി പഠിച്ചാൽ സ്ട്രാറ്റജി പറഞ്ഞാൽ എന്തെങ്കിലും ഐഡിയ കിട്ടി, നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടി, അത് നിങ്ങൾക്ക് കണക്റ്റഡ് ആയിട്ട് അത് എഴുതാൻ. അസ്ലം ഒരു സാധനം പറഞ്ഞു, പിന്നെ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഒരു സാധനം പറഞ്ഞു തന്നു. അതായത് നിങ്ങളുടെ ഒരു ഇത് എങ്ങനെയാണ് ട്രാക്ക് ചെയ്യുക, നിങ്ങളൊരു ഐഡിയ ആണ്. ആ സാധനം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഇവിടത്തെ കാര്യത്തിന് മാത്രമേ പറ്റുള്ളൂ അല്ല, അത് നിങ്ങൾ പല പ്രശ്നത്തിനുള്ള സൊല്യൂഷനാണ്. എന്ത് കാര്യവും നിങ്ങൾക്ക് കിട്ടിയൊരു സ്ട്രാറ്റജിയാണ്, സിസ്റ്റമാണ്. അതൊന്ന് ഞാനൊന്ന് പറഞ്ഞു, വേറൊന്ന് മുസ്തഫ വേറൊന്ന് പറഞ്ഞു, വേറൊന്ന്. അതിന് നിങ്ങൾക്ക് കിട്ടിയ സ്ട്രാറ്റജി സിസ്റ്റം ഒക്കെ നമ്പറിലൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഈ നമ്പർ എഴുതി കഴിഞ്ഞതോടുകൂടി നിങ്ങൾ ബ്രെയിൻ എന്തിനാണ് നിങ്ങൾ നമ്പർ ഓർത്ത് വെച്ച് എഴുതിപ്പിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ബ്രെയിൻ അലേർട്ടാവും. ഈ നമ്പർ കാണുമ്പോൾ 5 എണ്ണം കിട്ടിയോ, കിട്ടിയില്ലേ എന്നുള്ളൊരു ബ്രെയിൻ അലേർട്ടാവും. 5 എണ്ണം ഏതാണ്? അപ്പൊ ആ സാധനം ഗ്രാബ് ചെയ്യാൻ വേണ്ടി ബ്രെയിൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ്. 3 എണ്ണം എഴുതി കഴിഞ്ഞാൽ ബ്രെയിൻ അറിയണമെങ്കിൽ 3 എണ്ണം ഏതാന്നുള്ളത് നമ്മൾ പോലും അറിയാതെ ബ്രെയിനെ തപ്പിക്കൊണ്ടിരിക്കും. 3 എണ്ണം എഴുതി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കളവായിട്ട് എഴുതിയാലും ബ്രെയിന് കൺഫ്യൂഷനാണ്. ഈ 3 എണ്ണം ഏതാണ്, ഉണ്ടോ ഇല്ല എന്നുള്ള ബ്രെയിൻ ഇങ്ങനെ തെരഞ്ഞെടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സാധനം ആക്റ്റീവ് ആവും. അത് നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഈ സാധനം മാറും ഫോർമാറ്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ത്രൂ ഔട്ട് നിങ്ങൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് പറയാനുള്ള കാരണം അതാണ്. മിസ്സിങ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ ഇപ്പം നമ്മൾ സെലീക്ക് വന്നു, സെലീക്ക് അപ്ഡേറ്റ് ടോക്കിൽ വന്നിട്ട് ഇതെന്താ പരിപാടി എന്ന് നോക്കുന്നത്. കാരണം സെലീക്ക് ഇതുവരെ അപ്ഡേറ്റ് ടോക്കിൽ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ അതിന് ബെനിഫിറ്റ് പോയി കിട്ടണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മുതൽ ആ 6:29 മുതൽ 9 മണി വരെ നമ്മൾ കറക്റ്റായിട്ട് ഇരിക്കുമ്പോഴേ ഈ സാധനം കറക്റ്റായിട്ട് വർക്കാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മിസ്സൗട്ട്, നിങ്ങൾക്ക് ഒരു ഇത് ഫീൽ ചെയ്യും, ഒരു ഓക്കാർഡ്നെസ് ഫീൽ ചെയ്യും. അത് ഫീൽ ചെയ്യാതിരിക്കാൻ നിങ്ങൾ ഒരു നിമിഷം പോലും മിസ്സാകാം. ഇത് കംപ്ലീറ്റ്ലി 100% നിങ്ങളുടെ ബിസിനസ്സും നിങ്ങളുടെ ലൈഫും ട്രാക്ക് ചെയ്യുന്ന സംവിധാനമാണ്. ഇതൊരിക്കലും ഇവിടെ പഠിക്കുന്ന പരിപാടിയല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ചില ഇത് ഭയങ്കര റിപ്പീറ്റേഷനാണ്. ഇവിടെ റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല. നമ്മൾ പഠിക്കുന്ന കാലം കഴിഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കുക, ഏതെങ്കിലും ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കേണ്ട കാലം കഴിഞ്ഞു. ഞാൻ അത് നേരെ കൊണ്ടിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാലമാണ്. പഠിക്കാൻ ഒരാളും ചെയ്യുന്ന ഓരോ സ്ഥലത്തേക്കും വരില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ കുറെ ടീച്ചർമാരായിട്ടോ അല്ലെങ്കിൽ നമ്മൾ കുറെ ട്രെയിനർമാരായിട്ടൊന്നും ഇങ്ങനത്തെ കാലത്ത് കാര്യമില്ല. അത് കേൾക്കാൻ ആരും വരില്ല. കാരണം അതിനേക്കാളും ഷോറുള്ള സാധനങ്ങൾ അവൈലബിൾ ആണ് വേറെ. അപ്പോൾ ഓക്കെ, സ്ട്രാറ്റജി സൊല്യൂഷൻ സിസ്റ്റം ഓക്കെ, അത് കിട്ടിയല്ലോ. ഇനി ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ. നമ്മൾ ഈ ഒരാഴ്ച
നമ്മൾ എന്ത് ഇൻഫ്ലോ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത്. അപ്പം അത് നിങ്ങളിപ്പോൾ ഒരു ചാപ്റ്റർ ഓണർ ആണെങ്കിൽ ആ ചാപ്റ്റർ ത്രൂ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ എത്ര ഇൻഫ്ലോ ക്രിയേറ്റ് ചെയ്തു, എത്ര ഇൻഫ്ലോ നിങ്ങളുടെ ചാപ്റ്ററിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നു, നിങ്ങളുടെ ചാപ്റ്ററിലേക്ക് നിങ്ങളെ വിഷൻ ബേസ് ചെയ്ത് കൊണ്ടുവന്നു, അങ്ങനെ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ആ ഒരു വിഷൻ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര സംഭവങ്ങൾ ചെയ്തു, നിങ്ങൾ എത്ര മൊബൈൽ ഫോൺ നിങ്ങൾക്ക് ഇതേപോലെ വിൽക്കാൻ പറ്റി എന്നുള്ളത്, എത്ര ഇൻഫ്ലോ എന്ന് എഴുതുക. അത് കറക്റ്റ് പ്യുവർ ഇൻഫ്ലോ. ചാപ്റ്ററിൽ എല്ലാ ആളുകളാണ് ചാപ്റ്ററും കൂടി എക്സ്ട്രാ വരും. അല്ലല്ല, മൊത്തത്തിൽ നമ്മളെ വിഷനിലേക്ക് എത്ര വന്നു, ഇതൊന്നും ആരും 360 അതിന്റെ ലാഭം ചോദിക്കുന്നില്ല. ചാപ്റ്റർ ആകുമ്പോ ആ ചാപ്റ്ററിന് എക്സ്ട്രാ ഇൻകം വരും. അപ്പൊ നിങ്ങളൊരു ചാപ്റ്ററിന് ഉടമയാണെങ്കിൽ അതിലെത്ര ആള് വന്നു ചെയ്താ അതില്ലാത്തോണ്ടാണ് സോഷ്യൽ അല്ലല്ല, സോഷ്യൽ ഗോൾ എണ്ണാണ് വരിക. ഒരു എക്സാമ്പിൾ പറയാം. മുസ്തഫാനെ സംബന്ധിച്ച് പുള്ളിയുടെ 888 അത് കഴിഞ്ഞ ആഴ്ച 5 പേര് ജോയിൻ ചെയ്തിരുന്നു കരുതുക. അപ്പൊ നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ കൂടി പറ്റൂട്ടോ. ഈ സോഷ്യൽ ഗോളൊക്കെ ഡിക്ലെയർ ചെയ്യുമ്പോൾ 810 നേരത്തെ ഡോക്ടർ ചോദിക്കുന്നുണ്ടോ ആരോടോ ഞാൻ എന്ത് സപ്പോർട്ടാ ചെയ്തു തരേണ്ടത്, ആ സപ്പോർട്ടൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. 888 2 ഞാൻ ഈ ഒരു വർഷം എന്റെ 5 ഗോൾ എന്റെ വക ഉണ്ടാവും. ഷാവിനോട് പറയാം ഞാൻ 888 അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ വർക്ക് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് കൂടെ കാണണം. അപ്പോഴാണ് ബാക്കിയുള്ളവർക്ക് ആവേശം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ മുസ്തഫ പറഞ്ഞു ഈ ആഴ്ച ഞാൻ എന്റെ സോഷ്യൽ ഗോൾ 5 അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയോ? എത്രയാണ് അവിടെ ഒരാൾക്ക് എൻട്രി ഫീ? മിനിമം എത്ര? മിനിമം അല്ല, അവിടുത്തെ ഒരു ഐഡിയ ആണെങ്കിൽ 12,000. 12,000 രൂപയാണ് ഒന്നിന്റെ വാല്യൂ. അപ്പം 10 ഒന്ന് പറഞ്ഞാൽ എത്ര രൂപയോളം കയറിയിട്ടുണ്ടാവും, ഇൻഫ്ലോ കയറിയിട്ടുണ്ടാവും. 1,20,000 രൂപ അവിടെ കയറി. അപ്പൊ നമ്മളെ സപ്പോർട്ടോട് കൂടി നമുക്കും എന്ത് ചെയ്യാം, സന്തോഷിക്കാം. മുസ്തഫാന്റെ 5 പേരുടെ അത്രയും എമൗണ്ട് അവിടെ കയറാൻ ഞാനും കൂടി കാരണമായി. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇനി വേറൊരു കാര്യം പറഞ്ഞുതരാം. ചെറിയ എമൗണ്ടുകൾ വരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നമ്മളെ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റിയുടെ മീറ്റപ്പ് നടന്നു. ഏകദേശം 5,000 രൂപ 6,000 രൂപയോളം എന്ത് ചെയ്തു അവിടെ എന്ത് വന്നിട്ടുണ്ട്, ഇൻഫ്ലോ വന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ഇൻഫ്ലോ ആയിട്ട് എഴുതാം. അത് ആ ചാപ്റ്ററിലേക്ക് വന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അതേപോലെ തന്നെ കഴിഞ്ഞ മുമ്പത്തെ നമ്മൾ വിഷൻ ഡോക്ടേഴ്സ് വിഷൻ സെറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് അതിൽ നല്ലൊരു എമൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഇൻഫ്ലോ വന്നിട്ടുണ്ട്. അത് ആ ചാപ്റ്ററിലേക്കുള്ളതാണ്. ആ ചാപ്റ്ററിൽ വന്ന ഇൻഫ്ലോ ആണ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ചാപ്റ്റർ വരും. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഫസ്റ്റ് ചെയ്തതായതുകൊണ്ട് കുറച്ചധികം ഔട്ട്ഫ്ലോ പോയിട്ടുണ്ട് അല്ലേ? കുറച്ചധികം ഔട്ട്ഫ്ലോ പോയതുകൊണ്ട് നമുക്ക് അവിടെ പ്രോഫിറ്റിന്റെ എമൗണ്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഔട്ട്ഫ്ലോ ഇപ്പം 3,000 രൂപ വന്നു കഴിഞ്ഞാൽ പിന്നെ 3,000 രൂപ ഉണ്ടാവുള്ളൂ, നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. ഔട്ട്ഫ്ലോ കുറക്കുക, ഇൻഫ്ലോ കൂട്ടുക. ഇത് ഓരോന്നിലും ഇൻഫ്ലോയിലെ എമൗണ്ട് ആണ്. ഇൻഫ്ലോയിൽ എമൗണ്ട് തന്നെയാണ് വന്ന എമൗണ്ട്. അപ്പൊ ഇത് ഇവിടെ വെച്ചിട്ട് എങ്ങനെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യാൻ? ചിലപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കൊണ്ടുവന്നൊരു പുതിയ സാധനമാണ് എല്ലാവരോടും. കാരണം നമ്മൾ പറഞ്ഞൊരു സാധനമുണ്ട്. ഈ ഇൻഫ്ലോ കൂടാൻ നമുക്കൊരു ഒരു ചെറിയ സ്ട്രാറ്റജി നമ്മൾ വെച്ചു. അതായത് നിങ്ങൾക്ക് കിട്ടാനുള്ള ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? ആക്ച്വലി നമ്മൾ ആ ഒരു സംഭവത്തിലേക്ക് വരാനുള്ള പണമാണ്. ഓക്കെ, ആ ഒരു സംഭവത്തിലേക്ക് വരാനുള്ള പണമാണ്. ഓക്കെ, അപ്പൊ അത് അവിടെ ഇവിടെ കിടക്കുന്നുണ്ടോ? ഓക്കെ, നമുക്ക് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. അതായത് നമുക്ക് ആ ഒരു സംഭവത്തിലേക്ക് വരാനുള്ള പണം എവിടെയൊക്കെ കിടക്കുന്നുണ്ട് എന്നുള്ളത് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത ഒരു സാധനമാണ്, നമുക്ക് ആരൊക്കെ ഫണ്ട് തരാനുണ്ട് എല്ലാവരും എഴുതി എന്നുള്ളതാണ്. കുറേ ആൾക്കാർ എഴുതി. കിട്ടാക്കടം പോലും എഴുതി എന്നുള്ളതാണ്. കിട്ടാക്കടം ഉണ്ടെങ്കിൽ അത് വാങ്ങാനുള്ള മാർഗമുണ്ട്. മറിയല്ലേ അല്ലേ? മറിയല്ലേ? നിങ്ങൾക്ക് ശരിയായി കളക്ട് ചെയ്ത് തന്നില്ലേ? ഓക്കെ, ഫോളോ ചെയ്താൽ മതി. കിട്ടാത്ത പൈസ അവിടെ കിടക്കുന്നുണ്ട്. ഒരു 10 ലക്ഷം രൂപ ഒരാൾ തരുന്നില്ല. ഇന്ന് പേടിക്കണ്ട, അതിനുള്ള സംവിധാനം ഉണ്ട്. അതേപോലെ നമുക്ക് കിട്ടാനുള്ള ഓരോന്ന് എഴുതുക. എന്നിട്ട് നമുക്ക് ചോദിക്കാം ഇന്ന് അതിൽ എത്ര കിട്ടും. അതായത് ഈ ഒരാഴ്ച കിട്ടാനുള്ള എമൗണ്ടുകൾ എത്രയൊക്കെയാണ്, ഇൻഫ്ലോ വരാൻ സാധ്യതയുള്ള എമൗണ്ടുകൾ ലിസ്റ്റായിട്ട് നമ്മൾ എഴുതും. എന്നിട്ട് എന്ത് ചെയ്യും, അത് ഫോളോ ചെയ്ത് അത് ഇൻഫ്ലോ ആക്കി മാറ്റി. അടുത്ത ആഴ്ച ഇൻഫ്ലോ ആയിട്ട് വരണം. ഈ പറഞ്ഞ 10 ലക്ഷം ഓരോരുത്തരും എഴുതി. എത്രയാ അന്ന് എഴുതിയത്? പാരിസൊക്കെ എഴുതിയിരുന്നു. എത്ര അന്ന് എത്ര എഴുതിയിരുന്നു എമൗണ്ട്? 63,000. ഓരോരുത്തരും. സെലിംക്ക് എത്ര എഴുതിയത്? 80,000 അല്ലേ? പിന്നെ അന്ന് വന്ന ആരായിരുന്നു? ഷമീർ അന്ന് എത്ര എഴുതിയിരുന്നത്? ഷമീർ ഓർമ്മ ഉണ്ടോ? അന്ന് ഷമീർ കിട്ടാനുള്ള എമൗണ്ട്? ഷമീർ എത്ര ഇൻഫ്ലോ എഴുതി? എത്ര ഓർമ്മ ഉണ്ടോ കഴിഞ്ഞ മീറ്റിംഗില്? 50,000 കിട്ടാറുണ്ട്. ആ കേസല്ല 50,000 കിട്ടാണ്ടായിരുന്നു. 50,000 വേറെ എല്ലാം കൂടി കൂട്ടി എത്ര ഉണ്ടായിരുന്നു?
68% ബാക്കി നമ്മളെ പ്രൊഫഷണൽ വൈസ് ഏകദേശം ഒരു 25 അറൗണ്ട് അതുണ്ട്. അപ്പൊ ഇത്രയും എമൗണ്ട് ഉണ്ട് മൊത്തം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് പ്രോഫിറ്റ് മാക്സിമൈസർ. അതായത് ബിസിനസ്സിലെ ലാഭം വർദ്ധിപ്പിക്കുന്നതിന് സാമ്പത്തിക അച്ചടക്കം ഉറപ്പ് വരുത്തുന്നതിനുമായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തുന്ന ഒരു സെഗ്മെന്റ് ആണ് പ്രോഫിറ്റ് മാക്സിമൈസർ. അതിന്റെ ഇടയിൽ പോയല്ലോ ഇന്നത്തെ സെഷനിലെ ഇന്നത്തെ ഓറിയന്റേഷൻ ആണ്. വിസോക്കെ ഉണ്ട്, വിസോകളിലൊക്കെ പറഞ്ഞത്. ഓക്കെ, സെഷനുകളല്ല, നമ്മൾ സെഷനുകൾ എങ്ങനെ കുറെ കാലമായി നമ്മൾ സെഷൻ ചെയ്യുന്നത്. അപ്പൊ ഇൻഫ്ലോ കഴിഞ്ഞു, ഔട്ട് ഫ്ലോ. സെലിംക ഓറിയന്റേഷൻ ആണ്, അതുകൊണ്ടാണ്. ഓക്കെ, നമ്മൾ ക്ലാസ്സുകളിൽ കേട്ടിട്ട് കാര്യമില്ലല്ലോ, ഇത് നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണം ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ സെലിംകാരുടെ കൂടെ ഇരിക്കാൻ റെഡിയാവണം. അതല്ലാതെ നിങ്ങളെടുത്ത് വന്നിട്ട് നിങ്ങളെ പ്രോഫിറ്റ് ചെയ്യാനും മാക്സിമൈസ് ചെയ്താൽ സെലിംക നിങ്ങളെ സ്ഥാപനത്തിൽ വരുമോ? അതിന് സ്ട്രാറ്റജി പുള്ളിയുടെ കയ്യിലുണ്ട്. നിങ്ങൾ പുള്ളിയുടെ കൂടെ ഇരിക്കണം. അതിൽ എത്ര തവണ ഇരുന്നു ഈ ഒരു വർഷം? എന്നിട്ട് പ്രോഫിറ്റ് ഇല്ലേ ഫണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് ചെയ്യണം. കാരണം ഈ റിസോഴ്സ് ഇവിടെ ഉണ്ടായിട്ട് ഇത്രയും നല്ല റിസോഴ്സ് നിങ്ങൾ കയറി വരുന്ന വഴിക്കാണ് സെലിംകാരുടെ ഓഫീസ് ഉള്ളത്. അവിടെ അത് ചെയ്യാനും ചെയ്യിപ്പിക്കാനും ആൾക്കാരുള്ള സ്ഥാപനമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൽ വന്നിട്ട് അത് ട്രാക്ക് ചെയ്തപ്പോൾ മുസ്തഫാൻ നമ്മൾ ചെയ്യുന്നുണ്ട്, സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ചെയ്തു ചോദിച്ചു മുസ്തഫാനോട്, എന്തൊക്കെ മാറ്റപ്പാടോ വന്നും ചോദിച്ചോളൂ. ഒരാഴ്ചയായിട്ടുള്ളൂ. മുസ്തഫ പറഞ്ഞു എന്തൊക്കെ മാറ്റം വന്നു. നമ്മളിപ്പോ ജിമ്മ് തുടങ്ങിയിട്ട് സഞ്ജുല്ലേ സംഭവത്തിൽ ഒരു കൊല്ലത്തിൽ എത്ര ടോട്ടൽ എമൗണ്ട് നമ്മൾ റഫായിട്ട് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് അതിൽ ഈ ഒരു കൊല്ലം എത്ര ഇലക്ട്രിക് ബില്ല് വന്നു, എത്ര അതർ എക്സ്പെൻസ് വന്നു, എത്ര സാലറി കൊടുത്തു, അതുപോലെ എത്ര മെയിൻ്റനൻസ് വന്നു, ഇത് സെലിംക വന്നതിന് ശേഷമാണ് അത് കറക്റ്റായിട്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് എത്രയാണ് ഇൻകം വന്നത്, എത്രയാണ് നമുക്ക് സാലറി കൊടുത്തത്, എത്രയാണ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് വന്നത്, അല്ലെങ്കിൽ എന്താണ് നഷ്ടം കറക്റ്റായിട്ട് തന്നു. ഇപ്പം നമുക്ക് എന്തായാലും ഒരാഴ്ചക്ക്, ഒരു മാസത്തിന്, ഒരു കൊല്ലത്തിനുള്ള ബഡ്ജറ്റ് എടുത്തതിൻ്റെ ഇൻറ്റിഗ്രേറ്റഡ് ബഡ്ജറ്റിലെ ആ ബഡ്ജറ്റ് സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ കഴിഞ്ഞ ഇപ്പോൾ ഈ ജനുവരിയിൽ എത്ര സാലറി കൊടുത്തു എന്ന് അതിൽ ആഡ് ചെയ്യണം, എത്ര മെയിൻ്റനൻസ് വന്നു അതിൽ ആഡ് ചെയ്യണം. അതങ്ങനെ ആഡ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ലൈവായിട്ട് നമുക്ക് അപ്പം അറിയാൻ പറ്റും നഷ്ടമാണോ ലാഭമാണോ, ഈ കോലത്ത് പോയാൽ കൂട്ടണോ എന്നുള്ളത് നമുക്ക് ഒറ്റയ്ക്ക് അറിയാൻ പറ്റും. നല്ലൊരു ഇതാണ്. ഇതെന്താ ചെയ്തത്? ആക്ച്വലി ഇതിൽ ചെയ്തെന്താണ്, സെലിംകാരുടെ കമ്മ്യൂണിറ്റിയിൽ മുസ്തഫാന്റെ 4 പേരെ ഇവിടെ കൊണ്ടുവന്നു. കമ്മ്യൂണിറ്റി തുടങ്ങാനുള്ള കാരണം ഇൻഡയറക്റ്റ് ഇതാട്ടോ, 4 പേരെ കൂടിയാണ് ചാലുവായത് അല്ലേ? അതെ അതെ, ആ 4 പേരെ വെച്ചിട്ട് എന്താണ് സെലിംക്കും മുസ്ലിം തമ്മിലുള്ള എഗ്രിമെന്റ് എന്താണ്? ഈ 4 പേരെ എന്ത് ചെയ്യുക, 360 ഡിഗ്രിയുടെ കൊമേഴ്സ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യിപ്പിക്കുക. അതാണ് മുസ്തഫ ചെയ്യുന്നത്. സെലിംക്ക് തിരിച്ചെന്താ ചെയ്ത് കൊടുക്കുക, അതിന്റെ പ്രോഫിറ്റ് ഒരു 20% എന്ത് ചെയ്യുക, അവരുടെ സപ്പോർട്ടോടുകൂടി അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കറക്റ്റായിട്ട് എന്ത് ചെയ്യും, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നതാണ്. അത് ഇതേപോലത്തെ ഒരുപാട് സ്ട്രാറ്റജികൾ നമ്മുടെ ഡയറക്റ്റ്ലി പേഴ്സണലൈസ്ഡ് ആയിട്ട് തന്നെ അവിടെ ഉപയോഗിക്കുന്നതാണ്. അവരെ നമ്മളെങ്ങനെ ട്രാക്ക് ചെയ്യുക, കുട്ടികളെ അവരെ കറക്റ്റ് എല്ലാ ആഴ്ച നമ്മൾ ഈ പണികളൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതേ പണികൾ ഇവർ ഇവിടെ വന്ന് ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട്. ഓരോ ആഴ്ചയും വന്നിട്ട് ഈ നമ്മളെന്താണ് ചെയ്യുന്നത് ആ കാര്യങ്ങൾ കംപ്ലീറ്റ് ആ കുട്ടികൾ ചെയ്യുന്നത്. അതോടുകൂടി അവരും ട്രാക്ക് ആവും. എന്തെങ്കിലും മാറ്റം ഉണ്ട് അവർക്ക് അല്ലേ? മാറ്റം സംഭവിക്കുന്നുണ്ട്. അവരിൽ മാറ്റുന്നു. അവരാണ് ഈ പറയുന്ന വിഷണറി കോർ ടീം എന്ന് പറയുന്ന ആൾക്കാർ. അവരുടെ സ്ഥാപനം പോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനടുത്ത് ഞാൻ ചൊവ്വാഴ്ച വരുമ്പോൾ ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിക്കണം, ഓരെന്ത് ചെയ്തു എന്നുള്ളത് പറയണം. മീറ്റിങ്ങുള്ള ഗുണം എന്താ വെച്ചാൽ അവർ നമ്മളതായി നമ്മളെ വിട്ട് പോകില്ല എന്നുള്ളൊരു ഇത് എനിക്ക് വന്നു. പിന്നെ ആരാണ് നമ്മളെ കൂടെ ഉണ്ടാവുക, ആരാണ് ഇല്ലാത്തതെന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയേണ്ടത്. അതിലേ സത്യത്തിൽ ഇന്നലെ കഴിഞ്ഞ വർഷം ഞെട്ടിച്ചൊരു കാര്യം എന്താ വെച്ചാല്, നമ്മളതിൽ ഒരു ഓരോ സംഭവത്തിനും ഓരോ കോർഡിനേറ്റേഴ്സിന് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ബിൽഡ് ചെയ്ത് ചെയ്യുന്നുണ്ട്. വെറുതെ അനൗൺസ് ചെയ്തു ഇതിൻ്റെ ഒരു കോർഡിനേറ്റ്, ഇങ്ങനെ ഒരു 6-7 കോർഡിനേറ്റേഴ്സിന്റെ പേര് പറഞ്ഞിട്ട് ഇത് പൂർണ്ണമായിട്ട് 6 മാസത്തേക്ക് ഏറ്റെടുക്കാൻ തയ്യാറുള്ള എത്ര പേരെന്ന് വെച്ചപ്പോൾ ഒരാൾ എംജിബിൽ കുട്ടിയായിരുന്നു, ഒരാൾ 2 പേരുണ്ട്, ഒന്ന് കൊക്കോമിലൊരാളും ഒന്ന് എംജിബിലൊരാളും. അത് ധൈര്യസമയം ഏറ്റെടുത്തു എന്നുള്ളതാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അവർ ചെയ്യേണ്ട ഡ്യൂട്ടി അല്ല, അതിനൊരു ശമ്പളമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അവർ ഈ കൊമേഴ്സ് കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ ചെയ്യേണ്ട കാര്യമാണ്. അവർ അത്രയും എനർജറ്റിക് ആയിട്ട് അവർ ഏറ്റെടുക്കണം എന്നുണ്ടെങ്കിൽ അവർ ആ ആത്മാർത്ഥത കാണിച്ചു തുടങ്ങി എന്നുള്ളതാണ് എൻ്റെ തെളിവാണ്. മുസ്തഫാനെ സംബന്ധിച്ച് എംജിഎമ്മിൽ അവരുടെ റിസൾട്ട് ഉണ്ടാക്കാനുള്ള പണികൾ തുടങ്ങുന്നത് 2 ആഴ്ച അവർ നന്നായിട്ട് പണിയെടുത്തിട്ടാണ് ആ സാധനം സെലിംക സബ്മിറ്റ് ചെയ്തത്. സെലിംക പറഞ്ഞു ആ സാധനം കാണുമെന്ന് പറഞ്ഞു. നന്നായിട്ട് അവർ എന്ത് ചെയ്തു, അതുവരെ അത് അൽക്കുലാന്തി കണക്ക് ചെയ്തു. സെലിംക എങ്ങനെ അക്കൗണ്ട്സ് വരുന്ന സമയത്ത് അപ്പൊ അത് അതായത് തുണി അലക്കുമ്പോ നമ്മൾ കയ്യും വെളുക്കും പറഞ്ഞ വരി
ഈ പ്രോഫിറ്റ് മാക്സിമൈസർ എന്നുള്ള ഈ സംഭവത്തിലേക്ക് കയറുന്നതോട് കൂടി ഇതും സിസ്റ്റം ആവും, ഓട്ടോമാറ്റിക്കലി ആ അക്കൗണ്ട്സും സിസ്റ്റം ആവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് ഒരു ട്രാക്കിലേക്ക് ആക്കി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കാരണം നമ്മളെ കമ്മ്യൂണിറ്റി ഒരു വർക്ക് പ്രോഫിറ്റ് മാക്സിമൈസർ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കണമല്ലോ. അത് നമ്മൾ ഒരു പരിധി വരെ 2 ആഴ്ച കൊണ്ട് തന്നെ നമുക്കൊരു ട്രാക്കിൽ നമുക്കൊരു ക്ലാരിറ്റി വന്നു. ആദ്യത്തെ ആഴ്ച ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു, രണ്ടാമത്തെ ആഴ്ച വന്നപ്പോൾ ഏകദേശം ഒരു ക്ലാരിറ്റി വന്നു. ഇനി അടുത്ത ആഴ്ച ഈ സാധനം ഫോളോ ചെയ്താൽ മതി. ഈ സാധനം വെച്ചിട്ട് തന്നെയാണ് അവർ എന്ത് ചെയ്യുന്നത്, എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്, എക്സ്ട്രാ ട്രെയിനിങ്ങും കോച്ചിങ്ങും സലീം അവിടെ പോയി സാധനങ്ങളൊക്കെ ക്ലിയർ ആക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ട്രാക്കിങ്ങിൽ അവർ കറക്റ്റ് എന്ത് ചെയ്യണം, ഓരോ ആഴ്ച എത്ര ഇൻഫ്ലോ അവർ കൊണ്ടുവന്നു, എത്ര ഔട്ട്ഫ്ലോ അവർ കുറച്ചു, ഇത് ഇവിടെ കാണിക്കും എന്നുള്ളതാണ് പഠിച്ചത്. അപ്പോൾ 2 ഇൻഫ്ലോ ഔട്ട്ഫ്ലോ കിട്ടിയാലോ. ഈ എക്കോസിസ്റ്റം സ്കോർ എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിറ്റി, നിങ്ങളുടെ വിഷനെ ബേസ് ചെയ്ത് കമ്മ്യൂണിറ്റി എത്ര ആളുകളെ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിച്ചു എന്നുള്ളത് നമ്മൾ അവിടെ ചോദിക്കുന്ന ചോദ്യം തന്നെ. എന്നും റെഗുലർലി രാവിലെ നിങ്ങൾ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുന്നുണ്ടല്ലോ, ആ ഗൂഗിൾ ഫോമിൽ നമ്മൾ ചോദിക്കുന്ന സെയിം ചോദ്യം തന്നെ, എത്ര ആളുകളെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി, അത് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്കാണ് കേട്ടോ, അത് എത്ര പേര് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റി. അത് ഒരാൾക്ക് സെപ്പറേറ്റ് കമ്മ്യൂണിറ്റി ആക്കണമെന്നില്ല. നിങ്ങൾക്ക് ഈ വ്യാഴാഴ്ചത്തെ ജനറൽ കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ അത് ഫില്ലായതിനു ശേഷം എന്ത് ചെയ്യുന്ന സെപ്പറേറ്റ് കമ്മ്യൂണിറ്റി ഫില്ല് ചെയ്താൽ മതി. പക്ഷേ നിങ്ങളെ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് 4 തരത്തിലുള്ള ആൾക്കാരെ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒരു എക്കോസിസ്റ്റം, നിങ്ങളുടെ ഒരു ഓൺ എക്കോസിസ്റ്റം ബിൽഡ് ചെയ്ത് നിങ്ങൾ എത്ര പേരെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ്. അതാണ് നിങ്ങളവിടെ എഴുതേണ്ടത്. എത്ര ആളുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ പാർട്ടാക്കി കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ്. ഇപ്പോൾ സലീംഖാന്റെ കമ്മ്യൂണിറ്റി ആക്റ്റീവായി, ഡോക്ടറുടെ കമ്മ്യൂണിറ്റി ആക്റ്റീവായി, ടെക്സ്റ്റൈൽസ് കമ്മ്യൂണിറ്റി നമ്മൾ അതിന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, സ്റ്റുഡൻസിന്റെ കമ്മ്യൂണിറ്റി നമ്മൾ ആക്റ്റീവ് ആക്കി. അപ്പോൾ അതിലേക്ക് നമ്മൾ ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ഒരു വിഷണറി ടീം എത്ര പേര് വന്നു എന്നുള്ളതാണ് ഇതിൽ എഴുതേണ്ടത്. ഓക്കെ, യുവർ സ്റ്റാറ്റസ് നിങ്ങൾ ഇതിൽ ഏത് ഗണത്തിലാണ്, നിങ്ങൾ എക്കോസിസ്റ്റം വിസിറ്റർ ആണോ, എക്കോസിസ്റ്റം മെമ്പർ ആണോ, എക്കോസിസ്റ്റം ഓണർ ആണോ, എക്കോസിസ്റ്റം സപ്പോർട്ടർ ആണോ. എക്കോസിസ്റ്റം സപ്പോർട്ടർ എന്ന് പറഞ്ഞാൽ രാവിലത്തെ മീറ്റിംഗ് വരുന്ന ആളുകൾക്ക് അറിയാം എന്താണെന്നുള്ളത്. ഒരു എക്കോസിസ്റ്റത്തിനെ നിലവിലുള്ള എക്കോസിസ്റ്റം സപ്പോർട്ട് ചെയ്യാം. ECC ഓണർ ഒന്നേ ഉള്ളൂ, ഒന്ന് അവർക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. അത് എക്കോസിസ്റ്റം ഓണർ, സപ്പോർട്ടർ, വിസിറ്റർ, അത് ശരിക്കും പറഞ്ഞാൽ ECS കോർഡിനേറ്റർ ആണ് അവിടെ വരേണ്ടത്. ഒന്ന് കോർഡിനേറ്റർ ആണ്. ഇതിനകത്തിപ്പോ 2 പേരും കൂടെ കോർഡിനേറ്റേഴ്സ് ആയിട്ട് ഉണ്ടാവും. അവരുടെ പേര് എഴുതുക. പിന്നെ അടുത്ത ഒരു സംഭവത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പാഷൻ ബേസ് ചെയ്തിട്ട് ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾക്ക് ഡെവലപ്പ് ആവണമെന്ന് ശരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾ മെല്ലെ മെല്ലെ അതിന്റെ ഒരു എക്സ്പേർട്ട് ആക്കിയിട്ട് നമ്മൾ മെല്ലെ മാറ്റും. ആണോ നിങ്ങൾക്ക് താല്പര്യം, നെറ്റ്വർക്ക് ആണോ നിങ്ങൾക്ക് താല്പര്യം, വിസിബിലിറ്റി ആണോ താല്പര്യം, മെഡിറ്റേഷൻ ചെയ്യാനോ, മെഡിറ്റേഷൻ എന്നുള്ള ആ ഒരു മേഖലയാണ് താല്പര്യം, ഫിനാൻസിന്റെ മേഖലയാണ് താല്പര്യം, ലീഡർഷിപ്പ്. ഇങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ആണ് താല്പര്യമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ അസ്ലമിന്റെ കൂടെ അസ്ലമിന്റെ ഒരു ടോപ്പിക്കിനെ അസിസ്റ്റ് ചെയ്യുക, അസ്ലമിന്റെ കമ്മ്യൂണിറ്റിനെ സപ്പോർട്ട് ചെയ്യുക, അസ്ലമിന്റെ കൂടെ കുറെ കാര്യങ്ങൾ ചെയ്യാനും മെല്ലെ മെല്ലെ അസ്ലം ചെയ്യുന്ന പോലെ തന്നെ ഒരു ടോക്കറായിട്ട് നിങ്ങളെ മാറ്റും അതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ. ഓക്കെ, അതാണ് അതിൽ ചെയ്യാം. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ടോക്ക് ചെയ്യാനുള്ള അവസരം തരും, നിങ്ങൾക്ക് ടോപ്പിക്കുകൾ തരും, അതെങ്ങനെ പഠിക്കുക എന്നുള്ള സംഭവങ്ങൾ തരും. അസ്ലമിന്റെ കൂടെ അസ്ലമിന്റെ പോലെ തന്നെ ഒരാളാക്കിയിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ്. AIയിൽ നിങ്ങൾ പാഷനേറ്റ് ആണെങ്കിൽ മാത്രം ടിക്ക് ചെയ്യാം. ടിക്ക് ചെയ്ത് നിങ്ങളെ കണക്ട് ചെയ്യും, നോക്കിയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യും. അതാത് ആളുകളാണ് കണക്ട് ചെയ്യുക. ഫിനാൻസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, സലീംഖാന്റെ കൂടെ പ്രോഫിറ്റ് മാക്സിമൈസർ എന്ന് പറഞ്ഞാൽ ആ ഒരു കമ്മ്യൂണിറ്റിനെ പാർട്ടാക്കിയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാനും അതിന്റെ കൂടെ വർക്ക് ചെയ്യാനും അതിൽ ഇതേപോലെ സലീംഖ ഇല്ലാത്ത സമയത്തും അല്ലെങ്കിൽ സലീംഖാക്ക് എക്സ്ട്രാ സാധനം കൊടുക്കുക, ടോക്ക് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അവസരവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരും. നെറ്റ്വർക്കർ ആണെങ്കിൽ മുസ്തഫാന്റെ കൂടെ എന്ത് ചെയ്യും, നമ്മളെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്ന സ്ട്രാറ്റജി ഉണ്ടല്ലോ, ആളുകളെ കണക്ട് ചെയ്യുന്ന സംഭവങ്ങൾ, അതിന്റെ സ്ട്രാറ്റജി. അപ്പം മുസ്തഫാനെ കൺസൾട്ട് ചെയ്യാം, മുസ്തഫാന്റെ കൂടെ ഇടയ്ക്ക് മുസ്തഫാന്റെ ടോപ്പിക്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹയർ ചെയ്യാം. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിന്റെ അതിലൊരു കമ്മ്യൂണിറ്റി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. മെല്ലെ മെല്ലെ ആ കമ്മ്യൂണിറ്റിന്റെ പാർട്ടും ഒക്കെ ചെയ്യാൻ പറ്റും. വിസിബിലിറ്റി ആകുമ്പോൾ ഷമീർ ഇവരുടെ ടീമിൽ ലുക്മാനും ഷമീറൊക്കെ അടങ്ങുന്ന ടീമിന്റെ കൂടെ എങ്ങനെ ക്യാമറ ഉപയോഗിക്കാം, എങ്ങനെ വിസിബിലിറ്റി, എങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ടും കൂടി നമ്മൾ ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അത് നെക്സ്റ്റ് വീക്കിൽ വരും. അപ്പോൾ അയാളും ഇവരൊക്കെ ഒരു കമ്മ്യൂണിറ്റിയിലായിരിക്കും വരിക. അപ്പോൾ അവരെ ആ ഒരു രീതിയിൽ ഇപ്പോൾ കണ്ടില്ല, ഇപ്പം നമ്മൾ 3-4 ആൾക്കാർ ഇതിനകത്ത് സെറ്റ് ആയിട്ടുണ്ട്. അതേപോലെ ഓരോ സംഭവത്തിലും ആളുകൾ നമ്മൾ സെറ്റ് ചെയ്യും. ലീഡർഷിപ്പ് ആകുമ്പോൾ നമുക്ക് കമ്മ്യൂണിറ്റി ബിൽഡിംഗ്, ഞാൻ നടത്തുന്ന ടോപ്പിക് ഉണ്ടല്ലോ, ആ കമ്മ്യൂണിറ്റി ബിൽഡിംഗിൽ നമുക്ക് എങ്ങനെ ടീമിനെ ബിൽഡ് ചെയ്യാം, ആ ഒരു ടീമിനെ സെറ്റ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടത് ഞാനാണ് ലീഡ് ചെയ്യുക. അപ്പോൾ അതിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് എക്കോസിസ്റ്റം ബിൽഡിംഗ് ആണ് ശരിക്കും വരുന്നത്. മെഡിറ്റേഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് അതുപോലെ സൈക്കോളജിയിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇതേപോലെ ആളുകൾ മെഡിറ്റേറ്റ് ചെയ്തിട്ട് അവരുടെ മൈൻഡ് സെറ്റ് ഒക്കെ മാറ്റിയെടുത്ത് അവരുടെ വിഷനൊക്കെ കറക്റ്റ് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ട്. ഡോക്ടറുടെ കൂടെ ജോയിൻ ചെയ്ത് ഡോക്ടറുടെ കമ്മ്യൂണിറ്റി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രൂപത്തിൽ കമ്മ്യൂണിറ്റി ഡെവലപ്പായി വരുന്നുണ്ട്. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാം. ആ ഒരു പ്രോഗ്രാമിന്റെ ഒരു കോർഡിനേഷന്റെ പാർട്ടായിട്ട് പ്രോഗ്രാം നിങ്ങൾക്ക് ഒരു പ്രിവിലേജ് എൻട്രി കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, അങ്ങനെ ആ ഒരു സാധനം ഇടയ്ക്ക് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യേണ്ടി വരും ഡോക്ടർക്ക് പകരമായിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ ഡെവലപ്പാണ്, പേഴ്സണൽ ഡെവലപ്മെന്റ് താല്പര്യമുള്ള ആളുകളാണ് ഇത് തിങ്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഈ ഒരു ട്രാക്കറിൽ ഉണ്ടാകുന്നത്. ഇത് നിങ്ങൾ കമ്മ്യൂണിറ്റി സ്ട്രാറ്റജി ബിൽഡിംഗ് ടോക്ക്, അതായത് ശക്തമായിട്ടുള്ള ബിസിനസ് ബന്ധങ്ങൾ കൂട്ടായ്മകളും എങ്ങനെ കെട്ടിപ്പടുക്കുക, അതിന് എന്തെല്ലാം തന്ത്രങ്ങളാണ് ഉപയോഗിക്കേണ്ടത്, അതിനെ കുറിച്ചുള്ള ഒരു സെഗ്മെന്റ് ആണ്. ലെറ്റ്സ് ഗോ. ഓക്കെ, ഗൂഗിളിലുള്ള ആൾക്കാര് ഓക്കെ ആണോ? ജംഷി അവിടെ ഉണ്ടോ? ജംഷിയിലൊക്കെ കണ്ടിട്ട് കുറെ കാലായി. ഉണ്ടല്ലേ? തമ്പുന്നുണ്ട്. താങ്ക് യു. ഓക്കെ, ജംഷി വന്നതിന് ശേഷം കുറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ജംഷി നമ്മുടെ കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിന്റെ തുടക്കത്തിലുള്ള ആളാണ്. ജംഷിന്റെ ഏകദേശം നല്ല പരിപൂർണ്ണ അവസ്ഥയിലേക്ക് വരുമ്പോഴേക്ക് ജംഷിനെ കാണാനില്ല. ജംഷി സജീവമായിട്ട് അടുത്താഴ്ച മുതൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉണ്ടാവില്ലേ? അപ്പൊ ഇതില് ഞാൻ എക്കോസിസ്റ്റത്തിൽ ഞാൻ ഒരു കാര്യം ഉറപ്പ് നൽകാം. ബാക്കിയുള്ള കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ഏത് കമ്മ്യൂണിറ്റിയിൽ പോയാലും നിങ്ങൾ അവരുടെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യേണ്ടി വരും. അവരുടെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന പ്രോസസ്സിൽ JCL ആണെങ്കിൽ JCIന്റെ കമ്മ്യൂണിറ്റി JCക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരും. BNI ആണെങ്കിലും വേറെ ഏത് കമ്മ്യൂണിറ്റിയിൽ പോയാലും അവരുടെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന സംഭവത്തിനാണ് ഉണ്ടാവുക. ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചു നോക്കുക, കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത ആളുകളോടൊക്കെ ചോദിച്ചു നോക്കുക. ഇവിടെ നിങ്ങളെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ നമ്മൾ അങ്ങോട്ടാണ് സപ്പോർട്ട് ചെയ്തത്. നിങ്ങളെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ നിങ്ങളുടെ ഈ പറയുന്ന 4 തരത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ, നിങ്ങളുടെ ഒരു വലിയ വിഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ സഹായിക്കുന്ന ആ 4 തരത്തിലുള്ള ആൾക്കാരെ കൂട്ടിച്ചേർത്തുകൊണ്ട് നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ നമ്മൾ അങ്ങോട്ടാണ് സപ്പോർട്ട് ചെയ്തത്. അപ്പൊ സലീം ഖാന്റെ കമ്മ്യൂണിറ്റി ഓരോരുത്തരുടെ കമ്മ്യൂണിറ്റി ഓരോ രീതിയിലാണ് ബിൽഡ് ചെയ്തത്. സലീം ഖാന്റെ കമ്മ്യൂണിറ്റി നമ്മൾ എങ്ങനെയാണ് ബിൽഡ് ചെയ്തത്? സലീം ഖാന്റെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് ഒന്ന് മുസ്തഫാനെ അതിൽ ജോയിൻ ചെയ്യിപ്പിച്ചു. മുസ്തഫാന്റെ ടീം കോർ ടീമിനെ അതിൽ ജോയിൻ ചെയ്യിപ്പിച്ചു. മുസ്തഫാക്കും ബെനിഫിറ്റ് ആണ്, സലീം ഖാനും ബെനിഫിറ്റ് ആണ്. അവിടെ കൊളാബറേഷൻ നടന്നാണ് ഒരു കാറ്റഗറി ഏതാണ്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ പിന്നെ കൊമേഴ്സുമായി ബന്ധപ്പെട്ട ആളുകളെ നമ്മൾ എന്ത് ചെയ്ത് അതിലേക്ക് കൊണ്ടുവന്നു. അതിൽ എക്സ്പേർട്ടുകൾ നമ്മൾ കൊണ്ടുവന്നു. അപ്പോൾ അതൊക്കെ സലീം ഖാന്റെ വിഷനിലേക്ക്, സലീം ഖാർക്ക് നെക്സ്റ്റ് ലെവലിൽ പോകാനുമുള്ള ആളുകളെയാണ് നമ്മളവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ മേഖലയിൽ നമ്മുടെ വിഷനിലേക്ക് നമുക്ക് എത്താൻ നമ്മളെ സഹായിക്കുന്ന ആളുകളായിരിക്കും ഈ കമ്മ്യൂണിറ്റിന്റെ 90%. പക്ഷെ അവർ സ്വതന്ത്രമായിട്ടും അവരുടെ കാര്യങ്ങളും ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളായിരിക്കും. അവർക്കും ഇതേപോലെ വിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവർക്ക് 2 ഓപ്ഷനാണുള്ളത് കമ്മ്യൂണിറ്റിയിൽ വരുന്ന ആളുകൾക്ക്. ഒന്നെന്ത് ചെയ്യാം, നിങ്ങളുടെ വിഷനെ സപ്പോർട്ട് ചെയ്യാം, അതല്ലെങ്കിൽ അവർക്ക് സ്വതന്ത്രമായ വിഷനുമായിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, നിങ്ങളെ വിഷനെ സപ്പോർട്ട് ചെയ്യാം. അവർക്ക് പ്രത്യേകിച്ച് ഒരു വിഷനൊക്കെ അങ്ങനെ പവർഫുൾ വിഷന്റെ സെറ്റ് ചെയ്ത് പോകാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഈ 2 തരത്തിലുള്ള ആളുകളല്ലാതെ അതിൽ എക്സിസ്റ്റ് ചെയ്യൂല. അങ്ങനത്തെ ആളുകളെ മാത്രമേ നമ്മൾ ഇതിലേക്ക് എടുക്കുള്ളൂ. ഇതിലേക്ക് ഒരാൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷൻ സെറ്റ് ചെയ്തിട്ട് സ്വന്തമായിട്ടൊരു വിഷൻ സെറ്റ് ചെയ്തിട്ട് ഗോളൊക്കെ സെറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളവരെ മാത്രം, അതിന്റെ പ്രാധാന്യം അറിയുമ്പോൾ മാത്രമേ ഇതിന് ഉണ്ടാവുള്ളൂ. അല്ലാത്തവന് ഇതിന് സ്വാഭാവികമായിട്ട് കൊഴിഞ്ഞു പോകും. ഇനി വന്ന് ജോയിൻ ചെയ്താൽ പോലും അയാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അയാൾക്ക് അലസമായ ജീവിതമായിരിക്കും ഇഷ്ടം. അങ്ങനെ പോകുന്നവർക്ക് അങ്ങനെ പോകും. കുറച്ച് കാലം ഉണ്ടാവും, അത് സ്വാഭാവികമായിട്ടില്ല. ഇവിടെ വരുന്ന ആളുകൾ സ്ട്രോങ് ആയിട്ടുള്ള വിഷനുള്ള ആളുകൾ മാത്രമേ ഇതിലുണ്ടാവുക. ഓക്കെ, അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ ലേശം ബാക്കിലേക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊഴിഞ്ഞു പോക്ക് തുടങ്ങിയെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ കൊഴിഞ്ഞു പോക്ക് തുടങ്ങി, പകരം നിങ്ങൾ ഒരാൾ കൊഴിഞ്ഞു പോകുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ വരുമെന്നല്ല നിങ്ങൾക്ക് പകരം. അപ്പം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളുടെ മൈൻഡ് താഴേക്ക് പോകാൻ പാടില്ല, നെക്സ്റ്റ് ലെവലിലേക്ക് ചിന്തിക്കാൻ പാടില്ല. അല്ലെങ്കിൽ എന്താവും, സ്വാഭാവികമായിട്ട് നമ്മളിത് കൊഴിഞ്ഞു പോകും. കാരണം നിങ്ങൾക്ക് പിടിച്ചിക്കാൻ കഴിയില്ല. ഇത് പിടിച്ചിരിക്കുന്ന ആർക്കാണ്? ഇതിനെ സീരിയസ് ആയിട്ട് കാണുന്ന ആളുകൾക്ക് മാത്രമേ ഇത് പിടിച്ചിരിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾ അരികിൽ കൂടെ പോകുന്ന ആളുകളായിട്ട് മാറുന്നതാണ്. കാരണം ഇതിൽ മുഴുവൻ സെഷനും കൃത്യമായിട്ട് പങ്കെടുത്തവന് മാത്രമേ ഇതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. മുഴുവനും ഞാൻ ഒരു കാര്യം ഉറപ്പ് തരാം, നിങ്ങൾ മുഴുവൻ സെഷനിലും പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗോൾ സുഖമായിട്ട് അച്ചീവ് ചെയ്യും. അല്ലാത്ത പ്രാക്ടിക്കലി നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒരു ഗോൾ നിങ്ങളോട് സെറ്റ് ചെയ്യും. കാരണം നിങ്ങളെ കൊണ്ട് ഗോൾ അച്ചീവ് ചെയ്യിപ്പിക്കാൻ മാത്രമാണ് ഈ സെഷനുകളുള്ളത്. ഒരു സെഷനും അല്ലാത്തൊരു സെഷൻ ഉണ്ടാവില്ല. നിങ്ങളെ ഗോൾ അച്ചീവ് ചെയ്യിപ്പിക്കുക, നിങ്ങളെ ലൈഫിൽ നിങ്ങളുടെ ഡ്രീം എത്തിപ്പിടിക്കാൻ, എന്തോ ആവട്ടെ, ഒരു ബുഗാട്ടി വാങ്ങാനാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ബുർജ് ഖലീഫയിലെ ഒരു ഫ്ലാറ്റ് വാങ്ങാൻ, എന്ത് ഡ്രീമായിട്ട് നിങ്ങൾ വന്നോളൂ, അത് അച്ചീവ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ. അല്ലാത്തൊരു പ്രവർത്തനം ഇതിൽ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ അരികിലൂടെ പോകുന്ന ആളുകളാവണോ, അതായത് മെയിൻ സ്ട്രീമിൽ പോകണോ എന്ന് നിങ്ങൾ സ്വയം ആലോചിക്കുക. അരികിൽ പോകുന്ന ആളുകൾക്ക് അതിൻ്റെതായ കൊച്ചു ബെനിഫിറ്റുകൾ കിട്ടും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല.
കുറച്ച് നെറ്റ്വർക്ക് കുറെ ആളുകൾ സംസാരിക്കാം, ഒന്ന് എനർജി ആവാം, ഒന്ന് ഉഷാറാവാം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ ആള് കുറെ കാലം സസ്റ്റെയിൻ ചെയ്യില്ല, കുറച്ചാലും അത് കൊഴിഞ്ഞു പോകും. പക്ഷെ സ്ട്രോങ് വിഷനുള്ള ആൾക്കാരുണ്ടെങ്കിൽ അത് ഈ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കൺസൾട്ടന്റുമാരെയും ഒരുപാട് ബിസിനസ്സുകാരെയും കാണിച്ച് ഉറപ്പ് വരുത്തി ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എക്സിസ്റ്റ് ചെയ്യാനുള്ള ഒരു റിയൽ സംവിധാനം നിലനിൽക്കുക. നിങ്ങൾ എങ്ങനെ വായിച്ചാലും നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് നമ്മളത് ആറ്റിക്കുറിക്കുണ്ടാക്കിയ സാധനമാണ്. നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം എന്നുള്ള കാര്യം സംശയമില്ലല്ലോ. ക്ലാരിറ്റിയാണ് ഇവിടെ ആദ്യം ബിൽഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം എന്നുള്ള ആളുകൾക്ക് അപ്ഡേറ്റ് ആവും, നമ്മുടെ മേഖലയിൽ അപ്ഡേറ്റ് ആവണം എന്നുള്ള കാര്യം ഒരു സംശയമില്ലല്ലോ. ആർക്കും സംശയമുണ്ടോ? അപ്ഡേറ്റ് ആവാത്ത ആളുകൾ ബാക്കിലേക്ക് പോകും. അപ്പോൾ നിങ്ങളെ കൊണ്ട് അപ്ഡേറ്റ് ആവാൻ മടിയുള്ള ആളുകളെ പോലും ഇവിടെ വെച്ച് നിങ്ങൾ അപ്ഡേറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഇവിടെ വരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ആവാനും ഓരോ മേഖലയിലും എൻ്റെ മേഖലയിൽ അപ്ഡേറ്റ് ആവാനും അത് നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയും എന്ന് ഉറപ്പുള്ള ആളുകൾ നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾക്ക് സൂട്ടബിൾ അല്ല, നിങ്ങൾ അവിടുന്ന് സ്വന്തമായിട്ട് ചെയ്താൽ മതി. ഇതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിൻ്റെ ആവശ്യമില്ല. അത് കഴിയില്ല. അതായത് നമുക്ക് സ്വന്തമായിട്ട് അപ്ഡേറ്റ് ചെയ്യാനും സ്ഥിരമായിട്ടും സസ്റ്റൈനബിൾ ആയിട്ടും കണ്ടിന്യൂസ് ആയിട്ടും കൺസിസ്റ്റന്റ് ആയിട്ടും നിങ്ങൾക്ക് ഇത് തുടരാൻ കഴിയും എന്ന് ഉറപ്പില്ല എന്നുള്ള ആളുകൾ എന്ത് ചെയ്താൽ മതി? ജോയിൻ ചെയ്താൽ മതി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആഴ്ചയിൽ നടന്ന പുതിയ കാര്യങ്ങൾ അറിയണം, പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. അതേപോലെ സ്ട്രാറ്റജിക് നെറ്റ്വർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രാറ്റജിക് നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ ഇഷ്ടംപോലെ കമ്മ്യൂണിറ്റികളുണ്ട്. അപ്പോൾ നേരത്തെ ദിനേശോട് പറഞ്ഞ കല്യാണ വീട് പോലും നെറ്റ്വർക്ക് ഉണ്ടാക്കാനുള്ള സ്ഥലമാണ്. പക്ഷേ സ്ട്രാറ്റജിക് വിഷണറി നെറ്റ്വർക്ക് ഉണ്ടാക്കണമെങ്കിൽ അത് ഇവിടെ പറ്റും. സ്ട്രാറ്റജിക് വിഷണറി നെറ്റ്വർക്ക്, വിഷനുള്ള ആൾക്കാർ പവർഫുൾ. കാരണം ഓരോ വിഷനുള്ള ആൾക്കാരും ഭയങ്കര ബോണ്ടായിരിക്കും, ഭയങ്കര സ്ട്രോങ് കൊളാബറേറ്റേഴ്സ് ആയിരിക്കും. വിഷനുള്ള ആൾക്കാർ രണ്ട് വിഷൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സംഭവമായിരിക്കും. വെറുതെ ഒന്ന് ആലോചിക്കും, രണ്ട് വിഷൻ കണക്ട് ചെയ്യുക എന്നുള്ളത് അതിൽ ഭയങ്കര രണ്ടിലും ഭയങ്കര സാധ്യതയുള്ള ഒരു എക്സാമ്പിൾ പറയാണ്. പിന്നെ ദിനേശേട്ടൻ്റെ വിഷൻ എന്ന് പറഞ്ഞാൽ 50 ഫാമിലിക്ക് എന്ത് ചെയ്യാണ്, അവർക്ക് ഒരു സംരംഭം സാധ്യത, അതായത് ഡെയിലി വെയറിൽ സംരംഭം സാധ്യത. 50 സംരംഭം എന്ന് പറഞ്ഞാൽ ഇനിയുള്ള കാലത്ത് സംരംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പക്ക ഡിജിറ്റലായി. അപ്പോൾ 50 ഫാമിലി നിങ്ങൾക്ക് കിട്ടി. 50 ഫാമിലി ഫസ്റ്റ് ചെയ്യേണ്ട പണി എന്താണ്? അവർക്ക് നല്ലൊരു മൊബൈൽ ഫോൺ വേണമെന്നുള്ളതാണ്. കാരണം മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യാം. അപ്പം ദിനേശേട്ടൻ്റെ ആ ഒരു ഡ്രീമിന് പറ്റിയ രൂപത്തിൽ അങ്ങനെ ഡെയിലി വെയർ വിൽക്കാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള എല്ലാ സിസ്റ്റവും റെഡി ആക്കിയിട്ടുള്ള ഒരു എവർ റെഡി ഒരു ഫോൺ, അതായത് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് റെഡിയാക്കി നിങ്ങൾ ടീമിനെ വെച്ചിട്ട് ഷാൾക്ക് ശ്രദ്ധിക്കുന്നുണ്ടോ? അതായത് ഇ കൊമേഴ്സിന്റെ പ്ലാറ്റ്ഫോം പുള്ളിക്ക് ഇ കൊമേഴ്സ് ആണ് ചെയ്യേണ്ടത്. അതായത് പുള്ളിയുടെ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഈ 50 ഫാമിലിക്ക് വീട്ടിലിരുന്നു കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റണം, ഇത് സെയിൽ ചെയ്യാൻ പറ്റണം. അങ്ങനത്തെ 50 ഫാമിലി അതിന് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ഫോൺ, കസ്റ്റമൈസ്ഡ് ഫോൺ. നിങ്ങൾ 1-2 ആപ്പിലേക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ മതി, അതേ ചെയ്യുന്നുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് പറയാമെന്ത്, കസ്റ്റമൈസ്ഡ് ഫോർ ആർക്കാണ്? ടെക്സ്റ്റൈൽസ് കമ്മ്യൂണിറ്റിക്ക് കസ്റ്റമൈസ് ചെയ്തുണ്ടാക്കിയ മൊബൈൽ ഫോണാണ്. സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോൺ നമ്മൾ എടുത്തിട്ട് ഞങ്ങൾ സാധനങ്ങൾ പിന്നെ ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത സാധനമാണ്. അതിൽ വേണമെങ്കിൽ അവർക്ക് കണക്ട് ചെയ്യാനുള്ള 100 ആളുകൾ നമ്പറും സേവ് ചെയ്തു. അപ്പോൾ കസ്റ്റമൈസ്ഡ് ഫോണായി. ആ ഫോൺ എന്ത് ചെയ്യുക, 50 ഫാമിലിക്ക് ഉണ്ട്. 50 ഫോൺ വിറ്റുപോയോ? നമ്മൾ 50 ടീമിനും ഒരു ഡിവൈസ് കിട്ടിയോ? കണക്റ്റഡ്. ഇതാണ് ഒരു പവർഫുൾ കൊളാബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് രണ്ടോടെ നടക്കും ഒരേ സമയത്ത്. അത് എസ്റ്റാബ്ലിഷ് ചെയ്താൽ പിന്നെ 50 എന്താ 500 ആക്കും. അപ്പം 50 ഫോൺ കൊടുത്തത് 500 ഫോൺ. അത് സിസ്റ്റം ഫസ്റ്റത്തെ ഇത് സെറ്റ് ചെയ്യാൻ നിങ്ങൾ പുള്ളിനെ സപ്പോർട്ട് ചെയ്യും. കാരണം നിങ്ങളെയും കൂടി ആവശ്യമാണ്. മനസ്സിലായില്ലേ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ടെക്നോളജി ഇല്ല. ഈ സാധനം ഇവർക്ക് വൃത്തിയായിട്ട് ചെയ്തു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ടെക്നോളജി ഉള്ള കയ്യില്ല. ടെക്നോളജി പുള്ളിയുടെ കയ്യിലുണ്ട്. അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കൊളാബറേഷനായി. ഇതേ സാധനങ്ങൾ സുല്ലേട്ടിന് വെച്ച് ആലോചിച്ചോളൂ. സുല്ലേട്ടിന് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മേഖലയിൽ നിങ്ങൾ തമ്മിൽ കൊളാബറേറ്റ് ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം. ആ ഒരു സംഭവത്തിന് ബേസിക് സാധനം നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും, എല്ലാ സംഭവം. നിങ്ങളത് നേരെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. അപ്പോൾ ആ രൂപത്തിലുള്ള പവർഫുൾ കൊളാബറേഷൻസ് നിങ്ങൾക്ക് ഇവിടെ സാധ്യമാവും എന്നുള്ളതാണ് ഓരോ കാര്യങ്ങളും. അപ്പം അതിന് ഓരോ തരത്തിൽ നിങ്ങളെ പ്രശ്നങ്ങൾ നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഷോർട്ട് അനാലിസിസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എവിടേക്കാണ് നിങ്ങളുടെ സ്ട്രെങ്ത് കിടക്കുന്നത്, ആ സ്ട്രെങ്ത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ആ സ്ട്രെങ്ത് മാക്സിമം ചെയ്യാൻ വേണ്ടി നോക്കുക. എൻ്റെ സ്ട്രെങ്ത് അതാണ്, മാക്സിമം ആ സ്ട്രെങ്ത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. വീക്ക്നെസ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. എനിക്ക് ഈ പരിപാടി പറ്റില്ല, എനിക്ക് സംഭവം പറ്റില്ല. അപ്പം പകരം ആ വീക്ക്നെസ് ഉള്ള ഏരിയയിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ ആരെ കൊണ്ടുവരേണ്ടത്, സബ്സ്റ്റിറ്റ്യൂട്ടിനെ കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് അതിനെ പിന്നെ നിങ്ങളെ പിന്നെ കോർ ടീമിനെ കൊണ്ടുവരുന്നത്. ടീമിനെ കൊണ്ടുവരുന്നത് എവിടെയാണ്, നിങ്ങൾക്ക് വീക്ക്നെസ് ഉള്ള ഏരിയയിലാണ്. ആ ഏരിയ എനിക്ക് പറ്റില്ല, ഡ്രൈവ് ചെയ്യാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾ കഷ്ടപ്പെട്ട് ഡ്രൈവിങ് പഠിക്കണ്ട.
നിങ്ങൾ ആ സമയം എന്തെങ്കിലും നിങ്ങൾ മൊബൈലിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിക് ഡിസ്കഷനും കാര്യങ്ങളും മറ്റുള്ള മീറ്റിങ്ങുമായിട്ട് നിങ്ങൾ ഡ്രൈവറിന്റെ സൈഡിൽ ഇരുന്നോളൂ. ഇപ്പുറത്ത് ചെയ്യാം 15,000 റുപ്യ കൊടുത്തിട്ട് ഡ്രൈവർ വെച്ചോളൂ. അത് നമ്മൾ വീക്ക്നെസ് ആണ്, നമുക്ക് താല്പര്യമില്ലാത്ത മേഖലയാണ് ഡ്രൈവ് ചെയ്യാത്തത്. അപ്പൊ നമ്മൾ ഡ്രൈവറെ വെക്കുക. ഓക്കെ, അതേപോലെ ഓരോ മേഖല നമ്മളെ വീക്ക്നെസ് നമ്മൾ കണ്ടുപിടിക്കുക, അവിടെ എന്ത് ചെയ്യുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് പഠിച്ചെടുക്കാൻ നിൽക്കണ്ട. അപ്പൊ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നേരെ എന്ത് ചെയ്യുക, അസ്ലമിന്റെ ടീമിൽ നിന്ന് ഒരാളെ ഹയർ ചെയ്യുക. അവരെ നിങ്ങൾ ഏതെങ്കിലും ഇപ്പൊ നിങ്ങൾ കമ്മ്യൂണിറ്റി ആകുമ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, അവരെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അവർക്കും ഓപ്പർച്യൂണിറ്റിയാണ്, അവർ നിങ്ങൾ അല്ലാതെ നിങ്ങളെ സംരംഭത്തിലേക്ക് അവരെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, അതൊക്കെ നിങ്ങൾ സാലറി കൊടുക്കേണ്ടി വരും. കമ്മ്യൂണിറ്റി ആകുമ്പോൾ എന്ത് ചെയ്യും, അവർ പല രൂപത്തിൽ നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യും. കാരണം അവർക്ക് ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവരെ ഉപയോഗപ്പെടുത്തുന്നത്. അതാണ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുള്ള ഗുണം. ആ മേഖലയിലുള്ള എല്ലാ എക്സ്പേർട്ടുകളും നമ്മുടെ അണ്ടറിൽ മെല്ലെ മെല്ലെ ഉണ്ടാവും. അപ്പോൾ ഇതിനുശേഷം നമ്മൾ ടെക്സ്റ്റൈൽസ് കമ്മ്യൂണിറ്റിയിൽ ആ റെഗുലർ ആയിട്ട് നമ്മൾ സിസ്റ്റമാറ്റിക്കൽ പോകുന്ന സമയത്ത് ഒരുപാട് ഡിഫറെന്റ് ആളുകൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയല്ലോ. ഈവൻ പിടിച്ച് ഷീല കൊച്ചോസിന്റെ അടുത്ത് വരെ നമ്മൾ എത്തി, ഷാജു പോപ്പീസിനടുത്ത് നമ്മൾ എത്താൻ പറ്റി. അത് കമ്മ്യൂണിറ്റി ഉള്ളോട് മാത്രമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇന്ന സ്ഥലത്ത് സ്ഥാപനം നടത്തുന്ന ആളാണെന്നുണ്ട് ഇവരുടെ അടുത്തൊന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല. ഷീല മാഡം എന്തുകൊണ്ടാണ് ഒറ്റയടിക്ക് ഞാൻ റെഡിയാണെന്ന് പറഞ്ഞ് വരാനുള്ള കാരണം എന്താണ്, അവർക്കറിയാം ഇതിൽ ഭയങ്കര ഓപ്പർച്യൂണിറ്റി കിടക്കുന്നത്, നോ പറയാൻ പറ്റാത്ത സാധനമാണ്. അല്ലെങ്കിൽ അവർ സാധാരണ ഒരു പരിപാടിക്കും ഇൻവൈറ്റ് ചെയ്ത് വിളിച്ചാൽ തന്നെ പോകാത്ത ആളാണ്. പക്ഷെ നമ്മൾ ഈ സാധനത്തിൽ വിളിച്ചപ്പോൾ ജസ്റ്റ് പറഞ്ഞതിന് ആൾക്ക് സാധനം കത്തി. അല്ലെങ്കിൽ വീഗാട് പോലുള്ള വലിയ സംഭവത്തിൽ എന്തിനിപ്പോൾ മഞ്ചേരി കിടക്കുന്ന ദിനേശ് ചേട്ടനെ പോലുള്ള ഒരാളുടെ ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് അവർ അസോസിയേറ്റ് ചെയ്യണം. അതാണ് പവർ ഓഫ് എക്കോസിസ്റ്റം. അതാണ് പവർ ഓഫ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ രൂപത്തിൽ നമ്മൾ പറഞ്ഞു വന്നത് ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ഇനി ഒരു പ്രശ്നം വരുന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തരുടെ പ്രശ്നങ്ങളും അനലൈസ് ചെയ്യാനും അതിന് സൊല്യൂഷൻ കാണാനാണ് വി സോൾവ് എന്ന് പറയുന്ന സെഗ്മെന്റ്. ഓരോ ആഴ്ചയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ പ്രശ്നങ്ങളോടൊന്ന് അവതരിപ്പിക്കാം. അപ്പൊ അത് ഡിഫറെന്റ് ആംഗിളിൽ നിന്ന് അതിന് പരിഹാരം തരാൻ വേണ്ടിയിട്ട് ഓരോ ആളുകൾ ഇവിടെ റെഡിയാണ്. ഇനി എന്താണ്, ഇനി നിങ്ങൾക്ക് ഇൻഫ്ലോ നിങ്ങളെ പിന്നെ മണി ട്രാക്ക് ചെയ്യുന്ന സംവിധാനം, അത് എക്കോസിസ്റ്റത്തിന്റെ പാർട്ടാണ്. നിങ്ങളിവിടെ വരുന്ന ആളുകൾ നിങ്ങൾ ഇത്ര ഇൻകം ആയിരുന്നു നിങ്ങൾക്ക് കിട്ടിയിരുന്നത്. ഇവിടെ നമ്മൾ നിങ്ങൾ ഈ ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമാണ് ഷുവർലി ഓഫർ ചെയ്ത് 37 ലക്ഷം രൂപ ഉണ്ടാക്കാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു 37 ലക്ഷം രൂപ ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ സെറ്റാണ്. പക്ഷെ നിങ്ങളൊരു വില്ലിംഗ് ആണ്. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്നെ കണക്ട് ചെയ്യാം. ഞങ്ങൾ സിസ്റ്റം സ്ട്രാറ്റജി ഞാൻ പറഞ്ഞുതരാം. പക്ഷെ നിങ്ങൾ അതിലേക്ക് വില്ലിംഗ് ആണ്. അത് വെറുതെ 37 ലക്ഷം രൂപ തരുമെന്നുണ്ടെങ്കിൽ വന്നിട്ട് കാര്യമില്ല. നിങ്ങളുടെ വിഷനിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡി ആവും. നിങ്ങളുടെ വിഷൻ, എന്റെ വിഷനിൽ നിങ്ങൾ വർക്ക് ചെയ്യണ്ട, എന്റെ വിഷനിൽ വർക്ക് ചെയ്യണ്ട, നിങ്ങളുടെ വിഷനിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡിയാവും. നിങ്ങളുടെ വിഷനിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡിയാവും. അത് ന്യൂജൻ സിസ്റ്റം അനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡിയാവും. അത് സത്യ ആൾക്കാർ വളരെ ഉഷാറായിട്ട് ചെയ്യുന്നുണ്ട്. ഡോക്ടർ എന്ന് പറഞ്ഞാൽ അത് വീണ്ടും പറയിപ്പിക്കണ്ടല്ലോ അല്ലേ? ഡോക്ടർ എന്താ പറഞ്ഞത്, എനിക്ക് സാധാ രോഗികളെ കൺസൾട്ട് 10 വർഷം ചെയ്താൽ ഈ ഒരു എമൗണ്ടിലേക്ക് എനിക്ക് എത്താൻ പറ്റില്ല. പക്ഷെ ഈ സിസ്റ്റം പ്രകാരം എനിക്ക് 2 ആഴ്ച കൊണ്ട് 3 ആഴ്ച കൊണ്ട് ഈ ഒരു എമൗണ്ടിലേക്ക് എനിക്ക് എത്താൻ പറ്റും. പ്രൂഫാണത്, തെളിവാണത്. അത് ഏത് രീതിയിൽ വേണമെങ്കിലും സ്വതന്ത്രമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ട് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യാം. നമ്മൾ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത പറഞ്ഞാൽ അതിൽ ഒരു 9 ടൈപ്പ്, ഞങ്ങൾ കൊമേഴ്സ് കമ്മ്യൂണിറ്റി നമ്മൾ എഴുതിയ സമയത്ത് നമ്മൾ 9 കാറ്റഗറി ആളുകളെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് നമ്മളെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അത് എക്കോസിസ്റ്റം ആയതുകൊണ്ട് 9 കാറ്റഗറി ആൾക്കാർ. ആരൊക്കെയാണത്? ഡയറക്റ്റ് ബിസിനസ് ഓണേഴ്സ് മിക്കവാറും കമ്മ്യൂണിറ്റിയിൽ ഓക്കെയാണ്. വിഷനുള്ള നല്ല ക്വാളിറ്റി ഉള്ള ബിസിനസ് ഓണേഴ്സ് എല്ലാ കമ്മ്യൂണിറ്റിയിലും ആപ്റ്റാണ്. ആപ്റ്റാണോ ദിനേശ് ചേട്ടാ? കറക്റ്റ് അല്ലേ? ബിസിനസ് ഓണേഴ്സ് എല്ലാവരും ആപ്റ്റല്ലേ? എല്ലാ റീറ്റെയിലേഴ്സും എല്ലാ ഹോൾസെയിലേഴ്സും എല്ലാ ബിസിനസ് ഓണേഴ്സും ആപ്റ്റാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന ആൾക്കാർ, ആ ഒരു ബിസിനസ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പം നിങ്ങളെ സംബന്ധിച്ചാണ് സർവീസ് മേഖലയിലുള്ള ആൾക്കാർ, ഇത് സർവീസ് ചെയ്യുന്ന ആൾക്കാർ, അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ മറ്റുള്ള ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന ആൾക്കാർ, ഇവർ അടുത്തൊരു കാറ്റഗറിയാണ്. ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ഇത് പഠിക്കാൻ റിയലി ഇതൊരു കോഴ്സ് പോലെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, ഈ കമ്മ്യൂണിറ്റിയുടെ പാർട്ടാവും. ഇനി അതേപോലെ തന്നെ ഇത് പിന്നെ ഇതിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ഈ ഒരു മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ഇവരൊക്കെ ഈ എക്കോസിസ്റ്റത്തിന്റെ പാർട്ടാക്കാൻ പറ്റും നമുക്ക്. പക്ഷെ അവർക്ക് കറക്റ്റ് ഓറിയന്റേഷൻ കൊടുത്താലേ ട്രാക്കിൽ കിട്ടുള്ളൂ. ഓറിയന്റേഷൻ കൊടുക്കാൻ വന്നു കഴിഞ്ഞാൽ അവർ അലൈൻഡ് ആവില്ല. അവർക്ക് ഈ രൂപത്തിലാണ് പോകേണ്ടതെന്നുള്ള ഒരു കൃത്യമായിട്ട് ഓറിയന്റേഷൻ കിട്ടിയാലാണ് അവർക്കും ഇതൊന്നും ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയാണ് പോകേണ്ടത്, ഈ രീതിയിലാണ് പോകേണ്ടത്, കറക്റ്റായിട്ടുള്ള ഓറിയന്റേഷൻ നമുക്ക് കൊടുക്കാൻ കഴിയും. അതാണ് ഈ എക്കോസിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ ബിസിനസിന്റെ ഓരോ സ്റ്റെപ്പും. ഇതല്ലാതെ വേറൊരു സാധനം ഓണർ ലെവലിലുള്ള ആൾക്കാരും കോർ ലെവലിലുള്ള ആൾക്കാരും ചെയ്യാനില്ല എന്നുള്ളതാണ്. അതാണ് യൂസുഫ് അലി ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അതാണ് എലോൺ മസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാളും ഇതേപോലെ സ്ട്രാറ്റജിക് നെറ്റ്വർക്കാണ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാളും സ്ട്രാറ്റജിക് വിസിബിലിറ്റിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാളും ഇതേപോലെ തന്നെ ഓരോ ആഴ്ചകളും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതല്ലാത്തൊരു കാര്യം അവർ ചെയ്യണമെന്ന് പറയുന്നത് ഒരു ഓണർ ലെവലിലുള്ള കോർ ടീം ലെവലിലുള്ള കാര്യങ്ങൾ നമ്മളിവിടെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പ്രാക്ടിക്കലി ചെയ്യുന്നത് അല്ലാതെ വേറെ നിങ്ങൾ കാര്യം ഉണ്ടെങ്കിൽ പറഞ്ഞു അറിയാൻ വേണ്ടി ചോദിക്കട്ടോ. ഞങ്ങൾ വെല്ലുവിളിക്കുന്നല്ല, ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആഡ് ചെയ്യണം എന്ന് വെച്ചിട്ടാണ്. ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ മുസ്തഫയുടെ ഡിസ്കസ് അതില് സെലക്ടൊക്കെ ആഡ് ചെയ്യാനുള്ളതേ. അപ്പൊ നമ്മളെ തിങ്കിങ്ങും അവരെ തിങ്കിങ്ങും നമ്മൾ ഭയങ്കര ഡിഫറൻസ് ഉണ്ടായി. എലോൺ മസ്ക് തിങ്ക് ചെയ്യുന്നത് നമ്മൾ തിങ്ക് ചെയ്യുന്നത് അതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അയാളെന്താ ചെയ്യാൻ പറ്റുക? എലോൺ മസ്ക് തിങ്ക് ചെയ്യുന്നത് അയാളുടെ പാഷനെയും അയാളുടെ റിസോഴ്സുകളെയും ബേസ് ചെയ്തിട്ടാണ് അയാൾ തിങ്ക് ചെയ്യുന്നത്. നമ്മൾ തിങ്ക് ചെയ്യേണ്ടത് നമ്മളെ പാഷനെയും നമ്മളെ റിസോഴ്സുകളെയും ബേസ് ചെയ്തിട്ടാണ്. അല്ല, എലോൺ മസ്ക് തിങ്ക് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ തിങ്ക് ചെയ്യണമെന്നില്ലല്ലോ. എലോൺ മസ്ക് തിങ്ക് ചെയ്യുന്നത് അയാൾക്ക് ടെക്നോളജി ഭയങ്കര ഇഷ്ടമാണ്, അയാൾക്ക് AI ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ ഒരു രംഗത്തുള്ള തോട്ട് പ്രോസസ്സാണ് അയാളുടെ തോട്ട് പ്രോസസ്സ് ആ ലെവലിലാണ്. നമ്മൾ തിങ്ക് ചെയ്യേണ്ടത് നമ്മളുടെ പാഷനും നമ്മുടെ റിസോഴ്സും നമ്മുടെ നോളജുമാണ്. നമ്മുടെ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? നമ്മുടെ നോളജും നമ്മുടെ എക്സ്പീരിയൻസും നമ്മൾ ഇത്രയും കാലം ഉണ്ടാക്കിയിരുന്ന സംഭവമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോയത് ഇന്നലെ ഇപ്പോൾ ഷമീറിന്റെ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഞാൻ ഈ പോണ ആ റൂട്ടിൽ കൂടെ തന്നെയാണ് പോകുന്നത്, പുതിയ മേഖലയിലേക്ക് മാറണോ? അത് ഒരു ചിന്തയാണ്, ഒരു ചിന്ത ചോദിച്ചാണ്. അതല്ല ഒരു ജസ്റ്റ് കുറേ സംസാരം എടുക്കുക ഒരു സംസാരമാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ നമ്മളുടെ മേഖലയിൽ നിന്ന് മാറേണ്ട ആവശ്യമില്ല. നമ്മുടെ മേഖലയിൽ നിന്ന് നമ്മുടെ മേഖല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് റിസോഴ്സ് ആണ് നമ്മളെ സംബന്ധിച്ച്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സാണ്. കാരണം അവിടെയാണ് നമ്മുടെ കയ്യിൽ മാക്സിമം അറിവുള്ളത്. ഷാവുൽ നാളെ മുതൽ ഒരു ഫിറ്റ്നസ് ട്രെയിനറായിട്ട് മാറിയാൽ കണ്ടോ, അവിടെ ഷാവുൽ നോളജ് 0 ആണ്, എക്സ്പീരിയൻസ് 0 ആണ്. ഷാവുൽ ആ മേഖലയിലെ ആളുകളുമായിട്ടുള്ള ബന്ധം നെറ്റ്വർക്ക് 0 ആണ്. ആ മേഖലയിൽ ഷാവുൽ വിസിബിലിറ്റി 0 ആണ്. എന്തിന് ഷാവുൽ അതിലേക്ക് പോകണം? എന്നാൽ ഷാവുൽ മൊബൈൽ ഫീൽഡിൽ ഷാവുൽ ഇത് മുഴുവനുണ്ട്. നോളജ്, നല്ല നോളജ് ഉണ്ട്, എക്സ്പീരിയൻസ്. ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ആക്ച്വലി എന്താ ചെയ്യേണ്ടത്? രീതി മാറ്റണം, സ്റ്റൈല് മാറ്റണം. നമ്മൾ ഈ സംഭവം ഇതേ രൂപത്തിൽ കടയിട്ടിട്ട് ഇരിക്കുന്ന ഒരു സംവിധാനം മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് പ്രശ്നം. അത് മാറ്റും, അതിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തി നോക്കുക, പുതിയ രീതികൾ പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അല്ലാതെ നമ്മൾ ഒരിക്കലും നമ്മൾ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് എന്നുള്ള സാധനത്തിൽ മാറ്റരുത്. അത് പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ കൊടുക്കണം എന്നുള്ളതാണ്, കാലഘട്ടത്തിനനുസരിച്ച് മാറ്റണം എന്നുള്ളതാണ്. അതിന് ഏറ്റവും മികച്ച ഒരു സിസ്റ്റമാണ് അതിൻ്റെ എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളത്. എക്കോസിസ്റ്റം ബിൽഡ് ചെയ്താൽ പിന്നെ നമുക്ക് ഏത് രൂപത്തിലേക്ക് എളുപ്പത്തിൽ മാറ്റാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ എക്കോസിസ്റ്റം ബിൽഡ് ചെയ്തെന്ന് കൂട്ടുക, 100 പേര് ഈ ടൈപ്പിലുള്ള എല്ലാ ആൾക്കാരും കൂടി ചേർന്ന ഒരു ടീമാണ് ബിൽഡായെന്ന് കരുതുക. പിന്നെ നിങ്ങൾക്ക് അതിൽ എന്ത് ബിസിനസ്സും ഏത് രൂപത്തിലും തുടങ്ങാൻ പറ്റും. എങ്ങനെ തുടങ്ങാൻ പറ്റും? എളുപ്പമാണ്. പിന്നെ ഇതിന്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ചാപ്റ്ററിന്റെ എക്സ്പാൻഷൻ മാത്രം നോക്കിയാൽ മതി. ആ ചാപ്റ്ററിൽ നമ്മൾ ചെയ്യേണ്ട ബിസിനസിന്റെ ഒരു മോഡൽ ചെയ്യും. ഇപ്പോൾ ഒരു ചാപ്റ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് മനസ്സിലായി 5 ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാനുള്ളത് ഒരു ചാപ്റ്റർ മതി എന്ന് മനസ്സിലായി. 5 ആണ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ 10 ചാപ്റ്റർ ഉണ്ടാക്കിയാൽ മതി. 10 ചാപ്റ്റർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ 50 എന്നുള്ള ആ നമ്പർ ഒരു ചാപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് 5 നിങ്ങളുടെ ഗോൾ എന്താണ്? 50 കുടുംബങ്ങളെ എന്ത് ചെയ്യാണ്? പിന്നെ 50 കുടുംബങ്ങളുടെ സംരംഭം പിന്നെ എത്തിക്കാൻ വേണ്ടി അവരെ സഹായിക്കാം. അതാണല്ലോ. അപ്പൊ നിങ്ങൾ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, അതിനുള്ള ഓട്ടോമാറ്റിക്കലി വന്നു 5 ഫാമിലീസിന്റെ ബിസിനസ് റൺ ചെയ്യാനുള്ള റിസോഴ്സുകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അവരെ ഉപയോഗപ്പെടുത്തിയിട്ട് അത് സിസ്റ്റമാറ്റിക്കൽ അതിനുള്ള ടീമിനെയും അതിൽ വേണ്ട എല്ലാ ചേരുവകളും അതിനകത്തുണ്ട്. ഈ 5 പേർക്കുള്ള എല്ലാ ചേരുവകളും അതിനുള്ളത് അത് ഉപയോഗിച്ചുകൊണ്ടുള്ള 5 പേരെ നമ്മൾ ആക്റ്റീവ് ആക്കി. ആ ബിസിനസ് മോഡൽ 5 പേരെ ആക്റ്റീവ് ആക്കി. ഓക്കെ, ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. അതിന്റെ ഒരു ചാപ്റ്ററിൽ 100 പേരുണ്ടാവും. ആ 100 പേരിൽ നിന്ന് 5 പിന്നെ ഫാമിലീസിന്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധനം റിസോഴ്സുകൾ ഇതിനുള്ളിൽ ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയാം. അതിനുള്ളിൽ ഒരു ടെക്സ്റ്റൈൽസ് ഇ-കോമേഴ്സിന്റെ എക്സ്പെർട്ട് ഉണ്ടെന്ന് കരുതുക. അവൻ ഉപയോഗിച്ചിട്ട് ഈ 5 പേർക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാൻ കഴിയും അല്ലേ? ഇനി അതിൽ തന്നെ 5 പേര് ഇതേപോലെ ടെക്സ്റ്റൈൽസ് ബിസിനസ് ഇതേപോലെ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ വന്നു. അവരെ നമ്മൾ കൃത്യമായിട്ട് ഇതിന്റെ കോർഡിനേഷൻ കാര്യങ്ങളൊക്കെ ഇതിനെ പഠിപ്പിച്ച് ട്രാക്ക് ചെയ്ത് ഈ 5 പേർക്ക് സപ്ലൈ ചെയ്തു. 5 പേര് പുതിയ കുട്ടികൾ, ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിച്ച കുട്ടികൾക്ക് ഇത് ചെയ്യാൻ താല്പര്യമുണ്ട്. അവരെന്ത് ഇവർക്ക് കൊടുത്തു. അപ്പോൾ 2 ആളെ കിട്ടിയല്ലോ ഈ ഒരു വ്യക്തിക്ക്. ഈ 5 പേർക്ക് ഓരോരുത്തരെ വീതം കിട്ടിയല്ലോ. ഇനി അടുത്തെന്താ വേണ്ടത് ഇവർക്ക്? അതിൽ ടെക്സ്റ്റൈൽസ് എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്ന ഒരു വിദഗ്ധനുണ്ട്.
ആ 5 പേർക്കും ഇയാളെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു, ഒരു ട്രെയിനിങ് കൊടുത്തു. അപ്പോൾ ആ പിന്നെ എക്കോസിസ്റ്റത്തിൻ്റെ ഉള്ളിൽ തന്നെ 5 പേരുടെ സാധനം അച്ചീവ് ചെയ്യണമെമ്പോൾ റെഡിയായി. റെഡിയായല്ലോ. ഇനി നിങ്ങൾ സ്കെയിലബിൾ മോഡൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ചാപ്റ്ററിന്റെ 5 എണ്ണം ചെയ്താൽ മതി. 5 ചാപ്റ്ററുകൾ ഉണ്ടാക്കിയാൽ 50 നിങ്ങൾ ഗോൾ അച്ചീവ് ചെയ്തു. അതങ്ങനെ ബിൽഡ് ചെയ്ത് വന്നാൽ ബിൽഡ് ചെയ്ത് വരാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ബിൽഡ് ചെയ്ത് വരാൻ നിങ്ങൾ റിസ്ക് എടുക്കണം. പക്ഷേ ഗ്രോത്ത് ട്രാക്കർ ഫില്ലിംഗ്, അതായത് ഒരാഴ്ചയിലെ നമ്മുടെ ബിസിനസ്സിലെ പുതിയ മാറ്റങ്ങളും പുരോഗതിയും എല്ലാം ഗൂഗിൾ ഷീറ്റിൽ അടയാളപ്പെടുത്തുന്ന ഒരു കോൺസെപ്റ്റ് ആണിത്. അതിനകത്ത് എന്തെല്ലാം മാറ്റങ്ങളാണ് നമുക്ക് വന്നിട്ടുള്ളത്, അതായത് ഒരാഴ്ച എന്തെല്ലാം നേട്ടങ്ങളാണ് നമുക്ക് വന്നിട്ടുള്ളത്, അതുപോലെ ഔട്ട്ഫ്ലോ എത്ര പോയി, ഇൻഫ്ലോ എത്ര വന്നു, പുതിയ നെറ്റ്വർക്കിംഗ് എത്ര ഉണ്ടാക്കി എന്നുള്ളതെല്ലാം അടയാളപ്പെടുത്തുന്ന ഒരു ഗ്രോത്ത് ട്രാക്കിംഗ് സിസ്റ്റം ആണ് ഇത്. ഇതിനകത്ത് എല്ലാവരും നിർബന്ധമായിട്ടും എല്ലാവരും ഇതിനകത്ത് അടയാളപ്പെടുത്തുക. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് മനസ്സിലായി? മനസ്സിലായി. അതല്ല ഞാനിപ്പോ എന്താ വെച്ചാല് നമ്മളെ ഒരു ചാപ്റ്ററിൽ 100 ആള് എന്നുള്ളതല്ലേ സംഭവം. നമ്മളപ്പോ എന്താ വെച്ചാൽ ഒരു 10-20 ആൾക്കാര് നമ്മളെ ചാപ്റ്ററിൽ എത്തുമ്പോഴേക്കും നമ്മളെ വിഷൻ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള 50 അങ്ങനെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞതുള്ളൂ, അതിന് പിടിക്കണ്ട. ഇവിടെ 20 ആൾക്കാർ വരുമ്പോൾ ഫോർമാറ്റ് മതി. ഞാൻ ഈ പറയുന്ന സാധനം അതേപോലെ തന്നെ എടുക്കരുത്. ഞാൻ പറഞ്ഞ ഒരു കാര്യം അതേപോലെ എടുക്കരുത്. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി എക്സാമ്പിൾ മാത്രം പറഞ്ഞുള്ളൂ. ഓരോരുത്തരും കപ്പാസിറ്റി ഡിഫറെന്റ് ആയിരിക്കും. ഓരോരുത്തരും ചാപ്റ്റർ തുടങ്ങിയ രീതിയിൽ വ്യത്യസ്തമാണല്ലോ. ചിലപ്പോൾ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ ചാപ്റ്റർ ഓപ്പൺ ആക്കി ഡോക്ടറുടെ കമ്മ്യൂണിറ്റിയിലെ ആളുകൾക്ക് നമ്മൾ ഈ ഒരു സംഭവത്തിലുണ്ട്, അവർ ലൈവായിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് ഒന്ന് സെറ്റായതിനു ശേഷമാണ് എന്ത് ചെയ്യുക, ഡോക്ടേഴ്സ് കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ആവുക. അതോടൊപ്പം തന്നെ അവർക്ക് എല്ലാ ഞായറാഴ്ചയും എന്തെങ്കിലും അവരുടെ പ്രോഗ്രാം ഡിഫറെന്റ് എടുക്കും. കഴിഞ്ഞ ആഴ്ച അവർക്കുള്ള ടോക്കായി നമ്മൾ കൊടുത്തിരുന്നത്, സുലേട്ടൻ പങ്കെടുത്തിരുന്നല്ലോ, ഡോക്ടേഴ്സ് ഒക്കെ അതിൽ പങ്കെടുത്തിരുന്നു. അതേപോലെ തന്നെ അടുത്ത ആഴ്ച വീണ്ടും അവർക്ക് വിഷൻ സെറ്റ് ചെയ്യുന്ന പോലെ ഇതേപോലെ തന്നെ ഈ ഒരു എക്കോസിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അവരുടെ മേഖലയിൽ ചെയ്യാന്നുള്ളതാണ് അടുത്ത ആഴ്ച പറയാൻ പോകുന്നത്. ഒരു വിഷൻ സെറ്റ് ചെയ്ത് ആ വിഷനിലൂടെ ഇങ്ങനെ ഈ ഒരു എക്കോസിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അവരുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുപോകും, അത് അടുത്ത നമ്മൾ കൊടുക്കണം. അതിന്റെ സ്ട്രാറ്റജി വേറെയാണ്. അപ്പം അവിടെ ആ ഡോക്ടറെ സംബന്ധിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റും. എല്ലാ ഞായറാഴ്ചയും ഡോക്ടേഴ്സ് നമുക്ക് അവിടെ എത്തിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ ചാപ്റ്ററുകളിലും ഡിഫറെന്റ് ആയിട്ട് ഓരോ രീതി വ്യത്യാസം ഉണ്ടാവും. അത് നമ്മുടെ കപ്പാസിറ്റി പോലെ ഇരിക്കും ഓരോ. പക്ഷെ നമുക്കത് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി സ്കെയിലബിൾ മോഡലാണെന്ന് മാത്രം പറഞ്ഞതാണ്. അല്ലാത്ത സാധനങ്ങൾക്ക് സ്കെയിലബിൾ ആക്കാൻ ഭയങ്കര റിസ്ക് ആണ്. ഇപ്പൊ ഷാവുലൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചാപ്റ്റർ ഇസ് ഈക്വൽ ടു ഒരു ഷോപ്പ്. ഒരു ചാപ്റ്റർ ഒരു ഷോപ്പിന് ബേസ് ചെയ്ത് ഒരു ചാപ്റ്റർ ആലോചിക്കാം. അത് വേറെ നമുക്ക് റിസ്ക് ഒന്നുമില്ല. ആ സാധനം ഷോപ്പ് നടന്നിട്ടില്ല എന്ന് വിചാരിച്ചാൽ ചാപ്റ്ററിനെ ബാധിക്കൂല. ആ ഷോപ്പ് നടന്നിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഷോപ്പ് ഒരു ചാപ്റ്റർ തുടങ്ങിയത് ഷോപ്പ് തുടങ്ങാൻ നിർബന്ധം. ഷോപ്പ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഷാവുലൻവർ ആ ചാപ്റ്ററിനെ ഉപയോഗപ്പെടുത്തിയിട്ട് ചെയ്യുന്ന സാധനമാണ്. പക്ഷെ അവിടെ വരുന്ന ഒരാൾക്കും അത് എന്താവില്ല, ആ ഷോപ്പ് തുടങ്ങിയില്ലല്ലോ എന്ന് വിചാരിച്ചാൽ ആരും ചോദിക്കൂല. മറിച്ച് അവിടെ വരുന്ന ഓരോ ആളുകളും ഡിഫറെന്റ് റിസോഴ്സുകളും ഡിഫറെന്റ് പവറുള്ള ആൾക്കാരാണ്. അവരെ സാധ്യതകളും കൂടി ഉപയോഗപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യുന്നു, ഷോപ്പിനെ റൺ ചെയ്യിക്കുന്നു. അതിൽ 100% ഷാവുലൻവർ തോന്നുകയാണ്. ആ എക്കോസിസ്റ്റത്തിൽ വന്നത് ഒരു പയ്യൻ അടിപൊളിയാണ്. ഓന് ഇതിന് മെമ്പർഷിപ്പ് എടുത്ത് വന്ന ഒരാള്, ഓന് ഈ ടെക്നോളജി സംഭവങ്ങൾ പഠിക്കാനും ഇതിന്റെ അപ്ഡേറ്റ് ആവാനും നെറ്റ്വർക്ക് ഉണ്ടാക്കാനൊക്കെ ആൾ ഉഷാറാണ്. ഓൻ എന്ത് ചെയ്യാം, ടേക്ക് ഓവർ ചെയ്യാം. ആ കമ്മ്യൂണിറ്റിയിൽ വന്ന ആളെ ടേക്ക് ഓവർ ചെയ്യാം. ഓക്കെ. പിന്നെ സലീം ഖാന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സലീം ഖാന്റെ എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന ചാപ്റ്ററിൽ ഇപ്പോൾ മുസ്തഫ വന്നതോടുകൂടി 5 പേർ ഒറ്റയടിക്ക് എന്ത് ചെയ്തു, ജോയിനിങ് 5 പേര്. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് ഓക്കെ ആണെങ്കിൽ അതേപോലെ തന്നെ ഒരു യൂണിറ്റ് വേറെയും സലീം ഖാൻ എടുക്കാം. അപ്പൊ അതിലെന്താ വെച്ചാൽ ഇത്രയും ആൾക്കാർ എന്ത് ചെയ്താൽ അവരുടെ ആ ടീമിൽ ഉറപ്പിച്ച് നിർത്താനും അവരിലൂടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനും സലീം ഖാക്ക് കഴിയും. ഒന്ന്, ആ വന്ന 4 പേര് മുസ്തഫാന്റെ കൂടെ ഉറച്ചു നിൽക്കും, അത് ഉറപ്പാണ്. കാരണം മുസ്തഫാന്റെ വിഷൻ അടക്കം നമ്മളവിടെ ഇങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് അവരെ ഉള്ളിലേക്ക് കയറ്റുന്നുണ്ട്. അപ്പൊ അവരൊരിക്കലും എന്ത് ചെയ്യില്ല, വഴി തെറ്റി പോകില്ല. നമ്പർ 1. നമ്പർ 2, ആ ഒരു സംഭവത്തിൽ അവർ ചെയ്യുന്ന ഈ ഒരു പ്രോസസ്, ഈ ഒരു സാധനം ചെയ്തോടുകൂടി മുസ്തഫാന്റെ പ്രോഫിറ്റ് കയറുകയാണ്. അവിടെ വരുന്നിട്ട് അവർ ചെയ്യേണ്ട അവരുടെ വിഷൻ അല്ല കേട്ടോ. ആ വന്ന 4 ആൾക്കാരുടെയും പേയ്മെന്റ് ചെയ്ത ആരാണ്, മുസ്തഫയാണ്. അപ്പൊ മുസ്തഫ പേയ്മെന്റ് ചെയ്യുമ്പോൾ അവർ മുസ്തഫാക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവരുടെ വിഷൻ എന്ന് പറഞ്ഞാൽ മുസ്തഫാന്റെ വിഷനായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. 888 അത് നമ്മൾ 4 വെക്കാണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് കൊടുക്കും. അതിൽ പിന്നെ 222 പേര് നീയാണ്, 222 നീയാണ്. അങ്ങനെ ആ രീതിയിൽ അവർക്ക് വിഷനായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് കൊടുക്കും. അപ്പൊ അത് അച്ചീവ് ചെയ്ത് അവരോട് ഓരോരുത്തരും ചോദിച്ചു, നിങ്ങൾക്ക് ഈ ഒരാഴ്ച പിന്നെ കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങളുടെ ഇൻഫ്ലോയിൽ കിട്ടാൻ എത്ര രൂപ ഉണ്ടെന്ന് ചോദിച്ചു. അത് അടുത്ത ആഴ്ച വരുമ്പോൾ അവർ ഉണ്ടാക്കി കൊണ്ടുവരും. കാരണം എന്താ അറിയോ, കഴിഞ്ഞ ആഴ്ച അവർക്ക് മോശമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം അവർക്ക് കണ്ടെത്താൻ കഴിയില്ല. കണ്ടെത്താൻ കഴിയില്ല, നിങ്ങൾ ചിന്തിക്കുന്നില്ല. എന്തെങ്കിലും പൈസ വരാനുണ്ടോ എന്ന് ചോദിച്ചു. എന്തെങ്കിലും നിങ്ങളവിടെ എന്തെങ്കിലും സാധനം വാടക കൊണ്ടതിന്റെ പൈസ, അല്ല അവിടെ മുട്ടായിട്ട പൈസ എന്തെങ്കിലും കിട്ടാനുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പൊ ഇൻഫ്ലോയെ പറ്റി ഇവരിങ്ങനെ ആലോചിക്കും, എന്തെങ്കിലും പൈസ വരാനുണ്ടോ എന്നുള്ളത് ഇങ്ങനെ ആലോചിക്കും.
അപ്പോൾ അത് ആലോചിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സലീംക്കാക്ക് എന്തായി ആ ഇൻഫ്ലോ കണ്ട് കയറി കഴിഞ്ഞാൽ എന്തായി ഇവിടുത്തെ എമൗണ്ട് കൂടും. സലീംക്കാരെ സംബന്ധിച്ച് ഇത് കൂട്ടുക എന്നത് നിർബന്ധമാണ്. അപ്പോൾ ഈ ഇൻഫ്ലോ കൊണ്ടുവരാൻ വേണ്ടി ഇവരെ നന്നായിട്ട് എന്ത് ചെയ്യും, ഫോളോ അപ്പ് ചെയ്യും. അപ്പോൾ ആ ഇൻഫ്ലോ കയറുമ്പോൾ എന്തായി മൊത്തത്തിൽ ഇത്രയും കാലം 5 ലക്ഷം ഉണ്ടായിരുന്നുള്ളൂ, ഈ ഒരു കാലം നമ്മൾ ഇൻഫ്ലോന്റെ പിന്നാലെ നിർബന്ധിച്ച് കൂടിയതുകൊണ്ട് കിട്ടാനുള്ള പൈസ എവിടുന്നൊക്കെയാണ് ഇവരെന്നെ കണ്ടുപിടിച്ച് ഇവരെന്നെ ഫോളോ അപ്പ് ചെയ്ത് ആ പൈസ അവിടെ എത്തിക്കാനുള്ള ശ്രമം നടത്തും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രാവശ്യം 5 ലക്ഷം എന്നുള്ളത് 6 ലക്ഷമായി മാറും. അപ്പോൾ വെറുതെ നോക്കുമ്പോൾ തന്നെ നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് വെറുതെ ചോദിച്ചാൽ മതി ഏതൊക്കെ പൈസ നമുക്ക് കിട്ടാൻ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് പൈസ എത്ര കിട്ടാനുണ്ട്. വെറുതെ ആലോചിച്ച് നോക്കി കിട്ടാനില്ലേ, 2 പൈസ കിട്ടാണ്ട്. അത് നമ്മൾ ആലോചിച്ചാലാണ് നമ്മൾ എന്ത് ഫോളോ അപ്പ് ചെയ്യുള്ളൂ. ഫോളോ അപ്പ് 7 തവണ ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ പറഞ്ഞോളൂ. 7 തവണ സ്ട്രാറ്റജിക്ക് ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ അതിനുള്ള പരിഹാരം വേറെ ഉണ്ട്. ദിനേശ് ചേട്ടൻ കൊടുത്ത പരിഹാരം 7 തവണ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ദിനേശ് ചേട്ടൻ ഞാൻ സ്ട്രാറ്റജി കൊടുത്തിട്ടുണ്ട്. അത് വർക്കാവില്ലേ ദിനേശ് ചേട്ടാ? ഉറപ്പാണല്ലോ, കിട്ടൂല എന്നുള്ള 50-50 ആണ്. ഞങ്ങള് 50 കിട്ടാത്ത പൈസ അല്ലേ, കിട്ടാത്ത പൈസ അല്ലേ, 50-50 ആണ്. ഓക്കെ സംസാരിച്ചില്ലേ? ഒരു ബാക്കപ്പ് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ മറ്റേ ക്യാഷിന്റെ കാര്യത്തില് മുങ്ങിപ്പോയ ഒരാളെന്ന് പറഞ്ഞല്ലോ, ആ നാട്ടിൽ തന്നെ ഉണ്ട്. ഞാൻ ഒന്ന് പ്രാക്ടീസ് ചെയ്യട്ടെ. അതിലേ 50,000 കിട്ടാള് 50,000 ഇപ്പൊ ഉള്ളത്. ഒഴിവാക്കിയ എമൗണ്ട് അല്ലേ? ഒഴിവാക്കിയ എമൗണ്ട് ആണ്. റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട് പിന്നെ ഞാൻ അല്ലാതെ അങ്ങോട്ട് 25 പ്രതീക്ഷ മതി. 25 ഓക്കെ, ശരി ശരി ശരി. ഓക്കെ, അപ്പം അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്താണ് നമ്മളെ ഇൻഫ്ലോ കയറ്റുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഇവിടെ സംഭവിക്കുന്നതാണ്. ഇപ്പൊ സലീംഖാന്റെ കേസ് ഞാൻ പറഞ്ഞു, സലീംഖാൻ ഇതേപോലെ 4 കമ്പനികൾ വന്നാൽ മതി. മുസ്തഫാന്റെ സക്സസ് ആയി കഴിഞ്ഞാൽ അടുത്ത കമ്പനി വരും. അപ്പൊ ഈ ഒരു മോഡൽ എന്ത് ചെയ്യാൻ കമ്മ്യൂണിറ്റിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്തരം ആളുകൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടീമിനെ ഇതേപോലെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ സലീംഖാൻ ടീം വേണ്ടേ? അവിടെ നല്ല പവർഫുൾ അക്കൗണ്ടിങ് കേപ്പബിലിറ്റി ഉള്ള ആൾക്കാർ വേണ്ടേ? അവർക്കൂടെ ഓപ്പർച്യൂണിറ്റി വരൂലേ? അപ്പൊ സ്വാഭാവികമായിട്ട് ആ കമ്മ്യൂണിറ്റിയിലേക്ക് ആളുകൾ കയറി വരൂലേ അല്ലേ? അവിടെ ഈ ടാക്സിന്റെ പ്രശ്നം കൈകാര്യം ചെയ്യാൻ നമുക്കൊരു ടാക്സിന്റെ ആൾ വേണം. അവിടെ ഇതേപോലെ CA-കാരൻ വേണം. അതായത് മറ്റുള്ള ലീഗൽ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ CA-കാരൻ വേണം. അപ്പം സലീംഖാന്റെ കയ്യിലുള്ള ടീം ഭയങ്കര പവർഫുൾ ആയിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഏത് കമ്പനി വന്നാലും സലീംഖാൻ ഇവർ ഈ ടീമിനെ ഉപയോഗിച്ച് ചെയ്താൽ മതി, ചെയ്യാൻ പറ്റും. അതാണ് ഈ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്, എളുപ്പമൊന്നല്ല. നിങ്ങൾ അതിൽ 2 കൽപ്പിച്ചിറങ്ങി കുറച്ച് പണിയുണ്ട്. പെട്ടെന്ന് താനെ റെഡി ആവുമെന്ന് വിചാരിക്കണ്ട. അതായത് നിങ്ങൾ 90%, ഞാൻ പറയുന്നത് 90% എഫേർട്ട് എടുത്താലാണ് നിങ്ങൾക്ക് 10% ആദ്യഘട്ടത്തിൽ സക്സസ് ആകാൻ പറ്റുള്ളൂ. എങ്ങനെ 90% എഫേർട്ട് എടുത്താലാണ് ആദ്യത്തെ 10 കടമ്പ നിങ്ങൾക്ക് 10% കടമ്പ നിങ്ങൾക്ക് കടക്കാൻ പറ്റുള്ളൂ. അവിടെ മിക്കവാറും നിങ്ങൾ അതിന് പിൻവാങ്ങി പോരാനുള്ള സാധ്യതയുണ്ട്. അത് മനസ്സിൽ കണ്ടിട്ട് നിങ്ങൾ പിൻവാങ്ങി പോകുന്ന കഴിഞ്ഞാൽ എല്ലാം ട്രസ്റ്റും നഷ്ടപ്പെടും. ആ 10% പിൻവാങ്ങി കഴിഞ്ഞാൽ ട്രസ്റ്റ്. അപ്പോൾ അത് രണ്ടും ആലോചിച്ചിട്ട് എനിക്ക് ഇറങ്ങിയാൽ മതി. ഞാൻ രാവിലെ കഴിഞ്ഞാൽ ഞാനുണ്ട് നടക്കുമ്പോൾ എന്താ പറയാൻ കാരണം ശരിക്കും ആലോചിച്ചിട്ട് വന്നാൽ മതി. ആദ്യത്തെ 90% ആദ്യത്തെ 10% അച്ചീവ് ചെയ്യാൻ പിന്നെയാണ് മാജിക് നടക്കുന്നത് കേട്ടോ. ആദ്യ സമയത്തല്ല മാജിക് നടക്കുന്നത്, രണ്ടാമത്തെ ഇന്റർവെല്ലിലാണ്, സെക്കൻഡ് ഇതിലാണ് എന്ത് ചെയ്യുന്നത് മാജിക് നടക്കുന്നത്. പിന്നത്തെ സമയത്ത് നിങ്ങൾ 10% വർക്ക് ചെയ്താൽ 90% റിസൾട്ട് വരും. അതാണ് മാജിക്. എങ്ങനെ 10% നിങ്ങൾ എഫേർട്ട് എടുത്താൽ മതി, 90% താനെ വരും. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഡോക്ടറോട് ഉണ്ടോന്ന് അറിയില്ല. പിന്നെ സലാം ഡോക്ടർ സംബന്ധിച്ചിടത്തോളം സലാം ഡോക്ടർ 100 പേരുടെ ഒരു ടീമിനെയാണ് ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ 6-7 പേരാണ് ആയത്. അതിൽ തന്നെ വന്ന പല ആളുകൾക്കും സലാം ഡോക്ടർ ഉണ്ടാക്കുന്ന അതേപോലെ വിഷൻ വന്നു കഴിഞ്ഞു. അവരും ഇതേപോലെ ഒരു ഡോക്ടർ 10 ഡോക്ടേഴ്സിനെ ഉപയോഗിച്ചിട്ട് ഒരു ടീമിനെ ബിൽഡ് ചെയ്യണം. അത് ഡോക്ടർക്ക് ഏറ്റവും എളുപ്പം ഈ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ വെച്ച് സെറ്റ് ചെയ്യണം. ആ 10 ഡോക്ടറെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഡോക്ടറുടെ കമ്മ്യൂണിറ്റിനുള്ളിലേക്ക് കയറും. അത് ആരാ ചെയ്തത്? അതിലുള്ള ഒരാളാണ്. കാരണം അയാൾക്ക് വിഷയം നമ്മളെക്കാൾ പവർഫുൾ ആയിട്ടുള്ള ആളുകൾ ഈ കമ്മ്യൂണിറ്റിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും, കമ്മ്യൂണിറ്റിയിൽ വരും. അപ്പൊ അവരെന്ത് ചെയ്യും? ശരിയാണോ, ഈ ഒരു സിസ്റ്റം അടിപൊളിയാണല്ലോ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്കും ഒരു ടീമിനെ ഉള്ളിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. കാരണം അവരും എന്താണ് അവരുടെ വിഷനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്.
അവരുടെ വിഷനിലേക്ക് 10 പേരെ നിർബന്ധമായിട്ട് വരാം. അവർ വേറെ ഒന്നും ചെയ്യേണ്ട, അവർ 10 പേരെ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ട്രാക്കിംഗ് നടക്കും. അപ്പോൾ മുസ്തഫാനെ സംബന്ധിച്ച് ഇവരുടെ ട്രാക്കിങ്ങിൻ്റെ കാര്യത്തിൽ മുസ്തഫക്ക് ഒരു പ്രശ്നമല്ല. കാരണം കംപ്ലീറ്റ് ട്രാക്കിംഗ് ഞാൻ കൂടുതൽ പറഞ്ഞു തരാൻ പറ്റും. കൊമേഴ്സ് കമ്മ്യൂണിറ്റിയുടെ ഒരു ഫയലുണ്ട്. ആ ഫയൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കറക്റ്റ് ട്രാക്കിംഗ് നമുക്ക് കിട്ടും. അവരെന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെയാണ് എംജിമിന് വേണ്ടി എന്ത് വിസിബിലിറ്റിയാണ് അവർ കൊണ്ടുവന്നത്. അത് കുറവാണെങ്കിൽ സെലിംക്ക് എന്ത് ചെയ്യുക, അവരെ ഫോളോ അപ്പ് ചെയ്ത് ഇത് പോരാ, ഇത് ഇത്ര വിസിബിലിറ്റി കൊടുത്താൽ പോരാ, ഇത് ഇത്ര. അവർക്കും 10 ലക്ഷം ടാർഗറ്റ് ഉണ്ട്. എംജിമിന്റെ വിസിബിലിറ്റി 10 ലക്ഷം ആക്കുക എന്നുള്ള അവരുടെ ടാർഗറ്റാണ്, നിങ്ങളെ മാത്രമല്ല. അപ്പൊ മൊത്തം മുസ്തഫാനെ സംബന്ധിച്ച് എന്തായി, 50 ലക്ഷമായി മുസ്തഫാന്റെ ഉൾപ്പെടെ. 50 ലക്ഷം. അടിപൊളി സെഷനാണ് ഇനി വരാൻ പോകുന്നത്. സ്പെഷ്യൽ ഗസ്റ്റ് സ്പീക്കർ സെഷൻ. അതായത് ബിസിനസ് രംഗത്തെ വമ്പൻ പുലികളുമായിട്ടുള്ള ഒരു സംവാദം. അവരുടെ ബിസിനസ് ഐഡിയകളും തോട്ടുകളും അവരുടെ പരാജയങ്ങളും വെല്ലുവിളികളും വിജയങ്ങളും എല്ലാം നമ്മളുമായിട്ട് പങ്കുവെക്കുന്നു. അവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടാതിരിക്കില്ല. ജസ്റ്റ് ലിസൺ കെയർഫുള്ളി. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് കിടക്കാമല്ലോ. ഇന്നത്തെ ഗസ്റ്റ് ഉണ്ട്. ഇതുവരെയാണ് ഇപ്പൊ നമ്മള് ഓറിയന്റേഷൻ ഏകദേശം ആയി ഞാൻ വിചാരിക്കുന്നു. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇന്നത്തെ നമ്മളെ ഗസ്റ്റ് സജു സാർ, ആർ യു ലൈവ്? അപ്പൊ നമുക്ക് തുടങ്ങാമല്ലോ അല്ലേ? അപ്പോ സജു സാറിന്റെ ഇന്നത്തെ ടോപ്പിക് എന്താണ്? പറയൂ സജു സാറിന്റെ ടോപ്പിക് എന്താണ്? നമ്മള് ചെലവിനെ വരുമാനമാക്കുന്നതാണ് പുള്ളിയുടെ കോൺസെപ്റ്റ്. ഓക്കെ, അതിനുള്ള ചില സ്ട്രാറ്റജികൾ, എങ്ങനെയാണ് നമുക്ക് നമ്മളുടെ കമ്പനീനെ ഒരു പ്രോഫിറ്റിലേക്ക് എത്തിക്കാൻ കഴിയുക, ഏത് രീതിയിലാണ് ചെലവുകളെ വരുമാനമാക്കി മാറ്റുന്ന സ്ട്രാറ്റജി എന്താണ്? എന്തായാലും ഞാൻ വെൽക്കം ചെയ്യുന്നു സജു സക്സസ്. സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ശരി. ഷെയർ ചെയ്തോ? കാണുന്നില്ല. ഷെയർ ചെയ്തോ? ഓടാനുള്ള സൗകര്യം കൂടി നടക്കണേ. ഈ സ്പേസ് ഫിൽ ചെയ്യട്ടോ, ക്യാമറ സ്പേസ്. സജു സാർ, സ്ക്രീൻ അവിടെ വന്നോ? ഓക്കെ, സ്ക്രീൻ വന്നിട്ടുണ്ടല്ലോ അല്ലേ? വന്നിട്ടുണ്ട്. സ്ക്രീൻ വരും. സ്ക്രീൻ വരുന്നില്ലല്ലോ. നിങ്ങൾ ഷെയർ ചെയ്യുന്നത് ആ ഒരു സെയിം സംഭവം തന്നെ വരും. അതായത് നമ്മുടെ ഇവിടുത്തെ നോക്കൂ, സ്ക്രീനിൽ നോക്കൂ. സ്ക്രീൻ വരുന്നുണ്ട്, സ്ക്രീൻ ഓക്കെയാണ്. എന്താണ് ഷെയർ ചെയ്യുന്നത്? ഷെയറിംഗ് ഓഫ് ചെയ്തു. സ്ക്രീൻ ഷെയർ ആവുന്നുണ്ട്, ബട്ട് അത് നമ്മള് ഗൂഗിൾ മീറ്റ് തന്നെയാണ് കാണുന്നത്. ഫാൻസിന് അയച്ചു കൊടുത്താൽ ഫാൻസ് കൂടെ പ്ലേ ചെയ്തു. കാണുന്നു, ഇപ്പൊ കാണുന്നു, ഇപ്പൊ ഓക്കെയാണ്. പറഞ്ഞോളൂ. സീറ്റ് ഒന്ന് ഫില്ലാക്കി.
ആ പറഞ്ഞോളൂ കാണുന്നുണ്ട് കാണുന്നില്ലേ? ആർക്കെ കാണാത്ത പോലെ. ആ കാണുന്നുണ്ട് പറഞ്ഞോളൂ. സുഖമാണല്ലോ. ഓക്കെ. അപ്പൊ നമ്മുടെ ബിസിനസ് നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൽ നിന്ന് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ള ഒരു സെക്ഷനാണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് എത്തിയിരിക്കുന്ന എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മേക്ക് ആൻ ഇൻകം മെഷീൻ ഫ്രം യുവർ ഓൺ കസ്റ്റമേഴ്സ്. നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തമായ കസ്റ്റമേഴ്സ് ഉണ്ട്. ആ കസ്റ്റമേഴ്സിൽ നിന്ന് യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടുന്ന അവരുടെ നമ്മളുമായിട്ടുള്ള സർവീസിൽ നിന്നുള്ള ഇൻകമാണ്. ഉദാഹരണത്തിന് നമ്മളൊരു ഷോപ്പ് നടത്തുന്നുണ്ടെങ്കിൽ ആ ഷോപ്പിൽ അവര് പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നുള്ള പ്രോഫിറ്റ് മാത്രമാണ് നമുക്ക് കിട്ടാറുള്ളത്. അത് കഴിഞ്ഞ് അവര് വീണ്ടും പർച്ചേസ് ചെയ്യാൻ വന്നില്ലെങ്കിൽ നമുക്കൊരു പ്രോഫിറ്റും ഇല്ല.